السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وأصحابه الفائزين برضا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, പ്രോഫ്കോണിന്റെ ഏറ്റവും ശ്രദ്ധേയമായ സെഷനിലാണ് നാം ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് പഠനത്തിന്റെ തിരക്കുകൾക്കിടയിലും കുടുംബത്തിന്റെയും ജീവിതത്തിന്റെയും മറ്റുമൊക്കെ തിരക്കുകൾക്കിടയിൽ നിന്ന് സ്വന്തം ജീവിതത്തെക്കുറിച്ച് ആലോചനകൾ നടത്തുവാനും വിമലീകരണം ആവശ്യമായ മേഖലകൾ ഏതോ അത് കേൾക്കുമ്പോൾ അത് സ്വീകരിക്കുവാനും ജീവിതത്തിൽ നടപ്പിലാക്കണം എന്നുള്ള തീരുമാനമെടുക്കുവാനുമൊക്കെ സാധിക്കുന്ന രൂപത്തിൽ ഈ 3 സുദിനങ്ങളെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, കലാലയങ്ങളിൽ, ക്യാമ്പസുകളിൽ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടം നാം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എല്ലാ കലാലയങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, സർവ്വസാധാരണമായി നാം കണ്ടുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായ വിഷയങ്ങളുണ്ട്, സംഭവ വികാസങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളിൽ സ്വർഗം ആഗ്രഹിക്കുന്ന, നരകത്തിന്റെ അതിതീക്ഷ്ണമായ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് അതിയായി കൊതിക്കുന്ന, ഖബറിന്റെയും മഹ്ശറിന്റെയും പ്രതിസന്ധികളെ തരണം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിനി എന്ന നിലക്ക്, വിദ്യാർത്ഥി എന്ന നിലക്ക് നാം എന്ത് നിലപാടുകൾ ജീവിതത്തിൽ സ്വീകരിക്കണമെന്ന ചർച്ചയാണ് ഇവിടെ നടക്കാനിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മനുഷ്യരെയും ഏറ്റവും നല്ല രൂപത്തിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നാൽ അധമരിൽ അധമരായി, വൃത്തികെട്ടവരിൽ ഏറ്റവും വൃത്തികെട്ടവരായി മാറാൻ അവർക്ക് സാധിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ജീവിതം ആ രൂപത്തിലേക്ക് വഴിമാറുന്നത് എന്ന് പരിശോധിക്കുമ്പോൾ സ്വന്തം ജീവിതത്തിൽ സ്വകാര്യമായോ അല്ലെങ്കിൽ കൂട്ടുകാരോടൊത്ത് കൂടുമ്പോഴോ അല്ലെങ്കിൽ പരസ്യമായി തന്നെ നിർവഹിക്കുന്ന തിന്മകളാണ്, വൃത്തികേടുകളാണ് നമ്മെ ആ രൂപത്തിൽ അധപതനത്തിന്റെ വഴിയിലെത്തിക്കുന്നത് എന്ന് എല്ലാവർക്കും കൃത്യമായ ധാരണയുണ്ട്. ഇവിടെ നിന്ന് സംസാരിച്ച് ബോധ്യപ്പെടുത്തി തരണമെന്നില്ല. ഓരോ തെറ്റും ഓരോ തിന്മയും മനസ്സിൽ കൊതിക്കുമ്പോൾ, അത് ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ, മനസ്സുകൾ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ, ഒരു സ്വസ്ഥത നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ജീവിതത്തിലെ തന്റെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ പിന്നോട്ട് പിന്മാറുന്നുണ്ടെങ്കിൽ, നമ്മൾ ഉദ്ദേശിക്കുന്ന പഠന നിലവാരം പുലർത്താൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ, തിന്മകൾ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നു എന്നുള്ള വസ്തുത നാം തന്നെ തിരിച്ചറിയുന്നുണ്ട്. സഹോദരങ്ങളെ, എനിക്ക് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുവാനുള്ളത്, അറിവില്ലായ്മ കൊണ്ടോ അതുമല്ലെങ്കിൽ ഈ രൂപത്തിലുള്ള തിന്മകളിലും വൃത്തികേടുകളിലും അഭിരമിച്ചു പോയവർ എല്ലാവരും കൊതിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, എനിക്കൊന്ന് നന്നാകണം, എനിക്കൊന്ന് രക്ഷപ്പെടണം, എനിക്കെന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം തിരിച്ചറിഞ്ഞ് സ്വർഗത്തിന് വേണ്ട പ്രവർത്തനങ്ങളെന്തോ അത് നിർവഹിക്കാൻ എനിക്ക് കഴിയണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് സംഭവിച്ച തിന്മകളെക്കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സുകളിൽ വല്ലാത്ത നൊമ്പരങ്ങൾ ഉണ്ടാകുന്നു, അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇതുപോലെയുള്ള സംഗമങ്ങളിൽ വന്നിരുന്ന് ഇന്നലെയും ഇന്നുമായി നാം കേട്ട സംസാരങ്ങൾ ഹൃദയത്തിനകത്തേക്ക് തറച്ചു കയറിയപ്പോൾ പലവട്ടം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു, ഇല്ല, ഇനി എനിക്ക് ചില തീരുമാനങ്ങൾ എടുക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന്. ജീവിതത്തിന്റെ കഴിഞ്ഞ ചില നിമിഷങ്ങളെ, കഴിഞ്ഞ ചില സന്ദർഭങ്ങളെ, കഴിഞ്ഞ ചില രാത്രികളെ, കഴിഞ്ഞ തന്റെ ചില സ്വകാര്യ നിമിഷങ്ങളെ
എഡിറ്റ് ചെയ്യാതെ ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്ന് നമ്മുടെ മനസ്സുകൾ നമ്മോട് മന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഒരു വിലയിരുത്തലിന് നമ്മൾ തയ്യാറാവുക. ഇത് ഒരു സുവർണ അവസരമാണ് സഹോദരങ്ങളെ. ഈ സുവർണ അവസരത്തെ, ഈ ചാൻസിനെ നമ്മൾ നഷ്ടപ്പെടുത്തുന്നില്ല എന്ന് നമ്മൾ തീരുമാനിക്കേണ്ടതുണ്ട്. അതല്ല, ഇത്തരത്തിലുള്ള ഒരു അവസരം കിട്ടിയിട്ട് സ്വന്തം ജീവിതത്തിൽ ചെയ്യുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് മനസ്സിന്റെ അടിത്തട്ടിൽ ചില സംശയങ്ങൾ ബാക്കിയുണ്ടായിട്ട് അത് ചോദിക്കാനും പഠിക്കാനും അറിയാനും മനസ്സിലാക്കാനും സ്വീകരിക്കുവാനുമുള്ള അവസരം ലഭിച്ചിട്ട് അത് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല എങ്കിൽ, അതിന് മനസ്സ് കൊടുക്കാത്ത ഒരു സാഹചര്യമാണ് നിങ്ങളിൽ ആരെങ്കിലും കാത്തുസൂക്ഷിക്കുന്നതെങ്കിൽ, ഒരു കാര്യം പറയട്ടെ, ചില അപകടങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഞാൻ ഒന്നുകൂടെ കടന്നു സൂചിപ്പിച്ചാൽ, ഈ പ്രോപ്കോണിന്റെ സെഷനുകളിൽ നടക്കുന്ന സംസാരങ്ങളെ ഹൃദയത്തിലേക്ക് ചേർത്തുവെക്കാനും മനസ്സ് തുറന്ന് സ്വീകരിക്കാനും ഇനിയും നിങ്ങളിൽപ്പെട്ട ആർക്കെങ്കിലും സാധിക്കുന്നില്ലെങ്കിൽ, നമുക്ക് ചില കുഴപ്പങ്ങളുണ്ട്, നമുക്ക് ചില ബാരിക്കേഡുകളുണ്ട്. ഇതിലേക്ക് കയറാൻ നമ്മെ സമ്മതിക്കാത്ത ചില സിനിമകൾ ജീവിതത്തിന്റെ വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ നാം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. രഹസ്യമായ ജീവിതത്തിൽ എവിടെയൊക്കെയോ കൊണ്ടു നടക്കുന്നുണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതെന്താണെന്ന് തിരിച്ചറിഞ്ഞ്, അതെന്താണെന്ന് ചോദിച്ചറിഞ്ഞ് അതിൽ നിന്ന് ഒരു തിരിച്ചുപോക്ക് അത് നമുക്ക് സാധ്യമാകണം. അതിനാണ് യഥാർത്ഥത്തിൽ ഈ സെഷൻ ഇവിടെയുള്ളത്. അതോടൊപ്പം ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ നമ്മളൊന്ന് മനസ്സ് തുറന്ന് ചിന്തിക്കുന്നതിനു വേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. ആളുകൾക്ക് മുമ്പിലും പൊതുസമൂഹത്തിന് മുമ്പിലും അതുപോലെ തന്നെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് മുന്നിലും കുടുംബാംഗങ്ങൾക്ക് മുന്നിലുമൊക്കെ നല്ല ഒരു വ്യക്തിത്വം നമുക്കുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. നമുക്കുറിച്ച് അവർക്കൊക്കെ പറയുവാനുള്ളത് നല്ല നല്ല കാര്യങ്ങളാണ്. അവൻ അങ്ങനെയാണ്, എന്റെ മകൻ കൂടെ അങ്ങനെ ആയിരുന്നെങ്കിലെന്ന് കൊതിക്കുന്നു നമ്മുടെ കുടുംബത്തിൽപ്പെട്ട പല ആളുകളും. നിന്നെപ്പോലെയായിരുന്നു എന്റെ മകനുമെങ്കിലെന്ന്, എന്റെ മകളുമെങ്കിലെന്ന് രക്ഷിതാക്കൾ കൊതിക്കുന്ന കാര്യങ്ങൾ നമ്മളോട് പറയുന്നു. പക്ഷേ സുഹൃത്തുക്കളെ, നിങ്ങൾക്കുറപ്പ് പറയാനാകുമോ അവർ നിങ്ങളെ കാണുന്ന അത്രയും വിശുദ്ധമായ ഒരവസ്ഥ നിങ്ങളുടെ മനസ്സാക്ഷിയെ സാക്ഷി നിർത്തി പറയാൻ നമുക്ക് സാധ്യമാണോ എന്ന്? സ്വന്തത്തെ മുന്നിൽ വെച്ച് എന്റെ ഇന്നലകൾ എന്തായിരുന്നു എന്ന് ചിന്തിച്ചിട്ട് ആളുകൾ എന്നെ കാണുന്ന, ആളുകൾ എന്നെ വിലയിരുത്തുന്ന പൊതുസമൂഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ഞാൻ കാണിക്കുന്ന കാര്യങ്ങൾ അതൊരു ജാടയായിരുന്നു എന്ന്, കാട്ടിക്കൂട്ടലുകളായിരുന്നു എന്ന് സ്വന്തം മനസ്സാക്ഷിയുടെ മുന്നിൽ വെച്ച് പറയാൻ നമുക്ക് പറ്റുമോ? ഞാൻ അത്ര നല്ലവനാണ് എന്ന്, ഞാൻ നല്ലവനാണെന്ന് പറയാൻ, ഞാൻ തെറ്റുകൾ ചെയ്യാത്തവനാണെന്ന് പറയാൻ, ക്യാമ്പസിൽ നിറഞ്ഞു നിൽക്കുന്ന വൃത്തികേടുകളും തിന്മകളും അങ്ങേയറ്റം വ്യാപകമായ അവസ്ഥയിലേക്ക് വരുമ്പോൾ പടച്ചറബിൽ സമർപ്പിച്ച് മാറി നിൽക്കുന്നവനാണെന്ന് പറയാൻ, സ്വന്തം മൊബൈൽ ഫോണിന്റെ ഗാലറികൾ തുറന്നു നോക്കി ഇല്ല ഇതിൽ അള്ളാഹുവും അവന്റെ റസൂലും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യവുമില്ലെന്ന് പറയാൻ സാധ്യമാണോ പ്രിയപ്പെട്ടവരെ? മൊബൈൽ ഫോണിൽ കൊണ്ട് നടക്കുന്ന ഏതെങ്കിലുമൊക്കെ നമ്പറുകൾ അതെല്ലാവർക്കും കാണാൻ പറ്റുന്ന രൂപത്തിൽ തുറന്നു വെക്കാൻ അതിനുപോലും ധൈര്യം കാണിക്കാത്തവർ ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയാണെങ്കിൽ ഒന്ന് നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വിശുദ്ധരാണോ എന്ന്. ആത്മാർത്ഥമായ ആ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ അവസരത്തെ നഷ്ടപ്പെടുത്തിയാൽ മരണമെന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷം നമ്മളെ കണ്ടുമുട്ടുമ്പോൾ ഒരു തിരിച്ചുപോക്കിന് കൊതിച്ചിട്ട് ആഗ്രഹിച്ചിട്ട് അവസരം കിണഞ്ഞ് ചോദിച്ചിട്ട് അത് ലഭ്യമല്ല, സാധ്യമല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ രൂപത്തിലൊന്ന് സ്വന്തത്തെ പരിശോധിക്കുവാൻ നമ്മൾ തയ്യാറാവുക. മറ്റൊരു കാര്യം എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ചില തെറ്റുകൾ ചെയ്യുന്നു നമ്മൾ, പക്ഷേ ആ തെറ്റുകൾക്ക് സ്വന്തമായ ചില ന്യായങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്നു. അതായത് പ്രണയം അതൊരു തെറ്റാണ് എന്ന് അറിഞ്ഞാലും അതിന് സ്വന്തമായ ചില ന്യായങ്ങളെ, അതൊരു ഫ്രണ്ട്ഷിപ്പാണ് എന്നുള്ള പേരിൽ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയൊന്നും കാണുന്നില്ല എന്നുള്ള പേരിൽ സ്വന്തമായ എന്തെങ്കിലും ന്യായങ്ങൾ വെച്ച് നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും തിന്മകളുണ്ടെങ്കിൽ നമ്മൾ അറിയേണ്ടത്, ആ വിഷയത്തിൽ പരിശുദ്ധ ഖുർആനിന്റെ വാചകങ്ങൾ എന്താണോ, പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ എന്താണോ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തീരുമാനം എന്താണോ അതായിരിക്കണം നമ്മുടെയും തീരുമാനം.
അതായിരിക്കണം ഏറ്റവും ശരിയായ മാർഗം. അതായതുകൊണ്ട് അതായിരിക്കണം ആ വിഷയത്തിൽ എന്റെ തീരുമാനം. സ്വന്തമായി ഞാൻ കണ്ടെത്തുന്ന എന്തെങ്കിലും ദുർന്യായങ്ങൾ വെച്ച് ഒരു തിന്മയും ഞാൻ എന്റെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നില്ല എന്ന് പറയാൻ നമുക്ക് സാധ്യമാണോ എന്നുകൂടെ നമ്മൾ ആലോചിച്ചു നോക്കുക. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമുക്കത് ശ്രദ്ധിക്കാൻ കഴിയണമെന്നുള്ളതാണ്. മറ്റൊരു കാര്യം, സിനിമകളും മറ്റുമൊക്കെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ആളുകളുണ്ടെങ്കിൽ സ്വാഭാവികമായി ഇഷ്ടമല്ലാത്ത ഒരു കാര്യം അതിനെക്കുറിച്ച്, അതിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ചിന്തിക്കുവാനോ അങ്ങനെ ഒന്നും ഉണ്ടെങ്കിൽ അത് അംഗീകരിക്കുവാനുമുള്ള ഒരു മടി നമുക്കുണ്ടെങ്കിൽ സ്വാഭാവികമായി ചില പ്രശ്നങ്ങൾ നമുക്കുണ്ട് എന്നുള്ളതാണ്. അതായത് പരീക്ഷ, ഉദാഹരണം പറഞ്ഞാൽ പരീക്ഷ നമുക്കിഷ്ടമല്ല. പരീക്ഷയെ നമുക്കിഷ്ടമല്ലാത്തതിന്റെ കാരണത്താൽ പരീക്ഷയുണ്ട്, പഠിക്കണമെന്ന് പറയുമ്പോഴേക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാമെന്ന് പറയുന്ന, അല്ലെങ്കിൽ നിനക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൂടെ, തൽക്കാലം അത് മാറ്റിവെച്ചുകൂടെ എന്ന് ചോദിച്ച് അങ്ങനെ ഒരു യാഥാർത്ഥ്യവൽക്കരിക്കുന്നതിൽ നിന്നും അംഗീകരിക്കുന്നതിൽ നിന്നും നമ്മുടെ മനസ്സ് മടി കാണിക്കുന്നുണ്ടെങ്കിൽ, തെന്നി മാറുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ കാര്യങ്ങൾ തീർച്ചയായും സംഭവിക്കാനുള്ളതാണ്. മരണത്തെക്കുറിച്ച് പറയുമ്പോൾ ചില ആളുകൾ പറയുന്നു, എന്താണ് ഈ മരണത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയേണ്ട ആവശ്യമെന്ന് പറയുന്നു ചിലപ്പോഴെങ്കിലും ചില കൂട്ടുകാർ, അല്ലേ? പക്ഷേ ആ മരണം യാഥാർത്ഥ്യമായി വരാനുള്ളതല്ലേ? അത് അംഗീകരിക്കേണ്ടുന്ന ഒരു നിമിഷം വരാനില്ലേ? ഇതുപോലെ സുഹൃത്തുക്കളെ, നമുക്കിഷ്ടപ്പെടാത്ത ചില കാര്യങ്ങളായതിന്റെ പേരിൽ അതിനെ യാഥാർത്ഥ്യവൽക്കരിക്കുന്നിടത്ത്, അംഗീകരിക്കുന്നിടത്ത് ഒരു മടി നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ അത് കാത്തു സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ്. ഞാൻ സൂചിപ്പിക്കട്ടെ, പടച്ച റബ്ബിന്റെ മുമ്പിൽ, നമ്മുടെ മനസ്സാക്ഷിയുടെ മുമ്പിൽ ഏറ്റവും നല്ലവരായി തീരാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. മറ്റേത് കണ്ണുകളുടെ കട്ടുനോട്ടം പോലും അറിയുന്ന, ഹൃദയങ്ങളിൽ മറച്ചുവെക്കുന്നത് മുഴുവനും അറിയുന്ന അള്ളാഹുവിന്റെ മുമ്പിൽ എന്തു മറച്ചുവെക്കാനാണ്? ചെയ്തു കൂട്ടുന്ന ഏതെങ്കിലും കാര്യങ്ങളെ റബ്ബ് കാണില്ലെന്ന് തീരുമാനിക്കാനാകുമോ പ്രിയപ്പെട്ടവരെ? ഇല്ല. അതുകൊണ്ട് ജീവിതത്തിൽ തിന്മകളിൽ നിന്ന് പൂർണ്ണമായ ഒരു മോചനം നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് തുറന്ന ഒരു ചർച്ച ഇവിടെ നടക്കുകയാണ്. സ്വതന്ത്രമായി എല്ലാവരും നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, നിങ്ങൾ അനുഭവിക്കുന്ന മാനസികമായ സംഘർഷങ്ങൾ, അവ എന്താണോ നിങ്ങൾക്ക് തുറന്നു ചോദിക്കുവാനുള്ള സൗകര്യങ്ങളുണ്ട്, എഴുതി ചോദിക്കുവാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇത് നമ്മുടെ ഒരു സുരക്ഷയ്ക്കു വേണ്ടിയാണ്, നമ്മുടെ ഏറ്റവും വലിയ സുരക്ഷയ്ക്ക്. അതെ, മരിക്കുന്ന സമയത്ത് സ്വർഗത്തിലെ ഇരിപ്പിടം കണ്ട് തിരിച്ചു പോകാൻ, നരകത്തിന്റെ ഭീകരമായ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടാൻ എല്ലാവരും ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല മാർഗം പഠിക്കാനും അത് സ്വീകരിക്കുവാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. എന്റെ പേര് അസ്റുദ്ദീൻ, ഞാൻ സിദ്ധാർത്ഥിലാണ്. എന്റെ ചോദ്യം സംഗീതത്തിനോട് അനുബന്ധിച്ചിട്ടാണ്. വാദ്യമുള്ള സംഗീതം കേൾക്കാൻ പാടില്ല. അപ്പോ നഷീദിനെ കേൾക്കുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം? അതില് ബാക്ക്ഗ്രൗണ്ടില് വോക്കൽസിന് എഫക്ട്സ് വെച്ചിട്ട് കേൾക്കാറുണ്ട്. അപ്പൊ അതിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. ബഹുമാന്യ സുഹൃത്തിന്റെ ചോദ്യം സംഗീതവുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ളതാണ്. സംഗീതം അതിന്റെ ഉപകരണങ്ങൾ ഉപയോഗിക്കാത്ത രീതിയിലുള്ള, എന്നാൽ അതിന്റെ എഫക്റ്റ് കിട്ടുന്ന രീതിയിൽ കേൾക്കാൻ പാടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇസ്റായിൽ സംഗീതത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു പൈശാചിക ശബ്ദമാണ്. വസ്തഫ്സിസ് മൻ ഇസ്തതഅത മിൻഹും ബിസൗതിക്, നിന്റെ ശബ്ദം കൊണ്ട് നീ ആളുകളെ ഇളക്കി വിടുക എന്ന് പിശാചിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി വിശുദ്ധ ഖുർആനിൽ കാണാം. എന്താണ് പിശാചിന്റെ ശബ്ദം? അതിന് പൗരാണികരും ആധുനികരുമായ എല്ലാ മുഫസ്സിറുകളും നൽകുന്ന വ്യാഖ്യാനം അത് മ്യൂസിക്കാണ്.
അതിലൊരു പൈശാചികത അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഉപകരണം ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും എന്താണോ അതിന്റെ എഫക്റ്റ്, അതിന്റെ ഫലമാണ് യഥാർത്ഥത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടത്. അതിലൂടെ ഉണ്ടാകുന്ന മാനസികമായ ഉല്ലാസമോ അതുപോലെ തന്നെ എന്തെങ്കിലും അതിന്റെ എഫക്റ്റായി വരുന്നുണ്ടെങ്കിൽ അതിനും സംഗീതത്തിന്റെ ഹുക്മ് തന്നെയായിരിക്കും. ഇന്ന് ആധുനിക കാലഘട്ടത്തിലെ ക്യാമ്പസുകളിലും അല്ലെങ്കിൽ യുവത്വ കാലഘട്ടത്തിൽ ജീവിക്കുന്ന യുവാക്കളിൽ പൊതുവെ കാണപ്പെടുന്ന ഒരു സംഗതിയാണ് സംഗീതം. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്മാരുടെ ആസ്വാദനങ്ങളെ തടയിടുകയോ അല്ലെങ്കിൽ മനുഷ്യന്മാർക്കുണ്ടാകുന്ന ഭൗതികമായ സന്തോഷങ്ങൾക്ക് വിലങ്ങുതടിയാവുകയോ ചെയ്യുന്ന മതമല്ല ഇസ്ലാം. മനുഷ്യന്മാർക്ക് ഭൗതികമായി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം അതൊക്കെ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അതേസമയം ഈ ദുനിയാവിനേക്കാൾ അപ്പുറത്തൊരു പാരത്രിക ജീവിതമുണ്ടെന്നും അതിലെ വിജയമാണ് മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമെന്നും കണക്കാക്കുന്ന ഇസ്ലാം ആ പാരത്രിക ജീവിതത്തിലേക്ക് അവന് തടസ്സം നിൽക്കുന്ന, അവിടെ വിജയിക്കാൻ ആവശ്യമായ കാര്യങ്ങളിൽ അതിന് വിഘാതം നിൽക്കുന്ന കാര്യങ്ങളെ ഇസ്ലാം വിലക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സംഗീതത്തെ ഇസ്ലാം വിലക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാത്തത്. സംഗീതവുമായി ബന്ധപ്പെട്ട് അതിന്റെ മ്യൂസിക് ക്ലബ്ബുകളിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് അതൊരു ലഹരിയാണ് യഥാർത്ഥത്തിൽ. അതുകൊണ്ട് തന്നെ ലഹരി കുറച്ചുള്ളതാണെങ്കിലും അത് കൂടുതലുള്ളതാണെങ്കിലും അത് പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമിന്റെ നിയമം. ഇനി അതിന്റെ ഉപകരണങ്ങൾ ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും ശരി. ഇപ്പൊ ചില പാട്ടുകളിൽ, അതാണ് ചോദ്യകർത്താവ് ചോദിച്ചത്, ചില പാട്ടുകളുടെ ബാക്ക്ഗ്രൗണ്ടുകളായിക്കൊണ്ട് ഉപകരണങ്ങൾ ഇല്ലാത്ത രീതിയിലാണെങ്കിൽ പോലും അതിനും മറ്റുള്ളതിനോട് സാദൃശ്യമുള്ളത് കൊണ്ട് അതും ഒഴിവാക്കലാണ് നല്ലത് എന്നതാണ് പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ചുരുക്കത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവൻ എന്തിനാണ് സംഗീതം ഉപയോഗിക്കുന്നത്? ആഹ്ലാദമുണ്ടാകാനാണെങ്കിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ മനസ്സമാധാനം ഉണ്ടാകുന്നത് അല്ലാഹ് പറഞ്ഞത് അള്ളാഹുവിനെ ഓർക്കുമ്പോഴാണ്. ജീവിതത്തിൽ ഒരു ടെൻഷൻ, ജീവിതത്തിൽ ഒരു പ്രയാസം വന്നാൽ എന്നെ സൃഷ്ടിച്ച പടച്ചിറപ്പാണ് ഇതെനിക്ക് തന്നത്, അതുകൊണ്ട് അവൻ എനിക്കൊരു പരിഹാരം കാണിച്ചു തരുമെന്ന ഒരു മനസ്സമാധാനത്തിന്റെ ചിന്ത ഒരു മനുഷ്യന് ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ ആ പ്രശ്നത്തിന് ഒരാശ്വാസം ലഭിക്കും. അതല്ലാതെ മറ്റു പൈശാചിക വഴികളിലേക്ക് അവൻ പോകുന്നുണ്ടെങ്കിൽ അവന് പ്രശ്നങ്ങൾ കുറയുകയില്ല. താൽക്കാലിക ശമനം അവന് ലഭിക്കുമെങ്കിലും പിന്നീട് അതിന്റെ ഫലമായി ഒരുപാട് ദാരുണമായ അവസ്ഥകൾ അവന് വന്നു ഭവിക്കാൻ സാധ്യതയുണ്ട്. ഇസ്ലാമിന്റെ വിഷയത്തിൽ കൃത്യമായ കാഴ്ചപ്പാടുകൾ ഇസ്ലാമിന്റെ സംഗീതത്തിന്റെ വിഷയത്തിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസിൽ കാണാം, അന്ത്യനാൾ അടുത്തു വരുന്ന കാലഘട്ടത്തിൽ ചില ആളുകൾ പ്രവാചകൻ വിശ്വാസികളായ അല്ലെങ്കിൽ മുസ്ലിമീങ്ങളിൽ ഉണ്ടാകുന്ന ഒരു പ്രതികരണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യസ്തഹില്ലൂനൽ ഹിറ വൽ ഹരീറ വൽ മആസിഫ്. പട്ടിനെയും വ്യഭിചാരത്തെയും സംഗീത ഉപകരണങ്ങളെയും അനുവദനീയമാക്കുന്ന ചില ആളുകൾ കടന്നു വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ അതിന്റെ അസ്ലിയായ അടിസ്ഥാനപരമായി വിധി ഹറാമാണ്. അതിനെ മറികടന്നുകൊണ്ട് പ്രവർത്തിക്കുന്നവർ ഉണ്ടാകുമെന്നതാണ് പ്രവാചകന്റെ ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതാണ് ഈ വിഷയത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. വല്ലാഹു അലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ ഒരു സംഗീതത്തെക്കുറിച്ചുള്ള ക്വസ്റ്റ്യനാണ് ഇവിടെ. മാലിക് സലഫി വളരെ വിശാലമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആ ചോദ്യം നമ്മൾ കേൾക്കുമ്പോൾ തന്നെ അതിൽ തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, ഈ മ്യൂസിക് ഒഴിവാക്കാനുള്ള ചെറിയൊരു മാനസിക പ്രയാസം ആ ചോദ്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഒരു പക്ഷേ കുറച്ച് ബുദ്ധിപരമായി ആലോചിച്ച ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടായിരിക്കും. അതായത് നമ്മൾ മ്യൂസിക് അതെന്തായിരുന്നാലും ഹറാം എന്ന് പറഞ്ഞതുകൊണ്ട് ഒഴിവാക്കാൻ റെഡി. ഇനി ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ടൊരു രൂപത്തിൽ വരികയാണെങ്കിലോ അല്ലെങ്കിൽ നഷീദ വെറും പാട്ട് മാത്രമായി വരികയാണെങ്കിലോ എന്നുള്ളതാണ് അതിന്റെ മതവിധി. ഇവിടെ മാലിക് സലഫി പറഞ്ഞു കഴിഞ്ഞു. അതിനോടൊന്ന് ആഡ് ചെയ്യാനിലേക്ക് എനിക്ക് പറയാനൊരു സംഗതി, നമ്മുടെ ഈ ഒരു വളരെയധികം കാര്യങ്ങൾ ചെയ്യുവാനുള്ള
വളരെ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന നമ്മുടെ സമയവും ജീവിതവും അത് നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു അഡിക്ഷൻ, ഒരാകർഷണീയത, ഒരു അടിമത്വം യഥാർത്ഥത്തിൽ മ്യൂസിക്കിനുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും അതിനെക്കുറിച്ച് പറയുമ്പോൾ ആളുകൾക്ക് അതിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു പ്രയാസം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം ഇയർഫോൺ ഉപയോഗിക്കുന്ന ആളുകൾ ആരാന്ന് വെച്ചാൽ കേരളത്തിന് പുറത്തുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് നമ്മുടെ ജോലിക്ക് വരുന്ന ആളുകളാണ്. അപ്പൊ നിങ്ങളിവിടെ ഇരിക്കുന്നവരൊക്കെ വളരെ പ്രൊഫഷണൽസ് ആണ്, വളരെ ഉയർന്ന ആളുകളാണ്. ഈ ഒരു പണിയില്ലാത്ത ആളുകള്, എനിക്കറിയാം, ഏറ്റവും ഞങ്ങളുടെ നാട്ടിലൊരു പാലത്തിന്റെ പണി നടക്കുന്നുണ്ട്. അവിടെ ഒരു മിനിറ്റ് നിൽക്കുക എന്ന് പറഞ്ഞ അത്രമധികം ഡസ്റ്റും പ്രശ്നങ്ങളും ശബ്ദവും കോലാഹലങ്ങളാണ്. പക്ഷെ അവിടെ പണിയെടുക്കുന്ന എല്ലാ ആളുകളും ഞാൻ നിരീക്ഷിക്കുമ്പോൾ ഇയർഫോൺ ഉണ്ട്. അപ്പൊ ആ മ്യൂസിക് അവരുടെ ആ മനസ്സിനെ മയക്കിക്കിടത്തുവാനും ജീവിതത്തിലെ മറ്റെല്ലാ യാഥാർത്ഥ്യ ബോധങ്ങളിൽ നിന്നും തിരിച്ചു കൊണ്ടുപോകുവാനും ആ മ്യൂസിക് അവർക്ക് സഹായകമാകുന്നുണ്ട്. അതുകൊണ്ട് നാളെ പരലോകത്തിന് വേണ്ടി ഒട്ടനവധി ചെയ്യേണ്ട ഭൗതികമായ ജീവിതത്തിന് അങ്ങേയറ്റം തിരക്ക് പിടിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ദോഷകരമായതാണ്. അതുകൊണ്ട് അള്ളാഹു ഒരു കാര്യം നിരോധിക്കുമ്പോൾ അതിന്റെ പിന്നിൽ ഒരു യുക്തിയും ഒരു പ്രയോജനവും ഉണ്ടാകും. അതുകൊണ്ട് ഈ മഹാസദസ്സിൽ ഒരുമിച്ച് കൂടി നമ്മൾ എല്ലാവരും തീരുമാനിക്കേണ്ട ഒരു കാര്യം, 3 മണിക്കൂർ മ്യൂസിക് കേട്ടിരുന്നാൽ കയ്യിലുള്ള വെണ്ട പേപ്പറിൽ എന്തെങ്കിലും ഒരു പോയിന്റ് എഴുതി വെക്കാൻ പറ്റുമോ ആ മ്യൂസിക്കിൽ നിന്ന്? ഒന്നും സാധ്യമല്ല. അതുകൊണ്ട് ഇത്രമാത്രം സമയം നഷ്ടപ്പെടുന്ന ഒരു കാര്യം ജീവിതത്തിൽ നിന്ന് മാറ്റിയെറിയാൻ, നമ്മുടെ ദേഹേച്ഛകളെ നിയന്ത്രിക്കാൻ, ഇത്തരം നിഷിദ്ധങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ചില തീരുമാനങ്ങൾ നമുക്കുണ്ടാവണം. അത് ഇഹലോകത്തും പരലോകത്തും നമുക്ക് പ്രയോജനം നൽകും. നല്ല തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് സഹായിക്കുമാറാവും. മ്യൂസിക്കുമായി ബന്ധപ്പെട്ട സ്ഥലമാണ് ഇവിടെ വിശദീകരിച്ചത്. എഴുതി കിട്ടിയ ഒരു ചോദ്യം ഇവിടെ വായിക്കുന്നു. ഈ ചോദ്യത്തിന് ശേഷം ഗേൾസിന് അവസരം ഉണ്ടാവുന്നതാണ്. എഴുതി കിട്ടിയ ചോദ്യം: കൗമാരക്കാരനായ ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ. വീടും കുടുംബവും അല്ലാതെ മറ്റൊന്നും എന്റെ ചിന്തയിലില്ലായിരുന്നു. ഇപ്പോൾ ലൈംഗികമായ ചില അനുഭവങ്ങൾ മുന്നിൽ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനത് തളർന്നുപോയി. എന്റെ സുഹൃത്തുക്കളിൽ നിന്നും കിട്ടിയ പല അറിവുകളും അനുസരിച്ചായിരുന്നു ഇതുവരെ ഞാൻ ആ രംഗത്തുള്ള ധാരണ രൂപപ്പെടുത്തിയിരുന്നത്. എന്നാൽ പുസ്തകങ്ങളിൽ നിന്നും മറ്റും ഇതല്ലാത്ത പല അറിവുകളും ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല പള്ളിയിലെ ഇമാമിന്റെയും മറ്റും ഉപദേശങ്ങളിൽ ഇതിന് വിപരീതമായ പലതും അറിയാൻ കഴിഞ്ഞു. സത്യത്തിൽ ഇപ്പോൾ ഞാൻ ആകെ കൺഫ്യൂഷനിലാണ്. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഇതിനെക്കുറിച്ചുള്ള യഥാർത്ഥ സ്രോതസ്സിൽ നിന്നുള്ള വിവരം എങ്ങനെ ലഭിക്കും? ഏതാണ് സത്യമെന്ന് എങ്ങനെ ഞാൻ തീർച്ചപ്പെടുത്തും? സഹായിക്കാമോ? വിശദീകരിക്കുന്നത് ഹാരിസ് ബിൻ സലീം. ഞാൻ ആഗ്രഹിച്ച ഒരു ചോദ്യമാണ് ഇവിടെ വന്നത്. എന്തുകൊണ്ടെച്ചാൽ ഞാൻ ഇവിടേക്ക് കയറുന്ന മുന്നേ കുറച്ച് സമയം കൗൺസിലിംഗ് സെന്ററിൽ ഇരുന്നിരുന്നു. അവിടെ അല്പസമയം ഇരുന്നപ്പോഴേക്കും അവിടെ വന്ന വിദ്യാർത്ഥികളിൽ, യുവാക്കളിൽ വളരെ വേദനയോടുകൂടെയും നിസ്സഹായതയോടുകൂടെയും എന്നോട് വളരെ സ്വകാര്യമായി സംസാരിച്ച ആളുകളുടെ ആ മനോവേദന ഈ സദസ്സിലെ വലിയൊരു വിഭാഗം വിദ്യാർത്ഥികളുടെ മനോവേദനയായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ഈ മറ്റു തെറ്റുകളെ പോലെയല്ല യഥാർത്ഥത്തിൽ ലൈംഗികമായ രംഗത്തുള്ള തെറ്റുകൾ. വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഒരാൾ കഞ്ചാവ് ഉപയോഗിക്കുന്നു വിചാരിച്ചോളൂ നിങ്ങൾ, അത് ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായി ഉപേക്ഷിക്കണം. അതിന് അനുവദനീയത്തിന്റെ ഒരു വശമേ ഇല്ല. എന്നാൽ ലൈംഗികതയിൽ അള്ളാഹു അനുവദിച്ച ഒരു വശമുണ്ട്. നമ്മൾ വിവാഹം കഴിച്ചാൽ ഭർത്താവിന് ഭാര്യയും ഭാര്യയ്ക്ക് ഭർത്താവിനെയും എങ്ങനെ കാണാനും എങ്ങനെ അനുഭവിക്കുവാനും എങ്ങനെ ആസ്വദിക്കുവാനുമുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ അള്ളാഹു നമുക്ക് അനുഭവിക്കാനും ആസ്വദിക്കാനും അനുവദിച്ച ഒരു കാര്യമാണ് ലൈംഗികത. അത് സംശയമില്ലാത്ത കാര്യം. അപ്പൊ എന്തറിയോ, അത്തരമൊരു വികാരത്തെ ഒരാൾ പൂർണ്ണമായും നിർത്താൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് സാധിക്കുന്ന ഒരു കാര്യമല്ല. അപ്പൊ നമുക്ക് പ്രായപൂർത്തിയായി വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, സ്ത്രീയും പുരുഷനും യുവതി യുവാവൊക്കെ മനസ്സിലാക്കണം, ഇത്തരമൊരു പ്രചോദനം ശക്തമായി നമ്മളിൽ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ എനിക്ക് തോന്നുന്നത് വെച്ചാൽ, എന്നോട് ആദ്യമായി സംസാരിച്ച ചെറുപ്പക്കാരൻ പറഞ്ഞൊരു കാര്യമാണ്, എല്ലായിടത്തും ഞാൻ നല്ലവനാണ്, ഒരു വക്ത് നിസ്കാരവും ഞാൻ കളയാത്തവനാണ്, സുബഹി പോലും അത്ര കൃത്യതയോടെ നിർവഹിക്കുന്ന ആളാണ്. പക്ഷെ ഈ ലൈംഗിക സദാചാര രംഗത്ത് ഞാൻ പരാജയപ്പെട്ടു പോകുന്നു, നിങ്ങൾ എന്നെ സഹായിക്കണം, അല്ലെങ്കിൽ ഞാൻ ആകെ വഴിതെറ്റി പോകുന്നത്. അപ്പൊ ഇത് സംഭവിക്കാനുള്ള കാരണം ഈ ഒരു പ്രചോദനം അത് പ്രത്യേകിച്ച് നമ്മുടെ ക്യാമ്പസുകളും സാഹചര്യങ്ങളും ശക്തമായി കൊണ്ടിരിക്കും. അത് നിയന്ത്രിക്കുവാനുള്ള ഒന്നാമത്തെ മാർഗം വിവാഹമാണ്. ഞാൻ പറഞ്ഞതല്ല, നബിസ്വല്ലല്ലാഹു പറഞ്ഞതാണ്. ആ വികാര ശക്തികളെ നമ്മൾ ഏറ്റവും അനുവദനീയമായ വഴിയിലേക്ക് തിരിച്ചുവിടുക എന്നുള്ളതാണ്. യാ മാശർ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫൽയതസവ്വജ്. ഈ യുവ സമൂഹമേ,
നിങ്ങൾക്ക് ശേഷി എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ വിവാഹം കഴിക്കണം. അത് അഗന്നുലിൽ ബസർ, നിങ്ങളെ കണ്ണുകളെ താട്ടാനും അഹ്സനുലിൽ ഫർജ്, മുഖ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കാനും ഉപകാരപ്പെടും. ഒരു ചെറുപ്പക്കാരന്റെ മനോവേദനയാണ് കണ്ണിനെ താഴ്ത്താൻ പറ്റുന്നില്ല, മുഖ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ അതിനേറ്റവും പറ്റിയ ഒരു മാർഗമാണ് വിവാഹം. ഒരുപക്ഷെ വിവാഹത്തിനുള്ള സമയത്തിന്റെ പ്രശ്നം, പ്രായത്തിന്റെ പ്രശ്നം പലരുടെയും മനസ്സിലുള്ള ഒരു മറുപടി ആയിരിക്കും. എനിക്ക് പറയാനുള്ളത്, വിവാഹത്തിന് വളരെ കുറഞ്ഞ സമയമേ ഉള്ളൂ. നമ്മളൊരു 20-21 വയസ്സ് പ്രായമുള്ളവരാണ്, നമ്മളൊരു ഡിഗ്രി പൂർത്തിയാക്കുന്ന മിക്കവാറുമാണ്. ഒരു കുറഞ്ഞ സമയത്തേക്ക് ഒരു ആത്മനിയന്ത്രണം, അതുകൊണ്ട് ഒരു പ്രയോജനം കൂടെ ഉണ്ട്. ഒരു 3 കൊല്ലം 2 കൊല്ലം നിങ്ങൾ ലൈംഗിക രംഗത്ത് ഇതുവരെ സംഭവിച്ചു പോയ സ്വയം പോലെ ഉള്ള അതുപോലെയുള്ള ലൈംഗികമായ പ്രകൃതി വിരുദ്ധമായ കാര്യങ്ങൾ വല്ലതും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചുരുങ്ങി വിവാഹം വരെയുള്ള അടുത്ത ഒരു സമയം അതിനെ നിയന്ത്രിക്കുകയാണെങ്കിൽ അതുമൂലം നിങ്ങളുടെ ശരീരത്തിന് പറ്റിയ പരിക്കുകളെല്ലാം തിരിച്ചെടുക്കുവാനുള്ള ഒരു സാവകാശം ലഭിക്കും. അപ്പൊ നമ്മുടെ മനസ്സിനോട് നമ്മൾ പറയണം, ഒരു ചെറിയ കാത്തിരിപ്പ്, കുറഞ്ഞൊരു സമയം എന്ന് മനസ്സിനോട് പറയുമ്പോൾ മനസ്സ് സമ്മതിക്കും. ഒരു പരിഹാരമാണ്. രണ്ടാമത്തെ ഒരു പരിഹാരം നമ്മൾ മനസ്സിലാക്കേണ്ടത്, യഥാർത്ഥത്തിൽ ലൈംഗികമായ ഒരു തെറ്റിലേക്ക്, ഇത് സ്വയംഭോഗമാകട്ടെ, അല്ലെങ്കിൽ ലൈംഗികമായ തെറ്റായ വിചാരങ്ങളാകട്ടെ, മൂവികൾ കാണലാവട്ടെ, അല്ലെങ്കിൽ അന്യ സ്ത്രീകളെയോ അന്യ പുരുഷന്മാരെയോ നോക്കുന്നതിനുള്ള ആഗ്രഹമാകട്ടെ, എല്ലാം ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ഉണ്ടാകുന്നതല്ല. അതൊക്കെ ഓരോ സ്റ്റേജുകളിലൂടെ കടന്നു വന്നിട്ടാണ് അതിലേക്ക് എത്തുന്നത്. അതിൽ ഒന്നാമത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ അവസ്ഥയാണ്. ഒരു പക്ഷേ ഒരു ദിവസം ഒരു തെറ്റിനോട് ഭയങ്കരമായ ആഗ്രഹം നമുക്ക് തോന്നിയിരിക്കാം, പക്ഷെ പിറ്റേന്നത്തെ ഒരു ദിവസം നമുക്ക് ആ തെറ്റിനോട് വെറുപ്പാണ് തോന്നുക. രണ്ടും നമ്മളാണല്ലോ. അവിടെ മനസ്സാണ് മാറുന്നത്. ഈ മനസ്സിന് രോഗം വരിക എന്നാണ് ഖുർആൻ പറഞ്ഞത്. അപ്പൊ യത്മഅല്ലദീ ഫീ ഖൽബിഹി മറന്നു. സ്ത്രീകളോട് നിങ്ങൾ തന്മയത്വത്തോടെ നിങ്ങൾ എന്ത് ചെയ്യരുത്, അന്യപുരുഷന്മാരോട് സംസാരിക്കരുത്, മൃദുലമായി ആകർഷണീയമായി സംസാരിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ഖുർആൻ അവിടെ പറഞ്ഞ കാര്യം എന്താണ്? ഈ സംസാരം കേൾക്കുന്ന എല്ലാവർക്കും ഒന്നും പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഇപ്പൊ യത്മഅല്ലദീ ഫീ ഖൽബിഹി മറന്നു, ഹൃദയത്തിൽ രോഗമുള്ളവന് കൊതി തോന്നുന്ന ആ ഹൃദയത്തിന്റെ രോഗാവസ്ഥ, ഈ വൃത്തികേടുകളൊക്കെ കാണാനും നോക്കാനും മനസ്സിലാക്കാനും അതിനോട് പിറകെ പോകാനും ആസ്വദിക്കാനുമുള്ള മനസ്സിന്റെ രോഗാവസ്ഥ, അതാണ് ആദ്യം നമ്മൾ ചികിത്സിക്കേണ്ടത്. അതിന് പണ്ഡിതന്മാർ പറഞ്ഞത്, വിശ്വാസത്തിന്റെ പ്രകാശത്താൽ മനസ്സ് പ്രകാശിതമാകുമ്പോൾ തിന്മകളോട് വെറുപ്പും നന്മകളോട് സ്നേഹവും ഉണ്ടാകും. എന്റെ സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് അങ്ങനത്തെ ഒരാഗ്രഹം നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിലെ സൂക്ഷ്മതക്കുണ്ടെങ്കിൽ ഒരു ദിവസത്തിൽ നിങ്ങൾ നിർബന്ധമായും പാലിക്കേണ്ട ചില ചിട്ടകളുണ്ട്. ഒന്ന്, നേരത്തെ എഴുന്നേറ്റ് നമസ്കാരം, സുബഹി അടക്കമുള്ള നമസ്കാരങ്ങൾ ജമാഅത്തായി മനസ്സാന്നിധ്യത്തോടെ നിസ്കരിക്കണം. അത് മനസ്സിന് ശക്തിയും മനസ്സിന് ഈമാനും വെളിച്ചവും നൽകുന്ന ഒന്നാണ്. അതേപോലെ തന്നെ രാവിലെയുള്ള ചില ദിക്റുകൾ, അദ്കാർ എന്ന് പറഞ്ഞ നിങ്ങളുടെ സോഫ്റ്റ്വെയർ ഫോണിൽ, ആൻഡ്രോയിഡ് ഫോണിൽ കിട്ടും, മലയാളത്തിൽ അർത്ഥത്തോടുകൂടെ കിട്ടും. രാവിലെ കുറച്ച് സമയം ഏകാഗ്രതമായി ഇരുന്ന് നമ്മുടെ മനസ്സിന് ശക്തി പകരുന്ന ചില ദിക്റുകളും ചില പ്രാർത്ഥനകളും, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ 100 പ്രാവശ്യം രാവിലെ ഒരാൾ ചൊല്ലിയാൽ അയാൾക്ക് പിശാചിൽ നിന്നും സുരക്ഷ നൽകുമെന്നാണ്. ഖുർആനുമായുള്ള ഒരു ബന്ധം, എന്തെങ്കിലും ഒരു ഖുർആന്റെ ഉത്ബോധനം കേൾക്കുക, 5 മിനിറ്റ് നേർവഴി പോലെയുള്ള, നമ്മൾ വാട്സപ്പിൽ നൽകുന്ന നേർവഴി പോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പീച്ച്, അല്ലെങ്കിൽ ഖുർആൻ ഒരു ആയത്തിന്റെ അർത്ഥം, അല്ലെങ്കിൽ ഒരു പേജ് അർത്ഥം അറിയാതെയെങ്കിലും ഓതി നമ്മുടെ മനസ്സിലെ ആ ഈമാനിനെ എന്നും നിലനിർത്താൻ ശ്രമിക്കണം. രണ്ടാമത്തെ സ്റ്റേജാണ്, അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ ഇല്ലെങ്കിൽ നമ്മൾ നോക്കും. നോട്ടത്തെ വളരെ കർശനമായി ഇസ്ലാം നിരോധിച്ചിട്ടുണ്ട്. കാരണം നോട്ടത്തിന്റെ സ്റ്റേജിലേക്ക് കടന്നാൽ പിന്നെ നമുക്ക് കൺട്രോൾ കിട്ടിക്കോണമെന്നില്ല. അതുകൊണ്ട് ഒന്നാമത്തെ നോട്ടം നിനക്കാണ്, രണ്ടാമത്തെ നോട്ടം നിനക്ക് എതിരാണെന്ന്. ഒന്ന് ആകസ്മികമായി നോക്കി പോകുന്നതല്ല, പിന്നെ നമ്മൾ താല്പര്യത്തോടുകൂടി നോക്കുമ്പോൾ തെറ്റിലേക്ക് നമ്മൾ ബോധപൂർവം പ്രവേശിക്കാൻ. പിന്നെ സുഹൃത്തുക്കളെ, അടുത്ത ഘട്ടങ്ങളൊന്നും നമുക്ക് നിയന്ത്രണ വിധേയമല്ല. നമ്മുടെ ഹോർമോണുകൾ ഒരുപക്ഷെ നമ്മുടെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിക്കൊള്ളണമെന്നില്ല. ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്ത, നമ്മുടെ പ്രസവിച്ച ഉമ്മയുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റാത്ത അപമാനകരമായ കഥകൾ നമ്മെക്കുറിച്ച് പറഞ്ഞേക്കാമെന്നാണ് പെട്ടെന്ന് ഓർമ്മയിൽ വന്നതാണ്. ഒരു കോളേജിലെ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായിരുന്ന ഒരു അധ്യാപകൻ ആ ഡിപ്പാർട്ട്മെന്റിലെ പെൺകുട്ടിയോട് അല്പം മോശമായി പെരുമാറി. തന്റെ സർവീസ് കാലഘട്ടത്തിൽ ഒരു ദിവസം മാത്രം. പക്ഷേ അനേക ബാച്ചുകൾ ആ കോളേജിൽ നിന്ന് പിന്നിട്ട് വന്നാലും ഓരോ ബാച്ചിൽ പഠിച്ചു പോയ കുട്ടികളും ആ അധ്യാപകന്റെ കഥ കേട്ടിട്ടുണ്ട് എന്ന് കേൾക്കുമ്പോൾ ഒരു തിന്മ, ഒരു അപമാനകരമായ വാർത്ത നമ്മളെക്കുറിച്ച് പറയപ്പെട്ടാൽ
ഇഹലോകത്ത് മാത്രമല്ല നാളെ പരലോകത്തും നമുക്ക് അപമാനം വരുത്തുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും ജാഗ്രതയോടെ നിൽക്കേണ്ട ഒരു രംഗമാണ് ലൈംഗിക സദാചാരം. അന്യ പെൺകുട്ടികളോടും അന്യ ആൺകുട്ടികളോടും ഇടപെടുമ്പോഴും സെക്സി ആയിട്ടുള്ള മൂവികൾ കാണുമ്പോഴും അത്തരം സംസാരങ്ങൾ സംസാരിക്കുന്നത് കൂട്ടുകൂടുമ്പോഴുമെല്ലാം നമ്മൾ അറിയാതെ നമ്മൾ പ്രചോദിപ്പിക്കപ്പെടുകയാണ്, നമ്മൾ രോഗികളാവുകയാണ്. അത് നമുക്കും നിർവചിക്കാൻ പറ്റാത്ത, സങ്കല്പിക്കാൻ പറ്റാത്ത അപകടങ്ങൾ വരുത്തും. അതുകൊണ്ട് ലൈംഗിക സദാചാരങ്ങൾ സൂക്ഷിക്കാൻ ഒന്ന് വിവാഹം, ഒന്ന് മനസ്സിന്റെ ശുദ്ധി, നോട്ടത്തെ നിയന്ത്രിക്കുക. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ നമുക്ക് പറ്റും. ഇസ്ലാം നിരോധിച്ചൊരു സംഗതിയാണ് റജുലും ഇംറഅത്തിൻ. ഒരു പുരുഷനും ഒരു സ്ത്രീന്റെ കൂടെ ഒറ്റക്കാകാൻ പറ്റില്ല. ആണും പെണ്ണും കൂടിച്ചേരുക എന്നതിനേക്കാളും അപകടകരമാണ് ഒരു സ്ത്രീയും ഒരു പുരുഷനും ഒറ്റക്കാകുക എന്ന് പറഞ്ഞത്. അതാരായിരുന്നാലും ശരി, ഒറ്റക്കാവുന്നതോടുകൂടെ പിശാചു കടന്നു വരും, നമ്മുടെ മാനസികാവസ്ഥകളെ മാറ്റും, അരുതാത്തത് സംഭവിക്കും. അതുകൊണ്ട് ലൈംഗികമായ പ്രചോദനങ്ങൾ പ്രായമാകുമ്പോൾ വളർന്നു വരും. അതിനെ നിയന്ത്രിക്കുവാൻ ഇസ്ലാം വെച്ച വഴികളുടെ നിയന്ത്രിച്ച് നമ്മെക്കുറിച്ച് സ്വയം മതിപ്പും ആത്മവിശ്വാസവും നമ്മുടെ വിശുദ്ധിയെക്കുറിച്ച് സ്വയം നമുക്ക് നമ്മളെക്കുറിച്ചൊരു മതിപ്പുമുള്ളവരായി നല്ലവരായി ജീവിക്കുവാനും അത്തരം മാനസികമായ രോഗങ്ങളിൽ രക്ഷപ്പെടുമ്പോൾ വല്ലാത്തൊരു സുഖവും സന്തോഷവും സമാധാനവും ആസ്വാദനവും നമ്മുടെ ജീവിതത്തിൽ കിട്ടും. അത്തരമൊരു മാനസികാവസ്ഥ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകും. ഇവിടെ ഹരിസ്മലി സൂചിപ്പിച്ചു, 2-3 കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാൻ. സ്വാഭാവികമായിക്കൊണ്ടും ക്യാമ്പസുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ യുവത്വത്തിന്റെ ആ ചോരത്തിളപ്പിൽ ജീവിക്കുന്നവരാണ്. സ്വാഭാവികമായും തിന്മകളിലേക്ക് വലിച്ചെറിയപ്പെടാനും വലിച്ചിഴക്കപ്പെടാനും ഒക്കെ സാധ്യതകൾ നിലനിൽക്കുന്നവരാണ്. ആ ഒരു ഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും, ഞാനടക്കമുള്ളവർ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരു അള്ളാഹുവിന് ഇഷ്ടമല്ലാത്തൊരു പ്രവർത്തനം അഥവാ ഒരു അന്യ പെൺകുട്ടിയുമായി ഒരു ചാറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അതല്ലെങ്കിൽ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അതല്ലെങ്കിൽ അനാവശ്യകരമായ വൃത്തികേടുകൾ ആരാരുമില്ലാത്ത റൂമിൽ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് അള്ളാഹു നമ്മെ ഈ ലോകത്തിൽ നിന്ന് തിരിച്ചു വിളിക്കുന്നതെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താകും? കാരണം ഒമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്, ഒരു മനുഷ്യനും അവൻ എവിടെ വെച്ച് എങ്ങനെ മരണപ്പെടുമെന്ന് ആർക്കും അറിയില്ല. ആ തിന്മയിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന വേളയിൽ അവന്റെ മരണം സംഭവിച്ചാൽ ആ തിന്മ അവന് മുഴിപ്പിക്കാനും കഴിയില്ലെന്ന് മാത്രമല്ല, പരലോകം അവന് നഷ്ടമാവുകയും ചെയ്യും. ആ കാര്യം ഞാനും നിങ്ങളും ഏതൊരു തിന്മയിലേക്ക് എടുത്തെറിയപ്പെടുമ്പോഴും അതിന് സാഹചര്യങ്ങൾ ഒരുങ്ങുമ്പോഴും നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, എന്റെ മരണം ഇവിടെ വെച്ച് സംഭവിച്ചാൽ എന്തായി പോകും എന്റെ അവസ്ഥ? ആ ഒരു ചിന്ത നമുക്കുണ്ടാകണം. രണ്ടാമത്തെ ഒരു കാര്യം, ഈ യുവത്വമാണ്, അതിൽ ചെയ്യുന്ന നന്മകളാണ് അള്ളാഹുവിന്റെ അടുക്കൽ കൂടുതൽ പുണ്യമുള്ളതും കൂടുതൽ ഫലവത്താവുകയും ചെയ്യുക. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, 7 വിഭാഗം ആളുകൾക്ക് അള്ളാഹുവിന്റെ അർശിന്റെ തണൽ, ആ കഠിനമായ ചൂട് ലഭിക്കുന്ന, കഠിനമായ ചൂട് കൊണ്ട് മനുഷ്യന്മാർ കടന്നു പൊളയുന്ന ആ മഹ്ശറിൽ 7 വിഭാഗം ആളുകൾക്ക് അള്ളാഹു തണലിട്ട് കൊടുക്കുമെന്നാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അതിൽ ഒരു വിഭാഗം പ്രവാചകൻ എണ്ണിയത് ഷാബുൻ നശഅ ഫി ഇബാദത്തില്ല, ഒരുപാട് തെറ്റുകളിലും ഒരുപാട് തിന്മകളും മുഴുകാൻ അവസരമുണ്ടായിട്ടും അതിൽ നിന്നെല്ലാം വിട്ടുനിന്ന് അള്ളാഹുവിന്റെ ഇബാദത്തിൽ മുഴുകി അള്ളാഹുവിന് ഇഷ്ടമുള്ളൊരു ജീവിതം നയിച്ച ഒരു യുവാവായ, ഒരു യുവതിയായ അവർക്കുള്ളതാണ് 7 വിഭാഗത്തിൽ ഒരു സീറ്റ് അവർക്ക് വേണ്ടി അള്ളാഹു റിസർവ് ചെയ്തിരിക്കുന്നു എന്നാണ്. ആ യുവത്വത്തിലെ തിന്മകളിൽ നിന്ന് മാറി നിൽക്കുന്നവർക്കുള്ള പ്രാധാന്യമാണ് യഥാർത്ഥത്തിൽ ഈ ഹദീസിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. സ്വാഭാവികമായിക്കൊണ്ട് നമ്മൾ തിന്മകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളും അതിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ്. ഇവിടെ നമ്മൾ സൂറത്ത് ആല ഇംറാനിന്റെ അവസാന ഭാഗത്തുള്ള ചില ആയത്തുകൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുകയാണ്, ലാ യഗുറന്നക തഖല്ലുബുൽ ലദീന കഫറു ഫിൽ ബിലാദ്. നബിയെ, അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ, അവർ ഈ ഭൂമിയിൽ വളരെ അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ്. അഥവാ യാതൊരുവിധ പാരത്രിക ചിന്തയുമില്ലാതെ ഈ ഭൂമിയിൽ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്ന കണ്ടിട്ട് നബിയെ,
നിങ്ങൾ ഒരിക്കലും അതിൽ വഞ്ചിതനായി പോകരുത്. റസൂലുള്ളാഹിയുടെ നിർദ്ദേശമാണ്. മതാഉൻ ഖലീൽ, അവരുടെ ആസ്വാദനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് നൈമിഷികമാണ്, വളരെ ചുരുങ്ങിയ വിഭവങ്ങൾ മാത്രമേ ഉള്ളൂ. സുമ്മ മഅവാഹും ജഹന്നം, പിന്നീട് അവർക്കുള്ള സങ്കേതം നരകമാണ്. വബിഇസൽ മിഹാദ്, അതെത്ര മോശമായ സങ്കേതമാണ്. എന്നിട്ട് അള്ളാഹു വിശ്വാസികളെ ആശ്വസിപ്പിക്കുന്നു, ലാകിനിൽ ലദീന തഖൂ റബ്ബഹും ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. എന്നാൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായപ്പോൾ ക്ഷമിച്ച് അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ച വ്യക്തികളാണെങ്കിൽ അവർക്ക് താഴ്ഭാഗത്തുകൂടി നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗലോകമുണ്ട്. ഖാലിദീന ഫീഹാ, അവരത് നിത്യവാസികളായിരിക്കും. നുസുലും മിൻ ഇൻദില്ലാഹ്, ഇത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള അവർക്കുള്ള സമ്മാനമാണ്. എന്നിട്ട് ആയത്ത് അള്ളാഹ് അവസാനിപ്പിക്കുന്നത് വമാ ഇൻദല്ലാഹി ഖൈറുൻ ലിൽ അബ്റാർ, ഇത്തരം നന്മകൾ ചെയ്ത് സുഹൃതം ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്കുള്ള അള്ളാഹുവിന്റെ അടുക്കലുള്ളതാണ് ഏറ്റവും ഖൈറായിട്ടുള്ളത്. ഇതൊക്കെ നൈമിഷികങ്ങളാണ്, മതാഉൻ ഖലീലുകളാണ്. അതുകൊണ്ട് ആ ആസ്വാദനത്തിന്റെ പിന്നിൽ പോയി പാരത്രിക ലോകം നഷ്ടമാകുന്നതിനെ ഞാനും നിങ്ങളും സൂക്ഷിക്കണം. ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിനെ നമ്മൾ പഠിപ്പിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരിമാരുടെ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഹലോ, അസ്സലാമു അലൈക്കും. എന്റെ പേര് സുൽത്താന. ഞാൻ ചെന്നൈ IIT മദ്രാസിലെ അവസാനത്തെ സെമസ്റ്റർ വിദ്യാർത്ഥിനിയാണ്. എന്റെ ക്വസ്റ്റ്യൻ വന്നിട്ട് എന്റെ ഒരു ജൂനിയർ വിദ്യാർത്ഥിയെ പറ്റിയാണ്. അവൾ ഈ ക്യാമ്പസിൽ വന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ റിലീജിയസ് ആയിട്ടൊരു കുട്ടിയായിരുന്നു. പിന്നീട് അഗ്നോസ്റ്റിക് ആയി, പിന്നീട് കുറെ പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടായി, ഒരു റിലേഷൻഷിപ്പിലൊക്കെ ആയി, പടച്ചവന്റെ മാർഗത്തിൽ നിന്ന് പൂർണ്ണമായും മാറിപ്പോയി. ഈ കാലഘട്ടത്തിൽ ഞങ്ങളിൽ നിന്നെല്ലാം അവർ മാറിപ്പോയി. അവരുടെ സുഹൃത്തുക്കളും കുറെ പേര് അഗ്നോസ്റ്റിക് ആയിരുന്നു. പിന്നീട് പലപ്പോഴും ഞങ്ങളോടുള്ള കോൺവെർസേഷനില് അവർ തിരിച്ച് ഇസ്ലാമിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പൊ അള്ളാന്റെ അനുഗ്രഹത്തിൽ അവള് ഫാത്തിഹ മുതൽ ആദ്യമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവളിപ്പോ അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ക്യാമ്പസിൽ അവൾക്ക് ഇതിനെപ്പറ്റി തുറന്ന് സംസാരിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പോയി കഴിഞ്ഞാൽ, കാരണം എന്റെ ഗ്രാജുവേഷൻ 2 മാസത്തിനുള്ളിലാണ്, ഞാൻ പോയി കഴിഞ്ഞാൽ പഠിച്ചതിന്റെ മാർഗത്തിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാനും അല്ലെങ്കിൽ അവർക്കൊരു ദഅവ കൊടുക്കാനും ക്യാമ്പസിൽ ആരും തന്നെ ഇല്ല. അപ്പൊ എനിക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു നിർദ്ദേശം കിട്ടുകയാണെങ്കിൽ, അതായത് അവളെ പഠിച്ചതിന്റെ മാർഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ആ ഒരു ശ്രമം നിലനിർത്താൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ സഹോദരി മാത്രമല്ല, പല ക്യാമ്പസുകളിൽ നിന്നും ഉയർന്നു വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണിത്. ഒന്ന്, ആ സഹോദരിക്ക് റിലീജിയസ് ആയി ക്യാമ്പസിലെത്തിയ ആ സഹോദരി റിലീജിയസ് അല്ലാത്തൊരവസ്ഥയിലേക്ക് മാറിപ്പോകാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് നമ്മളെല്ലാവരും ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. നമ്മളുടെ കൂട്ടുകാർ ആരാണ് എന്ന ശക്തമായ ഒരു ചോദ്യം നമ്മോട് നാം ചോദിക്കേണ്ടതുണ്ട്. നമ്മുടെ കൂട്ടുകാരന്റെ മതത്തിലായിരിക്കും നാം. അതുകൊണ്ട് ആദ്യത്തെ അവസ്ഥയിലേക്ക് നമ്മുടെ സഹോദരി എത്താനുണ്ടായ സാഹചര്യങ്ങളിൽ പ്രധാന കാരണമാകാൻ സാധ്യതയുള്ളത് അവളുടെ കൂട്ടുകാരികൾ അവളെ തെറ്റായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോയി എന്നതാകാം. അതുകൊണ്ട് നാം കൂട്ടുകാരെ തെരഞ്ഞെടുക്കുമ്പോൾ ഇഹലോകത്തും പരലോകത്തും നമുക്ക് ഗുണം ചെയ്യുന്ന, നമ്മെ നമസ്കാരത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന, കടമകളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന അങ്ങനെയുള്ള കൂട്ടുകാരെ തെരഞ്ഞെടുക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ ഇസ്ലാമികമായ ഉത്ബോധനങ്ങൾ ആ സഹോദരിക്ക്, ഈ ചോദ്യം ചോദിച്ച സഹോദരി പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവൾക്ക് നിലനിൽക്കാൻ കഴിയുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, സത്യത്തെക്കുറിച്ചുള്ള പ്രബോധനം, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക എന്നത് ഒരു വ്യക്തിയുടെ, ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പിന്റെ ഭാഗമാണ്. വിശുദ്ധ ഖുർആൻ എല്ലാ സത്യവിശ്വാസികളുടെയും പൊതുവായുള്ള ബാധ്യതയായിട്ടാണ് സത്യത്തിന്റെ പ്രബോധനത്തെ ഏൽപ്പിച്ചിട്ടുള്ളത്. വലാസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, കാലം തന്നെയാണ് സത്യം, തീർച്ചയായും മനുഷ്യർ നഷ്ടത്തിലാണ്, ഒരു വിഭാഗം ഒഴികെ. ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. വിശ്വസിക്കുക,
സൽപ്രവർത്തനങ്ങൾ നടത്തുക, നന്മ കൊണ്ട് ഉപദേശിക്കുക, ക്ഷമ കൈക്കൊള്ളുക, ക്ഷമ കൊണ്ടും ഉപദേശിക്കുക. ഈ 4 ഗുണങ്ങൾ ഒരു വ്യക്തിയിൽ ഒത്തുചേരണം. ലുക്മാൻ അലൈഹിസ്സലാം തന്റെ മകനോട് പറയുന്നു, യാ ബുനയ്യ അഖിമിസ്സലാ വഅ്മുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകർ. പൊന്നുമകനെ, നീ നമസ്കാരം നിലനിർത്തണം, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും വേണം. വസ്ബിർ അലാ മാ അസ്വാബക്, നിനക്ക് ബാധിച്ചിട്ടുള്ളതിൽ നീ ക്ഷമ കൈക്കൊള്ളുകയും വേണം. ക്ഷമയോടൊപ്പം നമസ്കാരത്തോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്തു പറഞ്ഞ കാര്യമാണ് നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. അത് ഒരു വ്യക്തിയിൽ നിന്നും ഇല്ലാതായാൽ ആ വ്യക്തി നശിക്കും. ഒരു കുടുംബത്തിൽ അതില്ലാതായാൽ ആ കുടുംബം നശിക്കും. ഒരു സമൂഹത്തിൽ അതില്ലാതായാൽ ആ സമൂഹം നശിക്കും. ഒരു ക്യാമ്പസിൽ അതില്ലാതായാൽ ആ ക്യാമ്പസ് നശിക്കും. അതുകൊണ്ട് നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും നമ്മുടെ വ്യക്തിപരമായ സുരക്ഷയുടെ ഭാഗവും കൂടിയാണ്. ഈ 2 പേർ ചെയ്യേണ്ടത്, ആ 2 പേർക്ക് കിട്ടിയ സത്യം ഇനിയും 2 മാസം ക്യാമ്പസിലുണ്ട് എങ്കിൽ 3ാമതും 4ാമതുമായിട്ടുള്ള നല്ല കൂട്ടുകാരികളെ ഉണ്ടാക്കുന്നതിന് വേണ്ടി പടച്ചവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ അള്ളാഹുവിന്റെ ഈ സന്ദേശത്തെക്കുറിച്ച്, ഈ സത്യസന്ദേശത്തെക്കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നതാണ്. അതോടൊപ്പം ഒട്ടേറെ അഫയറുകളിലേക്കും അതുപോലുള്ള കാര്യങ്ങളിലേക്കും സഹോദരി പോയി എന്ന് പറഞ്ഞു. ധാരാളക്കണക്കിന് ചോദ്യങ്ങൾ. ഒരുപക്ഷെ ചോദ്യങ്ങളിൽ കൂടുതലും പ്രണയത്തെക്കുറിച്ചാകാം. ഏതുവരെ എന്ന് ചോദിച്ചാൽ ഒരു മറ്റു മതക്കാരിയായ പെണ്ണിനെ പ്രേമിച്ചിട്ട് അവൾ ഇസ്ലാമിലേക്ക് വന്നാലോ, അപ്പൊ ഇസ്ലാമിലേക്ക് വരാൻ വേണ്ടി മൂപ്പര് ഭയങ്കരമായ ഒരു പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ വരെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഏതായിരുന്നാലും ഇസ്ലാമിൽ ആളുടെ യാതൊരു കുറവുമില്ല. അതുകൊണ്ട് ആരും അത്തരത്തിൽ ഇസ്ലാമിക്ക് മാത്രം മറ്റു മതങ്ങളിലേക്ക് ഒന്നും തന്നെ അതിന്റെ ആവശ്യമില്ല. ഇപ്പം നെറ്റിലൊക്കെ കാണാൻ പറ്റും, തീവ്രവാദപരമായി ചിന്തിക്കുന്ന ഹൈന്ദവ അതുപോലുള്ള പല സ്ഥലങ്ങളിലും ഇതേപോലെയുള്ള പ്രണയത്തിലൂടെ ഹൈന്ദവ മതത്തിലേക്ക് അങ്ങനെയുള്ള ഒട്ടേറെ വാർത്തകൾ നമുക്ക് കാണാൻ പറ്റും. യഥാർത്ഥത്തിൽ മതപ്രബോധനം എന്ന് പറയുന്നത് ഹൃദയവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഈ ലോകത്തിന്റെ സ്രഷ്ടാവിനെ കുറിച്ചും ആ സ്രഷ്ടാവിനെ മാത്രം ആരാധിക്കേണ്ടതിനെ കുറിച്ചും മരണാനന്തരം വരാൻ പോകുന്ന ജീവിതത്തെക്കുറിച്ചും അതിന് പ്രവാചകനെ മാതൃകയാക്കേണ്ടതിനെ കുറിച്ചുമുള്ള വ്യക്തമായ സന്ദേശം നാം പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത്. ഞാൻ നരകത്തിൽ പോയാലും പ്രശ്നമില്ല, അവർക്ക് ഇസ്ലാം കിട്ടട്ടെ, അവനവന്റെ രക്ഷയാണ് ഏറ്റവും പ്രധാനം. പിന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇത്ര തിരക്ക് വേണോ? ഒരു സന്തോഷ വാർത്തയുണ്ട്, നിങ്ങളൊക്കെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ എല്ലാവർക്കും കല്യാണമുണ്ട്. ഒരു സന്തോഷ വാർത്ത, വിവാഹം വരാനിരിക്കുന്നു, ഒന്ന് ക്ഷമിച്ചുകൂടെ? അതുവരെ ഒരു ക്ഷമ. ഇത്ര പെട്ടെന്ന് എടുത്തു ചാടണം. മാത്രമല്ല, വിവാഹപൂർവ പ്രണയങ്ങൾ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തെ നശിപ്പിക്കും. ഞാൻ ചോദിക്കട്ടെ, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടി, ഞാൻ പിന്നെ ഒരു സ്കൂളിൽ NSSന്റെ ക്ലാസ് എടുക്കാൻ പോയപ്പോ അവിടുന്ന് എന്തും ചോദിക്കാന്ന് പറഞ്ഞപ്പോ അവിടെയും കൂടുതൽ ചോദ്യം കിട്ടിയ പ്രണയത്തെ കുറിച്ചാണ്. അപ്പോ ഞാൻ ചോദിച്ചു, ഈ വലതുഭാഗത്തിരിക്കുന്ന ആൺകുട്ടികൾ ഇടതുഭാഗത്തിരിക്കുന്ന പെൺകുട്ടികളെ വിവാഹം കഴിക്കുമോ? സാധ്യതയുണ്ടോ? ആലോചിച്ചു പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും പറഞ്ഞു, ഏയ് അതില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ വലതുഭാഗത്തിരിക്കുന്ന ആൺകുട്ടികൾ വിവാഹം കഴിക്കാനിരിക്കുന്ന പെൺകുട്ടികൾ ഇപ്പൊ എവിടെ ഉണ്ടാവും? അവരൊന്നും ആ 4ാം ക്ലാസ്സിലുണ്ടാവും, ഇപ്പൊ 5ാം ക്ലാസ്സിലുണ്ടാവും. ഇപ്പൊ എന്നാ ഒന്ന് ചിന്തിച്ചാൽ പോരെ, നിങ്ങൾ പ്രണയത്തിലാകുന്ന ആൾക്കാരുമായി സ്വാഭാവികമായി ഒരിക്കലും വിവാഹം നടക്കാൻ പോകുന്നില്ല. പിന്നെ ഫിസിക്സ് ബുക്ക് എടുക്കുമ്പോൾ അവളെ പറ്റി, കെമിസ്ട്രി ബുക്ക് എടുക്കുമ്പോൾ അവനെ പറ്റി, അവസാനം പരീക്ഷയും കൊളായി, ഒക്കെ കൊളായി, ആകെ പ്രശ്നമായി. ഒന്ന് ചിന്തിച്ചാൽ ആരെങ്കിലും ഇതിന് നിൽക്കുമോ? ഇല്ല. ഇനി വേറൊന്നെന്താ വെച്ചാൽ, വമ്പിച്ചൊരു വഞ്ചന ഇതിന്റെ പിന്നിലുണ്ട്. അതെന്താ? താൻ ഇത് കഴിഞ്ഞൊരു വിവാഹത്തിൽ, യഥാർത്ഥമായ ലോകത്തേക്ക് ഒരു വിവാഹത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ ആ പെൺകുട്ടിയോട് ഇത് പറയാൻ പറ്റുമോ? ഞാൻ ഇന്ന കോളേജിൽ എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു, 2 കൊല്ലം പറയാൻ പറ്റുമല്ല. അവൾക്ക് ഇങ്ങോട്ട് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മുടെ മനസ്സിൽ ഇവളോട് മാത്രം ഞാൻ പറയേണ്ട കാര്യങ്ങൾ, ഇവളുമായി മാത്രം ഞാൻ പങ്കുവെക്കേണ്ട കാര്യങ്ങൾ, 2 വർഷക്കാലങ്ങളിൽ 1 വർഷം അല്ലെങ്കിൽ 3 വർഷക്കാലം ഒരു അന്യ പെണ്ണുമായി ഞാൻ സംസാരിച്ചു പോയല്ലോ, ഇവളെ ഞാൻ വഞ്ചിച്ചു പോയല്ലോ എന്ന് മനസ്സിൽ ഒരു മനക്കുത്തോടു കൂടിയല്ലാതെ മുന്നോട്ട് തിരിച്ചൊരു സഹോദരിക്കും എന്റെ ഈ പ്രിയപ്പെട്ട ഭർത്താവിനോട് മാത്രം ഞാൻ പങ്കുവെക്കേണ്ട കാര്യങ്ങൾ ഒരു അന്യ പുരുഷനോട് അല്ലേ? അപ്പോൾ വിവാഹ ജീവിതത്തെ യഥാർത്ഥത്തിൽ പൂർണ്ണ സംതൃപ്തിയിലേക്ക് എത്തുന്നതിൽ നിന്നും നമ്മെ തടയുകയാണ് വിവാഹപൂർവ്വ പ്രണയങ്ങൾ. എന്നാൽ പ്രണയിക്കണം, നന്നായി പ്രണയിച്ചോളൂ. കല്യാണം കഴിഞ്ഞിട്ട് സ്നേഹത്തോട് സ്നേഹം. അപ്പുറത്തും ഇപ്പുറത്തും 2 ഹോസ്റ്റലിലാണ് ഭർത്താവ് നാട്ടിലാണെങ്കിൽ കത്ത് ചെയ്തന്നെ, ആ പ്രണയക്കത്തൊക്കെ എഴുതിക്കോളി. കല്യാണം കഴിഞ്ഞിട്ട്
വിവാഹം കഴിഞ്ഞിട്ടാണ് പ്രണയം. അതുകൊണ്ട് യാഥാർത്ഥ്യ ബോധത്തിൽ നിന്നും നമ്മെ കൊണ്ടുപോകുന്ന, ഒരിക്കലും മനസമാധാനം നൽകാത്തതാണ് പ്രണയം. അതിലൂടെയുണ്ടായ ദുരന്തങ്ങൾ പറയാൻ പറഞ്ഞാൽ രാവിലെ വരെ പറയാൻ മാത്രം ഉദാഹരണം നമ്മുടെ ഈ സദസ്സിൽ തന്നെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അതൊന്ന് മറ്റൊന്ന് വലാ തഖറബുസ്സിന, അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യഭിചരിക്കരുത് എന്നല്ല ഇവിടെ പറഞ്ഞത്, നിങ്ങൾ വ്യഭിചാരത്തോടടുക്കാൻ ഉദ്ദേശിക്കരുത്. അപ്പോൾ തെറ്റിലേക്ക് എത്തുന്ന മാർഗങ്ങളെ തന്നെ ഇസ്ലാം അടച്ചു കളഞ്ഞു. അതുകൊണ്ടാണ് കണ്ണുകൾ താഴ്ത്തണം, സ്ത്രീയുടെ വസ്ത്രധാരണം, അങ്ങനെയുള്ള ഒട്ടേറെ നിയമങ്ങൾ, നേരത്തെ പറഞ്ഞ പോലെ ആണും പെണ്ണും ഒറ്റക്കാകുന്ന അവസ്ഥ ഉണ്ടാകരുത്, ഈ കാര്യങ്ങളൊക്കെ പറയാനുള്ള കാരണം. അതുകൊണ്ട് ഒരു നല്ല തീരുമാനം എടുക്കുക. ഒരു ലാസ്റ്റ് മെസ്സേജ് പ്രോഫ്കോണിൽ ഞാനൊരു സന്ദേശം പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കട്ട് എന്നാണ് എന്താ, ഇനി ഞാൻ ഫോൺ ചെയ്യൂല, ഇനി ഞാൻ മെസ്സേജ് അയക്കൂല, വേണം നമ്പർ മാറ്റിക്കളി, സിമ്മ് മാറ്റിക്കളൂ. നമ്മുടെ പരലോകത്തിന്റെ വിഷയല്ലേ, നമ്മളൊരു നല്ല മനുഷ്യനാവുന്നതിന്റെ ഭാഗമല്ലേ. അതുകൊണ്ടൊരു ഉറച്ച തീരുമാനമെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇവിടെ പിന്നെ കൗമാര ഈ ശൈശവ വിവാഹവുമായി ബന്ധപ്പെട്ട 1-2 ചോദ്യങ്ങൾ വന്നുകൊണ്ട് അതുകൂടി ഇതിനോട് ചേർത്ത് പറയാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. കാരണം ശൈശവ വിവാഹത്തെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിരിക്കുന്നു എന്നതാണ്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന വിവാദങ്ങൾ നമുക്കറിയാമല്ലോ. നമ്മൾ ആലോചിച്ച് നോക്കുക, ഇന്ത്യ രാജ്യത്ത് വിവാഹപ്രായം പുരുഷന്റേത് 21, സ്ത്രീയുടേത് 18. അപ്പൊ ഇസ്ലാമിനെ വിമർശിക്കാനുള്ള കാരണം എന്താണ്? ഇസ്ലാം 18ന്റെ താഴെയും അനുവാദം നൽകിയിട്ടുണ്ട്. ഈ വിമർശനം ഏറ്റവും കൂടുതൽ വരുന്നത് പാശ്ചാത്യ ലോകത്ത് വെച്ചാണ്. എന്നാൽ നിങ്ങൾ ഒരു വിവരം അറിയണം. എന്റെ ഈ സംസാരം അമേരിക്കയിൽ നിന്നും ആളുകൾക്ക് ഇത് കേൾക്കാം. നമ്മുടെ ഈ സമ്മേളനം ഗ്ലോബലാണ്, ആർക്കും നെറ്റിലൂടെ കണ്ടുകൊണ്ട് ഇത് കേൾക്കാം. അമേരിക്കയിലെ വിവാഹപ്രായത്തെക്കുറിച്ച് മാത്രം അറിഞ്ഞാൽ ഈ ചോദ്യത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കേണ്ടി വരും. അമേരിക്കയിലെ വിവിധ സ്റ്റേറ്റുകളിൽ, മാസച്യൂസെറ്റ്സ് എന്ന് പറയുന്ന അവിടുത്തെ സ്റ്റേറ്റിൽ 12 വയസ്സാണ് പെൺകുട്ടിയുടെ വിവാഹപ്രായം, 14 വയസ്സാണ് ആണിന്റെ വിവാഹപ്രായം. അപ്പൊ അമേരിക്ക എന്ന് പറഞ്ഞാൽ വളരെ മോശം, പിന്നോക്കം. 14 വയസ്സിൽ കല്യാണം കഴിക്കാൻ ആരും കളിയാക്കുന്നില്ലല്ലോ. മാത്രമല്ല അവിടുത്തെ മറ്റൊരു സ്റ്റേറ്റ് ന്യൂ ഹാംഷെയർ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ പെൺകുട്ടിയുടേത് 13 ആൺകുട്ടിയുടേത് 14. ന്യൂയോർക്കിൽ 14, ജോർജിയയിൽ 15, നോർത്ത് കാലിഫോർണിയയിൽ 16. അവിടെ വേറൊരു കണ്ടീഷൻ കൂടി പറഞ്ഞു, ഗർഭിണിയായ പിന്നെ പ്രശ്നമില്ല, അപ്പൊ തന്നെ നടത്തി കളയാം. ഗർഭിണിയായ പിന്നെ നേരത്തെ പിന്നെ വിവാഹപൂർവ്വ ബന്ധത്തിലൂടെ കല്യാണം കഴിക്കും, ഗർഭിണിയായ പിന്നെ മിനിമം ഒന്നും നോക്കണ്ട, കല്യാണം കഴിച്ചോളൂ. ഈ ആളുകൾ, ഇതൊക്കെ ലോകത്ത് ഇന്ന് എഴുതപ്പെട്ട് നിലനിൽക്കുന്ന നിയമമാണ്. നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി എത്രാം വയസ്സിലാണ് കസ്തൂർബ വിവാഹം കഴിച്ചത്? 13 വയസ്സിൽ. ആർക്കും ഒരു പ്രശ്നമില്ല. അപ്പൊ എന്താ, കണ്ണുകൾ മുഴുവനും ഇസ്ലാമിന് നേരെ തിരിച്ചു വെക്കുക, എന്നിട്ട് ഇസ്ലാമിന്റെ മുഖം വികൃതമാക്കി അവതരിപ്പിക്കുക. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വിവാഹപ്രായം എത്തിയാൽ അവർക്ക് വിവാഹം കഴിക്കാം. നമ്മുടെ രാജ്യത്ത് 21ഉം 18ഉം ആക്കിയിരിക്കുന്നു. അത് ഇനിയും മാറ്റാം. ജനാധിപത്യമായ സംവിധാനങ്ങൾ ഇവിടെയുണ്ട്, മാറ്റങ്ങൾ വരുത്താവുന്നതാണ്, അതിൽ സംശയമൊന്നുമില്ല. കാരണം ഈ രാജ്യത്തെ മൊത്തം ഭരിക്കും നമ്മളെല്ലാവരും കൂടിയാ ഭരിക്കുന്നത്. മാറ്റങ്ങൾ വരുത്താം. ഇവിടെ മുസ്ലിങ്ങളല്ല ഭൂരിപക്ഷമുള്ളത്. പറഞ്ഞുകൊണ്ടുവരുന്നത് ഇസ്ലാം മാത്രം എന്തോ ഒരു അപരാധം ചെയ്തതുപോലെ. എന്നാൽ നമുക്കറിയാമല്ലോ, സ്വാഭാവികമായി ഇന്നത്തെ കാലത്ത് വിവാഹം നടക്കുന്നത് സ്വാഭാവികമായി പ്രായപൂർത്തി കഴിഞ്ഞിട്ട് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ കൂടി അതിനോട് നാം ചേർത്ത് വായിക്കണം. അസ്സലാമു അലൈക്കും. പ്രണയവുമായി ബന്ധം കഴിഞ്ഞ തരത്തിലേക്ക് ചില കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുന്ന ആവശ്യം. നമ്മൾക്ക് എഴുതി കിട്ടിയ ചോദ്യങ്ങളിൽ ഏറ്റവും അധികം ചോദ്യമുള്ളത് പ്രണയത്തെക്കുറിച്ച് തന്നെയാണ്. നമ്മുടെ സലീം അത് പറഞ്ഞ അതിനോടുകൂടെ, അത് ആഡ് ചെയ്യുന്നതോടുകൂടെ ആ ക്വസ്റ്റ്യന്റെ ആൻസറുകൾ പൂർത്തിയാവും എന്നുള്ള നിലയ്ക്കാണ്. മാത്രവുമല്ല, ഒരു വലിയ യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പ്രോഫ്കോണിലേക്ക് നമ്മുടെ ധാരാളം രക്ഷിതാക്കന്മാർ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കൊണ്ടുവന്നത് തന്നെ അവരിൽ പലർക്കും അഫയറുകൾ ഉണ്ട് എന്ന സംശയത്തിന് ഒരു പരിഹാരം തേടിക്കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രതിജ്ഞയോടുകൂടെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ അവസാനിക്കേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഇതിൽ ഇത്തരമൊരു ചിന്ത, ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ മനസ്സിൽ തന്റേതായി വിചാരിക്കാത്ത, ഒരാൺകുട്ടിയെ എന്റേതായി വിചാരിക്കാത്ത ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുവെങ്കിൽ അവർ ജീവിതത്തിലെ വലിയ ഭാഗ്യവാന്മാരാണ് എന്ന് ഞാൻ തുടക്കത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അത് ഞാൻ വെറുതെ പറയുകയല്ല, ഇവിടുത്തെ ആൻസറുകളൊന്നും തമാശക്ക് പറയുന്നതുമല്ല, ചിന്തിക്കുവാനും ആലോചിക്കുവാനും വേണ്ടി തന്നെ പറയുന്നതാണ്.
അതായത് സാധാരണഗതിയിൽ ഇതിന്റെ ഒരു വലിയ യാഥാർത്ഥ്യം അത് ഈ പ്രണയത്തിലുള്ള ആളുകൾക്ക് മനസ്സിലാവില്ല എന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. സത്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്താണെന്ന് വിചാരിച്ചാൽ, ഇപ്പൊ ഞാൻ എന്റെ വാപ്പയോട് തെറ്റി, ഉമ്മയോട് തെറ്റി, അങ്ങനെയുള്ള പിണക്കങ്ങൾ ഉണ്ടാവാം, വേർപിരിയൽ ഉണ്ടാകാം. ഇന്നലെ എന്റെ സുഹൃത്തായ ആള് നാളെ എന്റെ സുഹൃത്തല്ലാതാവാം. നാളെ എന്റെ അയൽവാസിയായവനോട് മറ്റന്നാൾ ഞാൻ പിണങ്ങാം. അതൊന്നും ശരിയാണെന്നല്ല ഞാൻ പറഞ്ഞു. പക്ഷെ അങ്ങനത്തെ പിണക്കങ്ങൾ സ്വാഭാവികമാണ്. പക്ഷെ ഇതുപോലൊരു പിണക്കം ഭാര്യയും ഭർത്താവും തമ്മിൽ ഉണ്ടാവുകയും അവർ വഴിപിരിയുകയും ചെയ്താൽ യഥാർത്ഥത്തിൽ വലിയ ദുരന്തങ്ങളാണ് ഒരു സമൂഹത്തിൽ അത്തരം ശിഥിലമാകുന്ന ഫാമിലികൾ ഉണ്ടാക്കുക. അതുകൊണ്ട് എന്ത് പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും ആണും പെണ്ണും വേർപിരിയാതെ പിടിച്ചു നിൽക്കത്തക്ക വിധത്തിലുള്ള ഒരു ഭയങ്കരമായ ഒരു സ്നേഹത്തെ വജഅല ബൈനക്കും മവദ്ദത്തും വറഹ്മ, പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ഒരു ആകർഷണീയത അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ഈ ലോക ജീവിതത്തിൽ വംശവർദ്ധനവിനെ നിലനിർത്തുവാനും അതേപോലെ തന്നെ ഒരു കുടുംബത്തിന്റെ സുസ്ഥിരതയ്ക്കു വേണ്ടി ആണും പെണ്ണും തമ്മിലൊരു ആകർഷണീയത നിലവിലുണ്ട്. സുഹൃത്തുക്കളെ, ഒരു പെൺകുട്ടിയോട് നമുക്ക് തോന്നുന്നത് പെൺകുട്ടിക്ക് ആൺകുട്ടിയോട് തോന്നുന്ന താല്പര്യത്തിൽ ഇതല്ലാത്ത മറ്റൊന്നുമില്ല. ഒരാണിന് പെണ്ണിനോട് തോന്നുന്നത് പ്രകൃതിയിലെ ആണും പെണ്ണും തമ്മിലുള്ള ജീവജാലങ്ങൾ തമ്മിലുണ്ടാകുന്ന ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു ബന്ധം എന്നതിനപ്പുറം ഒന്നുമില്ല. ഞാൻ പറഞ്ഞു, ഇത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ഇത്തരം പ്രതിസന്ധികളിൽ പെടാത്ത ആളുകൾക്കേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്താ അറിയൂ, ഇതിൽ അകപ്പെട്ടു പോയ ആളുകൾ ഇത് എന്തൊക്കെയാണോ എന്ന് വിചാരിക്കാൻ നമ്മൾ മനസ്സിലാക്കേണ്ട, നേരത്തെ സലീം പറഞ്ഞ പോലെ വ്യഭിചാരം ഇസ്ലാമിൽ വളരെ പാപകരമായ കാര്യമാണ്. മാത്രമല്ല ഈ നഗ്നരായിക്കൊണ്ട് അവർ എന്ത് ചെയ്യും, അഗ്നിജ്വാലകളിൽ ഇങ്ങനെ കടന്ന് തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ എപ്പോഴും മനസ്സ് അസ്വസ്ഥമായിക്കൊണ്ടിരിക്കും ഇത്തരത്തിലുള്ള പ്രേമചിന്തകളെ കൊണ്ടും വിചാരങ്ങളെ കൊണ്ടും ഒക്കെ. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു പോവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഇത്തരം ഒരു പ്രേമ ഇതിലൊക്കെ ബന്ധപ്പെടുന്ന ആളുകൾ അവർക്ക് പലപ്പോഴും അവരുടെ വികാരങ്ങൾ അവരുടെ ബുദ്ധിയെ അതിജീവിക്കുന്നത് കൊണ്ട് ചില യാഥാർത്ഥ്യങ്ങൾ അവർക്ക് മനസ്സിലാവില്ല. നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴൊക്കെ അതിനെ കൗണ്ടർ ചെയ്തിട്ട് അവർ പറയാണ് ചെയ്യുക. എന്നാൽ യഥാർത്ഥത്തിൽ ഈ ന്യായങ്ങളൊക്കെ ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ആ താല്പര്യത്തെ അതിജീവിക്കാൻ അവർക്ക് പറ്റാത്തത് കൊണ്ട് പറയുന്ന ന്യായങ്ങളാണ്. ഇവിടെ തന്ന കത്തുകൾ, ചോദ്യങ്ങൾ ഞാൻ നിങ്ങളുടെ അറിവിന് വേണ്ടി വായിക്കുമ്പോൾ നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലാകും. പ്രണയം ഹറാമാണെന്ന് പറയുന്നു. എന്നാൽ ഒരു പ്രായപൂർത്തി എത്തിയ ഒരാൾക്ക് മറ്റൊരാളുടെ ഇഷ്ടം തോന്നുക എന്നുള്ളത് സ്വാഭാവികമല്ലേ? അപ്പോൾ ആ ഇഷ്ടം പറയാതെ മനസ്സിൽ കൊണ്ട് നടക്കുകയും പിന്നീട് പാരന്റ്സിനോട് പറയുകയും ചെയ്ത് വിവാഹം കഴിക്കുന്നതിന്റെ വിധി എന്താണ്? നോക്കൂ, നിങ്ങൾ ന്യായീകരണത്തിന്റെ ഏറ്റവും ലാസ്റ്റത്തെ വാചകം ഞാൻ അത് വായിച്ചു. ഏറ്റവും ലാസ്റ്റത്തെ വായിച്ചു. ഇത് മുഴുവൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആ മനസ്സ് മനസ്സിലാവും. ഏത് വളരെയധികം. ഇന്നിപ്പോ ഞാൻ ഒരു സഹോദരിയോട് സംസാരിച്ചപ്പോൾ എന്റെ ഓരോ വാക്കും ഞാൻ അവരെ കൺവിൻസ് ചെയ്യുമ്പോൾ അവർ കരയാൻ. ഞാൻ ഓരോ പോയിന്റ് പറയുമ്പോഴും അവർ കരയും. എന്താണ് കരയാൻ കാരണം? ഒരു പുരുഷനുമായുള്ള ഒരു ശാരീരികമായ ഒരു മാനസികമായ ആഗ്രഹത്തിൽ അവർ കുടുങ്ങിപ്പോയിരിക്കാൻ. എന്റെ ഓരോ വാക്കും അവരോട് പറയുന്നത് നിങ്ങൾ അത് വിട്ടു പോകണമെന്നാണ്. അപ്പൊ വിടണം എന്ന് ചിന്തിക്കുമ്പോഴേക്കും അവർക്ക് ആ വിടാൻ കഴിയാത്തതിന്റെ നിസ്സഹായതയാണ് ആ കരച്ചിലിന് പിന്നിലുള്ളത്. അത്തരമൊരു നിസ്സഹായത ക്യാമ്പസിന്റെ സാഹചര്യങ്ങളിൽ അനേകായിരങ്ങൾക്ക് വന്നു ചേർന്നതാണ്. അതൊരു ന്യായീകരണം എന്നതിലേക്ക് അപ്പുറത്തൊന്നുമില്ല. നമ്മൾ നോക്കും, നിങ്ങൾ ഇവിടെ ഒരു ഇഷ്ടം തോന്നി. ആ ഇഷ്ടം തോന്നുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ കൂടെ പഠിക്കുന്ന ഒരു സഹപാഠിയെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? ഒരു അന്യ പെൺകുട്ടിയാണെങ്കിലും ക്ലാസ്സിൽ 40 പെൺകുട്ടികളുണ്ടെങ്കിൽ 40 ആളെയും ഒരുപോലെയാണ് കാണേണ്ടത്. ഇനി അങ്ങനെ മനസ്സിൽ എന്തെങ്കിലും തോന്നിയാൽ നമ്മളതിങ്ങനെ കൊണ്ടു നടക്കുന്നത് എന്തിനാണ്? സ്വാഭാവികമായും ഒരു സമയമെത്തുമ്പോൾ വിവാഹം അന്വേഷിക്കാനാണെങ്കിൽ വിവാഹത്തിന്റെ സമയത്ത് അതിനെക്കുറിച്ച് ആലോചിച്ചാൽ മാത്രം മതി. നമ്മൾ മനസ്സുകൊണ്ട് വിചാരിച്ചാലും ബന്ധപ്പെട്ടാലും ഇല്ലെങ്കിലും ഒക്കെ ആ പ്രേമം ആരംഭിച്ചു കഴിഞ്ഞു. അതിന്റെ ചിന്തകളുടെ കൊണ്ട് എന്തൊക്കെ പരിക്കുകൾ നമുക്കുണ്ടോ അതൊക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഒരു വിവാഹത്തിന്റെ സമയമാകുമ്പോൾ നമ്മുടെ നല്ല ബുദ്ധിയോടും ആലോചനയോടും കൂടെ നമ്മളൊരു കുട്ടിയെ തിരഞ്ഞെടുക്കാം. നോക്കൂ, നിങ്ങൾ ഇപ്പോ നീ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ഏത് രൂപത്തിലായിരിക്കണം? അപ്പൊ നമുക്ക് അവളുടെ ഏജ് പറയാണ്ട് എന്നെക്കാളും 4 വയസ്സ് കുറവായിരിക്കണം, കാണാൻ കുറച്ച് ഭംഗി വേണം, എന്റെ ആദ്യ പ്രൊഫഷൻ ആവണം, എന്റെ നാട്ടിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ ഉള്ളിലാവണം, എന്തൊക്കെ പറയാനുള്ളത്. എന്നാൽ ഈ പ്രേമിച്ച ആളുകൾ ചോദിച്ചു നോക്കും, നിങ്ങൾ അവന് നിന്നെക്കാളും 2 വയസ്സ് അധികമല്ലേ? ഇത് വയസ്സധികമാണെങ്കിൽ എന്താ പ്രശ്നം? അവർ ചോദിക്കും. നിങ്ങളെക്കാളും സാമ്പത്തിക ശേഷിയുള്ള ആളല്ലേ?
ഒരു സാമ്പത്തിക ശേഷിയൊക്കെ നല്ല ഉള്ള പിന്നെ ഒരാളെ, ഒരു വീട്ടിൽ ഒരു പെൺകുട്ടിയെ പാവപ്പെട്ട ഒരാൾക്ക് വിവാഹം കഴിക്കാൻ ഒരു അവസരം ഉണ്ടായി കൊടുക്കുന്നതിന് എന്താണ് തെറ്റ്? നമ്മൾ എന്ത് ചോദിച്ചാലും ഇതേ വരും. എന്നാൽ ഈ ചോദ്യം ഉമ്മ തിരിച്ചു ചോദിക്കാണ്. MBBS കഴിഞ്ഞ മകളോട് പറയാണ്, ഉമ്മ പറയാണ്, മോളെ നല്ലൊരു ദീനുള്ള ഒരു ചെറുപ്പക്കാരനാണ്, പക്ഷെ SLC മാത്രമേ ഉള്ളൂ, നീ സമ്മതിക്കുമെന്ന് ചോദിച്ചാൽ അവള് പറയാ MBBS കഴിഞ്ഞ് എനിക്ക് SLC കാരണമെന്ന് ചോദിക്കുന്നത് എന്താണ്? അവിടെ നമ്മുടെ ബുദ്ധി നിലനിൽക്കുന്നു. നമ്മുടെ വികാരം ബുദ്ധിയെ അതിജീവിക്കാത്ത സമയമാകുമ്പോൾ നമുക്ക് ഒരു ഷർട്ട് തിരഞ്ഞെടുക്കുമ്പോൾ, ഒരു പേന തിരഞ്ഞെടുക്കുമ്പോൾ പോലും ചോയ്സ് പരിഗണിക്കുന്ന ഒരാൾക്ക് മരണം വരെയും മരണത്തിനപ്പുറത്തുമുള്ള ജീവിതത്തിൽ ഒന്നിച്ചു താമസിക്കേണ്ട ഒരു ഭാര്യയോ ഭർത്താവിനെയോ തീരുമാനിക്കാൻ ഒരു കാപ്പി കുടിക്കുമ്പോൾ ഒരു പരിചയം, ഒരു ഫോം ഫില്ലപ്പ് ചെയ്യുമ്പോൾ ഒരു പരിചയം കൊണ്ട് തുടങ്ങേണ്ടതാണോ സഹോദരങ്ങളെ? അല്പം ഗൗരവത്തോടെ നമ്മൾ ആലോചിക്കണം. ഒരു പക്ഷേ ജീവിതത്തിൽ ഏറ്റവും ആസ്വാദകരമായ ഒരു കുടുംബ ജീവിതമാണ് ഇത്തരം ആളുകൾക്ക് നഷ്ടപ്പെടുന്നതെന്ന് ആലോചിക്കണം. ഒന്നും വേണ്ട, വെറുതെ. ഞാനൊരു പെൺകുട്ടിയോട് പറഞ്ഞു, നീ ഈ വിവാഹം, നീ ഇഷ്ടപ്പെട്ട ഈ ചെറുപ്പക്കാരൻ നീ കല്യാണം കഴിക്കുന്നതോടുകൂടെ നിന്റെ കുടുംബത്തിൽ അനേകം പെൺകുട്ടികൾ ഈ വിവാഹം കഴിക്കാനുണ്ട്. നാളെ അവർ പറയും, നമ്മുടെ മൂത്ത ജ്യേഷ്ഠത്തിയുടെ കല്യാണം അങ്ങനെയല്ല നടന്നത്, എന്തുകൊണ്ട് എന്റേത് നടത്തി തന്നുകൂടാ എന്ന് നിന്നെ ചൂണ്ടി ദശക്കണക്കിന് അനുജത്തിമാർ പറയാൻ കാത്തിരിക്കുന്നു. അവളെ മനസ്സ് മാറി, വേണ്ടാൻ തീരുമാനിച്ചവൾ. നോക്കൂ, നിങ്ങളൊരു ചിന്ത. ഞാൻ ഒരു പെൺകുട്ടിയോട് ചോദിച്ചു, നീ കല്യാണം കഴിഞ്ഞ് നിനക്ക് മക്കളുണ്ടായി കഴിഞ്ഞാൽ BSCക്ക് പഠിക്കുന്ന നിന്റെ മോള് വന്ന് പറയുന്നു, എന്ത് പറയുന്നു? ഉമ്മ, എനിക്കൊരാളെ പരിചയമുണ്ട്, കല്യാണം കഴിപ്പിച്ച് തരണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? അത് പറ്റില്ലെന്ന് പറയും. അപ്പോൾ ചോദിക്കും, ഉമ്മ നിങ്ങളുടെ വിവാഹം എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അന്ന് ഉത്തരമുണ്ടാകുമോ? ഒരു പെൺകുട്ടിയുടെ മനസ്സ് മാറ്റിയതാണ്. സഹോദരങ്ങളെ, ഒരു നന്മയുമില്ലാതെ ഒരു നല്ല സന്തോഷകരമായ ദാമ്പത്യത്തെ നശിപ്പിക്കുക എന്നതിൽ കവിഞ്ഞ് ഈ അവിഹിത ബന്ധത്തിന് യാതൊരു വിധത്തിലുള്ള ഗുണവും നമ്മുടെ ജീവിതത്തിൽ നൽകാൻ സാധ്യമല്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ നിങ്ങൾ, ഞാൻ ഒരാളെ സ്നേഹിച്ചു, അത് തെറ്റാണെന്ന് അറിഞ്ഞപ്പോൾ അതിൽ നിന്ന് പിൻവാങ്ങി. ഇനി ഞാൻ ഒരാളെ വിവാഹം കഴിക്കാൻ പോകുമ്പോൾ അയാളുടെ മുൻ പ്രണയത്തെക്കുറിച്ച് പറയണം. പുതിയ ഹസ്ബൻഡ് എങ്ങനെ അത് ഏറ്റെടുക്കുമെന്ന് അറിയില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ്. ഇത് ഈ രംഗത്ത് വേറിട്ട് ചിന്തിക്കുന്ന ഒരാളുടെ ചോദ്യമാണ്. മാറാൻ ആഗ്രഹിക്കുന്ന ഇതൊരു പ്രധാനപ്പെട്ട സംഗതി. എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ള കാര്യം, പ്രണയത്തിന്റെയും പ്രേമത്തിന്റെയും കാര്യം മാത്രമല്ല, വിവാഹിതരായ ആളുകൾ മനസ്സ് തുറന്ന് സംസാരിക്കും. ഒരുപക്ഷെ വിവാഹത്തിന്റെ അന്നത്തെ രാത്രി, പരിചയപ്പെടുന്ന ജീവിത തുടക്കത്തിന്റെ രാത്രി ഉറങ്ങിക്കൊള്ളണമെന്നില്ല. നേരം പുലരുന്നതുവരെ സംസാരമായിരിക്കും. ഈ സംസാരത്തിൽ ഒരിക്കലും വന്നു പോകാൻ പറ്റാത്ത കാര്യമാണ് നിങ്ങളുടെ ചെറുപ്പ കാലഘട്ടത്തിലോ യുവത്വത്തിലോ വന്നുപോയ വഴിവിട്ട ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ പറയരുത്. ഒരു കാരണവശാലും പറയരുത്. ഒന്ന്, കുല്ലു അംറിൻ മുആഫ ഇല്ലൽ മുജാഹിരീൻ. തെറ്റുകൾ നമ്മൾ പരസ്യപ്പെടുത്താൻ പാടില്ല. എല്ലാ തെറ്റും അല്ലാഹു പൊറുക്കും, എല്ലാവർക്കും പാപമോചനമുണ്ട്. പക്ഷേ തെറ്റുകൾ പരസ്യപ്പെടുത്തി നമ്മുടെ തെറ്റുകൾ പറയേണ്ട. ഒരു വിവാഹിതനായി വരുന്ന ഒരാളെ കുറിച്ച് ആദ്യമായി കാണുമ്പോൾ നല്ലൊരു വിചാരമാണ് അയാളുടെ ഭാര്യയിലുള്ളത്. ആ വിചാരം കഴിഞ്ഞു പോയൊരു തെറ്റ് പറയുന്നതോടുകൂടെ ആ തെറ്റ് വെച്ച് നമ്മളെ കാണാൻ പറ്റുള്ളൂ. പിന്നെ ആ തെറ്റിലേക്ക് അവർ തിരിച്ചു പോകുമോ എന്ന സംശയത്തോടു കൂടെ അയാളെ നിരീക്ഷിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മളത് പറയേണ്ടതില്ല. നമ്മുടെ തെറ്റുകൾക്ക് നമ്മൾ ഏറ്റവും കടപ്പെട്ടിരിക്കുന്ന അള്ളാഹുവോടാണ്. അള്ളാഹു നമുക്ക് പുറത്തു തരുന്നുവെങ്കിൽ ആ തെറ്റിന്റെ എല്ലാ ദുരന്തങ്ങളിൽ നിന്നും നമ്മൾ രക്ഷപ്പെടും. ആത്മാർത്ഥമായി അള്ളാഹുവിലേക്കുള്ള മടക്കമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആവശ്യം. പ്രണയം ഇസ്ലാമികമായി തെറ്റാണെന്ന് അറിയാത്ത പ്രായത്തിൽ കൊടുത്ത വാക്ക് തിരിച്ചറിവിന്റെ പേരിൽ മാറ്റുന്നത് തെറ്റാണ്. ധാരാളം ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണത്. നിങ്ങൾ ചിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല, എന്നൊരു തമാശയായിട്ട് പറയുമല്ല. നിങ്ങൾ ഈ ചോദ്യങ്ങൾ ചോദിച്ച ആളുടെ മനസ്സ് നമ്മൾ മനസ്സിലാക്കണം. വളരെ ഗൗരവപരമായും അറിയാൻ വേണ്ടി മാത്രം ചോദിക്കുന്നത്. ഈ പ്രേമത്തിൽ നിന്ന് പിൻവാങ്ങാൻ വേണ്ടി പറയുമ്പോൾ പലരും ഉന്നയിക്കുന്ന ഒരു കാര്യമാണ് ഒരു വഞ്ചനയല്ലേ എന്ന്. നമ്മൾ അവിടെ ചിന്തിക്കുന്ന ഒരു കാര്യം ചതിയല്ലേ, കൊടുത്ത വാക്ക് പിൻവാങ്ങലല്ലേ. അവിടെ നമുക്ക് തിരിച്ചു പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഏറ്റവും വലിയ ചതി ആരോടാണ്? നിങ്ങൾ വളർത്തിക്കൊണ്ടുവന്ന വാപ്പയോടും ഉമ്മയോടും. വാപ്പയും ഉമ്മയും നമ്മുടെ ക്യാമ്പസിലേക്ക് വിട്ടത് അച്ചടക്കത്തോടുകൂടെ സംസ്കാരത്തോടുകൂടെ ജീവിച്ച് നല്ല ഒരു വിദ്യാർത്ഥിയായി ഭൗതികവും മതപരവുമായ ഒരു നല്ല ഭാവിയോടെ തിരിച്ചു വരാനാണ്. ആ വാപ്പയും ഉമ്മയും തന്ന ഫീസും അവർ തന്ന പോക്കറ്റ് മണിയും ഉപയോഗിച്ചുകൊണ്ട് അവർ കണ്ടാൽ ഹൃദയം പൊട്ടി മരിക്കുന്ന അവിഹിത ബന്ധങ്ങളിലൂടെ ഉണ്ടായ ഒരു പ്രണയത്തിൽ നിന്ന് എനിക്ക് പറ്റില്ലെന്ന് പറയുന്നത് പൂർണ്ണമായും ആ മാതാപിതാക്കളുടെ അനുസരണവും അവിടെ തൃപ്തിക്കും ഇസ്ലാമിലേക്കുള്ള മടക്കമാണ്. അതിന് ഇയാൾ പിണങ്ങുന്നോ അയാൾ ചതിക്കപ്പെട്ടതൊന്നും പ്രശ്നമല്ല. കാരണം എന്താ പറയുക, ഒരു തെറ്റ് തുടങ്ങുമ്പോൾ ഒരാൾ മാത്രമല്ല ഉത്തരവാദി, രണ്ടാളാണ്. അതിൽ ഒരാൾക്ക് തെറ്റ് മനസ്സിലായാൽ അയാൾ തൗബ ചെയ്യണം. എന്താ തൗബ എന്ന് പറഞ്ഞാൽ
ഈ പ്രണയങ്ങളൊക്കെ വിവാഹമായി മാറുന്ന ആളുകൾ ചിന്തിക്കേണ്ട കാര്യം എന്താ അറിയും? ഒരു വ്യഭിചാരമാണ് നിങ്ങളുടെ വിവാഹമായി വരുന്നത്. അള്ളാഹുവിന്റെ കടാക്ഷവും അനുഗ്രഹവും അതിലുണ്ടാകും. ഞാൻ എന്റെ തെറ്റിൽ നിന്ന് മടങ്ങി എന്ന് പറഞ്ഞാൽ ആ തെറ്റ് അവസാനിപ്പിക്കണം. പ്രേമം അവസാനിപ്പിക്കണം എന്ന് പറയുമ്പോൾ നിറകണ്ണുകളോടെ നിസ്സഹായമായി നോക്കുന്ന പെൺകുട്ടിയോട് നമ്മൾ പറഞ്ഞെന്തറിയോ? നിനക്ക് ഈ പ്രേമം തുടർന്നാൽ ഇഹലോകത്തും പരലോകത്തും വരാനിരിക്കുന്ന ഭവിഷ്യത്തുകൾ, അതിന്റെ ബുദ്ധിമുട്ടുകൾ, ദുരന്തങ്ങൾ, ശിക്ഷകൾ, അത് ഈ പ്രേമം അവസാനിപ്പിക്കുമ്പോൾ നീ അനുഭവിക്കുന്ന മനപ്രയാസത്തെക്കാളും മാനസിക വേദനകളെക്കാളും ശക്തമാണ്. ഇതിപ്പോൾ ചെറിയ വേദന ഉണ്ടാവുള്ളൂ, അത് അവിടെ തീരും. അവിടെ സുഹൃത്തുക്കളെ, എപ്പോഴാണോ അതിനെക്കുറിച്ച് ബോധം വരുന്നത് ആ സമയത്ത് അത് അവസാനിപ്പിക്കുന്നത്. അതിൽ വഞ്ചനയും ചതിനി പ്രശ്നമൊന്നുമില്ല. ഈ പ്രോപ്പർ കഴിയുമ്പോൾ അനേക വിദ്യാർത്ഥികൾ അവരുടെ അഫെയറുകളോട് പറയും, എനിക്ക് ബോധ്യപ്പെട്ടു, ഒരു നിമിഷം ഇനി നിങ്ങളെ നോക്കുന്നതോ നിങ്ങൾക്കൊരു മെസ്സേജ് ടൈപ്പ് ചെയ്യാൻ, ഒരു വാക്ക് ടൈപ്പ് ചെയ്താൽ ഒരു തിന്മയാണ് എന്റെ തുലാസിലേക്ക് വരുന്നതെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ദയവ് ചെയ്ത് നിങ്ങളെ എനിക്കറിയില്ല, നിങ്ങളുമായി ഒരു ബന്ധവും എനിക്കില്ല, ഒരു കാരണവശാലും എന്റെ ഫോണിലേക്ക് വിളിക്കാനോ മെസ്സേജ് ചെയ്യാനോ പറ്റുകയില്ലെന്ന് നമ്മൾ പറയുമ്പോഴേ തൗബയാകൂ, അപ്പോഴേ പശ്ചാത്താപമാകൂ. തെറ്റിന് വേരോടുകൂടെ പിഴുതെറിയുക എന്നുള്ളത് അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ വിവാഹത്തിന് മുമ്പ് മനസ്സിലാക്കി വിവാഹം കഴിക്കുന്നതല്ലേ നല്ലത്. ഇതൊക്കെ ഞാൻ നേരത്തെ വായിച്ചതിന്റെ ഗണത്തിലാണ്. പ്രേമിക്കുന്ന ആളുകളുടെ ഒരു ന്യായമാണിത്. മുൻകൂട്ടി ഒരു പരിചയമുണ്ടെങ്കിൽ നല്ലതല്ലേ എന്ന്. ഞാൻ ഈ ചോദ്യം ചോദിക്കുമ്പോഴൊക്കെ ഒരു സംഭവം പറയാറുണ്ട്. ഒരു BDS പഠിക്കുന്ന ഒരു പയ്യൻ അവന്റെ കോഴ്സ് കഴിഞ്ഞ ഒരു വെക്കേഷനിൽ ഹൗസ് സർജൻസിയുടെ ഒരു സമയമാകുമ്പോഴാണ് അവൻ എന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, എനിക്ക് ചില കാര്യങ്ങൾ പറയാണ്ട്, വീട്ടിലൊന്നും അറിയില്ല, നിങ്ങളൊരു പരിഹാരം ഉണ്ടാക്കി തരണം. അപ്പൊ എന്താ അറിയും, അവൻ പോകുന്ന യാത്രയിൽ അവന്റെ കൂടെ ഒരു ക്ലാസ്മേറ്റിനെ, അവന്റെ സ്വന്തം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിനെ ഇതേപോലെ അഫെയറായി, പ്രേമത്തിലായി. എന്ത് സംഭവിച്ചു നിങ്ങൾ? എല്ലാ സമയത്തും യാത്ര പോണ സമയത്ത് അവൾക്ക് ടിക്കറ്റ് എടുത്തു കൊടുക്കും, അവൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും. എത്ര അവസാനം പരീക്ഷയ്ക്ക് ജയിക്കാൻ പേഷ്യൻസ് വേണം. താൻ എങ്ങനെയൊക്കെ ഉണ്ടാക്കിയ മുഴുവൻ പേഷ്യൻസിനെയും അവൾക്ക് കൊടുത്ത് അവൻ എന്ത് ചെയ്തു? അവൻ പരീക്ഷയിൽ തോൽക്കുകയും അവൾ പരീക്ഷയിൽ ജയിക്കുകയും ചെയ്തു. നിങ്ങൾ നോക്കണം, ആ എക്സാം കഴിഞ്ഞ് നാട്ടിലെത്തി ഒരു ദിവസം കഴിയും മുമ്പ് അവന് ഫോൺ വന്നു, അവളുടെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടെന്ന് അവൾ തന്നെയാണ് വിളിച്ചു പറഞ്ഞത്. എന്നിട്ട് അവളോട് ഇയാൾ ആത്മാർത്ഥമായി ചോദിക്കുന്ന ചോദ്യം, അപ്പോൾ നീ എന്നെ വഞ്ചിക്കുകയായിരുന്നു. അതൊക്കെ പിന്നെ ക്യാമ്പസിൽ നിന്ന് നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകാനുള്ള ഒരു പരിപാടി എന്നല്ലാതെ വേറെ എന്താണെന്ന് ഞാനിത് പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങളെ പിന്തിരിപ്പിക്കുവാൻ വേണ്ടി എന്തെങ്കിലും പറയുകയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇതാ ഞാനൊരു കത്ത് പൂർണ്ണമായി വായിക്കാൻ സമയക്കുറവുണ്ടെങ്കിലും ഇത് പെൺകുട്ടികളൊന്ന് കേൾക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ഈ പ്രോഫ്കോണിലേക്ക് വന്നത്, ഒരാൺകുട്ടി എഴുതിയത്, ഞാൻ ഈ പ്രോഫ്കോണിലേക്ക് വന്നത് ഫേസ്ബുക്കിൽ പരിചയപ്പെട്ട ഒരു ഗേൾ പറഞ്ഞിട്ടാണ്, ഒരു പെൺകുട്ടി പറഞ്ഞിട്ടാണ്. ഒരുപാട് നാളുകളായി ഫേസ്ബുക്കിൽ ഞങ്ങൾ ചാറ്റ് ചെയ്യുന്നു. പരസ്പരം നേരിൽ കണ്ടിട്ടില്ലാത്ത അവളെ നേരിൽ കാണാനാണ് ഞാൻ ഈ പ്രോഫ്കോണിലേക്ക് എത്തിയത്. ഇവിടുത്തെ ചിരിക്കരുതിന്റെ അവസാനം വരെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പെൺകുട്ടികൾ, പ്രേമത്തിൽപ്പെടുന്ന പെൺകുട്ടികൾ എന്തുമാത്രം ചിരിക്കപ്പെടുന്നു എന്നുള്ളത് ഈ പാരഗ്രാഫ് തീരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടുത്തെ ചില ക്ലാസുകളും കൗൺസിലിങ്ങുകളും എന്തോ എന്റെ മനസ്സിൽ ഒരു മിന്നലാട്ടം കൊണ്ടുവന്നിട്ടുണ്ട്, എന്റെ മനസ്സിനെ മാറ്റിയിട്ടുണ്ട്. ആ ഫേസ്ബുക്കിൽ പരിചയപ്പെട്ട ഗേളിന് എന്നെ ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് അത് ഒരു നേരം പോക്കായിരുന്നു. എനിക്ക് അത് ഒരു ജീവിതം കൊണ്ടാ കളിക്കണേ, ഒരു നല്ല പ്രൊഫഷണലായി പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് നശിപ്പിക്കുന്നത്. മതത്തിൽ അപമാനം, വീട്ടിൽ അപമാനം. അവളെക്കുറിച്ച് ചിന്തിക്കുന്ന മാതാപിതാക്കൾക്ക് എന്നും കണ്ണീർ. ഫേസ്ബുക്കിൽ ചാറ്റ് ചെയ്യുന്നവനോ ഒരു നേരം പോക്ക് മാത്രം. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഞാൻ ആ സുഹൃത്തിന്റെ മാറ്റത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് പറഞ്ഞത്. ഒരാൾ മനസ്സ് തുറന്ന് പറയുമ്പോഴാണല്ലോ നമുക്ക് മനസ്സിലാകും. നമ്മൾ ഈ പെൺകുട്ടിയോടൊക്കെ പറയും, ഒരു ചെറുപ്പക്കാരൻ നിന്റെ പിന്നാലെ നടക്കുന്നതിൽ അവന് നഷ്ടമില്ല. നഷ്ടമുണ്ടോ? 18 വയസ്സായ ഒരു പെൺകുട്ടി എവിടെ വിളിച്ചാലും കൂടെ വരിക, ഐസ്ക്രീം പാർലറിൽ വരിക, ഏത് പാർക്കിലേക്കും വരികയാണെങ്കിൽ സുഹൃത്തുക്കൾ അതിലെന്ത് അത്ഭുതമാണ്. ഒരാളൊരു പെണ്ണിന്റെ പിന്നാലെ നടക്കുന്നത് എന്ത് അത്ഭുതമാണ്. അതിൽ അവളല്ലേ അവളുടെ ജീവിതത്തെക്കുറിച്ചും അവളുടെ മതത്തെക്കുറിച്ചും അവൾക്കല്ലേ ബേജാറ് വേണ്ടത്. നോക്കൂ നിങ്ങൾ, ബാക്കി നിങ്ങൾ വായിക്കൂ. എന്നിട്ട് അവൻ പറയാണ്, പക്ഷേ എനിക്കതൊരു നേരം പോക്കായിരുന്നു. അതുപോലെ കുറെ ഉണ്ട് എനിക്ക്, എല്ലാം നിർത്തി. കുറെ ഉണ്ട് എനിക്ക്. ഞങ്ങൾ ധാരാളം പെൺകുട്ടികളെ പിൻവലിപ്പിച്ചത് എങ്ങനെയാണ് നിങ്ങൾ? അവർക്ക് തന്നെ ബന്ധമുള്ള മറ്റാളുകളുടെ കൃത്യമായ തെളിവ് ഹാജരാക്കി. ഇത് രോഗമാണ്. ഇയാളെ ബാക്കി നിങ്ങൾ വായിക്കുള്ളൂ, വായിക്കാതെ പറ്റാത്തതാണ് ബാക്കിയുടെ വരി. പക്ഷേ നാട്ടിലെത്തിയാൽ വീണ്ടും
ഞാൻ ആ പഴയ തെറ്റിലേക്ക് പോകുമോ എന്നൊരു പേടി. സത്യം പറഞ്ഞാൽ ഞാനൊരു രോഗിയായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാനൊരു രോഗിയായിരുന്നു. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. ഒരു ആൺകുട്ടി, 20 ആൺകുട്ടികളിലെ ഒരു ആൺകുട്ടി നിങ്ങളിലേക്ക് ഒരു പ്രത്യേക നോട്ടം നോക്കുന്നുണ്ടെങ്കിൽ അവൻ കുഴപ്പക്കാരനാണെന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ്, അതാണ് സഹോദരിമാരെ നിങ്ങൾക്ക് വേണ്ടത്. ക്ലാസിന്റെ മുൻബെഞ്ചിൽ നിന്നും പെൺകുട്ടിയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നവൻ ഒരു വൃത്തികെട്ടവനാണെന്ന് മനസ്സിലാക്കാനുള്ള വിവേചന ശക്തി, അതേ പെൺകുട്ടികൾക്ക് വേണം. ഞാനൊരു പെൺകുട്ടിയുടെ മുഖത്തേക്ക് തെറ്റായി നോക്കുമ്പോൾ എന്റെ മാന്യതയും എന്റെ മഹത്വവുമാണ് തകർന്നടിയുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി ആൺകുട്ടികൾക്കുണ്ടായാൽ മതി. സുഹൃത്തുക്കളെ, ഈ രംഗത്ത് ആരും പോകില്ല. അപ്പൊ സത്യം പറഞ്ഞാൽ ഞാനൊരു രോഗിയായിരുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റിന്റെ കുറ്റബോധം ഈ പ്രോപ്കോണിൽ പങ്കെടുത്തതിന്റെ കുറഞ്ഞ സമയം കൊണ്ട് കിട്ടിയതിന്റെ പ്രതികരണമാണ് ഈ കത്തിൽ പ്രതികരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇതിലെല്ലാം ഉണ്ട്. ഈ കത്ത് വായിച്ചാൽ മതി. യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായാൽ എല്ലാ തെറ്റിൽ നിന്നും പിൻവാങ്ങാൻ നമുക്ക് പറ്റും എന്നാണ് മനസ്സിലാകുന്നത്. പിന്നെ ഒന്ന് നോക്കൂ, നിങ്ങൾ ഒരു ആണും പെണ്ണും തമ്മിൽ ഫ്രണ്ട്സ് ആവുമോ? എന്റെ ഒരു ഫ്രണ്ട് ഇതേപോലെ ഫ്രണ്ട്സിനോട് ചാറ്റ് ചെയ്യാറുണ്ട്. തുടക്കം എങ്ങനെയാണ് ഫ്രണ്ട്സ് എന്നാ പറയണത്? സുഹൃത്തുക്കൾ. ഞാൻ പറഞ്ഞത് ഒരു കാരണവശാലും നമ്മുടെ പെൺകുട്ടികൾ ആൺകുട്ടികൾ മനസ്സിലാക്കണം, ഒരു അന്യ പുരുഷനോട് തന്മയത്വത്തോടുകൂടെ കുറച്ച് സോഫ്റ്റായി അയാൾക്ക് നമ്മളിലേക്ക് ഒരു എൻട്രി കിട്ടുന്ന രൂപത്തിലും സംസാരിക്കാൻ താല്പര്യപ്പെടുന്ന രൂപത്തിലും സംസാരിക്കാൻ പറ്റില്ലെന്ന് ഖുർആനിലുണ്ട്. അത്തരം സംസാരങ്ങളല്ലേ ഫ്രണ്ട്ഷിപ്പിലൂടെ നടക്കുന്നത്. ഹറാം, ഖുർആൻ വിരോധിച്ച കാര്യം. അതുതന്നെയാണ് പിന്നീട് പ്രണയത്തിലേക്കും അപകടത്തിലേക്കും ഒക്കെ എത്തിപ്പെടുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. പരസ്പരം കുറച്ചു കാലമായി പരസ്പരം പ്രണയത്തിലാണ്. ശേഷം തെറ്റ് മനസ്സിലാക്കി കല്യാണം പ്രായമായാൽ ഇസ്ലാമിക രീതിയിൽ ഒരു കുട്ടിയെ തന്നെ വിവാഹം ചെയ്യണമെന്നും കുട്ടിയെ തന്നെ വിവാഹം ചെയ്യുന്നത് ഇസ്ലാമിൽ അനുവദനീയമാണോ? അതായത് ഇപ്പോൾ തൽക്കാലം എന്ത് ചെയ്തു? തെറ്റാന്ന് മനസ്സിലായപ്പോൾ ആ ബന്ധം തൽക്കാലം എന്ത് ചെയ്തു? സ്റ്റോപ്പ് ചെയ്തു. അത് ഹോൾഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് വിവാഹത്തിന്റെ സമയമാകുമ്പോൾ എന്ത് ചെയ്യുക? അത് വീണ്ടും ഓപ്പൺ ചെയ്തിട്ട് ആ വിവാഹം അന്വേഷിച്ച് നേരാവേക്ക് വിവാഹം കഴിക്കാം. സത്യത്തിൽ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ അതിന് പിൻവാങ്ങുന്നില്ല എന്നത് അങ്ങനെ തന്നെ തുടരുന്നു എന്നാണ്. അതങ്ങനെ തുടരും. നമ്മൾ എന്തിനാണ് അങ്ങനെ കാത്തിരിക്കുന്നത്? ലോകത്തെത്ര പെൺകുട്ടികളും ആൺകുട്ടികളുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ആ കാത്തിരിപ്പിന്റെ അർത്ഥം? അത് പൂർണ്ണമായും ഒരു തെറ്റ് ബോധ്യപ്പെട്ടു, അത് മനസ്സുകൊണ്ട് ഒഴിവാക്കുക, മറക്കുക. എന്നിട്ട് നമുക്ക് സമയമാകുമ്പോൾ അപ്പോഴത്തെ മാനസികാവസ്ഥക്ക് അനുസരിച്ചുള്ള ഒരു തീരുമാനമെടുക്കുക. ഇത്രേ ആവശ്യമുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. സർ, ഞാൻ ഒരു കൗമാരപ്രായക്കാരനാണ്. ഞാൻ ഇവിടെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് പ്രണയത്തെക്കുറിച്ചാണ്. ഇസ്ലാമിൽ യുവാവിനും യുവതിക്കും പൂർണ്ണ സൂക്ഷ്മതയുണ്ടെങ്കിൽ പ്രണയം അനുവദനീയമാണോ എന്ന് നമുക്ക്. നിങ്ങൾ ഒന്നാമത്തെ ചോദ്യത്തിന്റെ തുടർച്ചയാണ്. എങ്ങനെ സൂക്ഷ്മതയോടുകൂടെ ജീവിച്ച് പ്രണയം എന്ന എങ്ങനെ ഉണ്ടാവും? പ്രണയം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു അന്യ പെൺകുട്ടി അന്യ ആൺകുട്ടി തമ്മിലുള്ള ബന്ധം, നോട്ടം ഹറാം, സംസാരം നിഷിദ്ധം, അവളെ കാണാൻ നടന്നു പോകുന്നത് നിഷിദ്ധം. പിന്നെ എങ്ങനെ സാധ്യമാകുക? അപ്പൊ നമ്മൾ സ്വാഭാവികമായും പെട്ടുപോയ ആളുകൾ അവരുടെ ആ ഒരു ന്യായങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കണം. ആ ന്യായങ്ങൾ പിശാചിന്റെ അടുക്കൽ നിന്നുള്ളതാണ്. പൂർണ്ണമായും എന്റെ സുഹൃത്ത് പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ തീരുമാനമായിരിക്കും അവിഹിതമായി തുടങ്ങി വെച്ച ബന്ധം ഈ പ്രോക്സോണിൽ വെച്ച് അവസാനിപ്പിക്കുന്നു. ഇനി ഒരിക്കലും അങ്ങനെ ചാറ്റ് ചെയ്യാനോ ബന്ധപ്പെടാനോ ഞാനില്ല. അതൊരു ചതിയല്ല, അത് ഇസ്ലാമികമായ ഒരു മടക്കമാണ്. പരലോകത്തുള്ള ശിക്ഷയും ഇഹലോകത്തുള്ള ദുരന്തങ്ങളും ശരിക്കും മനസ്സിലാക്കി നിങ്ങളുടെ മാതാപിതാക്കളുടെ മനസ്സിന്റെ വിഷമങ്ങളും കണ്ണീരും അകറ്റാൻ, അവരെ ആശങ്കപ്പെടുത്താതിരിക്കാൻ, നിങ്ങൾക്ക് നിങ്ങളെ മാന്യമായൊരു വിവാഹത്തിലേക്ക് എത്തിക്കാൻ നിങ്ങൾ പരിശ്രമിക്കണം. അള്ളാഹു അങ്ങനത്തെ ഒരു നല്ല തീരുമാനമെടുക്കാൻ ഈ പ്രോപ്കോണിൽ പങ്കെടുത്ത എല്ലാവർക്കും, ഈ പ്രോപ്കോണിൽ 20ാമത്തെ പ്രോപ്കോണിൽ വന്നതോടുകൂടെ എന്റെ എല്ലാ അവിഹിത ബന്ധങ്ങളും അവസാനിച്ചു എന്ന് കബറിലും പരലോകത്തിലും എല്ലാം നിങ്ങൾക്ക് സന്തോഷകരമായി ഓർക്കാനുള്ള ഒരു സെഷനായി ഈ ചോദ്യോത്തരത്തിന്റെ സെഷൻ നമ്മുടെ ജീവിതത്തെ പരിവർത്തിപ്പിക്കട്ടെ എന്ന് ഉറപ്പെടുത്തും. അള്ളാഹു സഹായിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സൂറത്ത് നൂറില് 26-ാം ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ടല്ലോ, നല്ല പുരുഷൻ നല്ല സ്ത്രീക്കും നല്ല സ്ത്രീ നല്ല പുരുഷനുള്ളതാണെന്ന്. അപ്പൊ ഒരാൾ നല്ലതാണെങ്കിൽ അയാൾക്ക് കിട്ടുന്ന പങ്കാളിയും നല്ലത് തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഖുർആനിൽ ഒരു ആയത്തുണ്ട്. പലപ്പോഴും ഇത്തരം പ്രേമങ്ങളിൽ കുടുങ്ങിപ്പോകുന്ന ആളുകളൊക്കെ അങ്ങേയറ്റം മനപ്രയാസപ്പെടുന്ന ഒരു വചനമാണത്. ഇതൊരു വ്യഭിചാരമാണെന്ന് തിരിച്ചറിവ് അവർക്കുള്ളത് കൊണ്ടാണ് അത്ര പ്രയാസം. അദാനി പറഞ്ഞാൽ വ്യഭിചരിക്കുന്നത്. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് നോട്ടം വ്യഭിചാരമാണ്,
സംസാരം വ്യഭിചാരമാണ്, മുഖ്യസ്ഥാനം അതിനെ സാധൂകരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ പെടുന്ന ആളുകൾക്ക് ഇനി എന്റെ ഭാവി ജീവിതത്തിൽ ഒരു വ്യഭിചാരി മാത്രമേ എനിക്ക് കിട്ടുകയുള്ളൂ എന്നാണോ ഈ ആയത്തിന്റെ താല്പര്യം എന്ന് ആലോചിക്കുമ്പോൾ പലർക്കും വേദനയും വിഷമവും തോന്നാറുണ്ട്. ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിന് സമാനമായ ഒരു ആശയം അതിലില്ലാതെയില്ല. എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ, ഏതു മേഖലയിൽ നിൽക്കുന്നവനും ആ നിലക്കുള്ള ഒരു ചില ജീവിതമായി ഉണ്ടായിരിക്കും. അപ്പോൾ അന്യ സ്ത്രീകളോട് ഇടപെടുന്നതിലും കാര്യങ്ങളിലും അത്രയും ചിട്ടയും വ്യവസ്ഥയൊന്നും ഇല്ലാത്ത ആളുകൾ സ്വാഭാവികമായും ചെന്നുപെടുന്നത് എങ്ങനെയായിരിക്കും? അത്തരം സംസ്കാരശൂന്യമായ ബന്ധങ്ങളിൽ നിന്നാണ് അവർ എത്തിപ്പെടുന്നതിന് സാധ്യതകളുണ്ട് എല്ലാ അർത്ഥത്തിലും. എന്നാൽ നമ്മൾക്കൊരു തെറ്റ് സംഭവിച്ചു, നമ്മൾ ആത്മാർത്ഥമായി മടങ്ങി അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു നല്ല വിവാഹം കഴിച്ച് ജീവിക്കാൻ പറ്റില്ലെന്ന് എന്തായിരുന്നാലും ഈ ആയത്തിന്റെ താല്പര്യത്തിലില്ല. അതുകൊണ്ട് തെറ്റ് മനസ്സിലാക്കുമ്പോൾ അതിന്റെ ഭവിഷ്യത്തുകൾ മനസ്സിലാക്കി നമ്മൾ അവസാനിപ്പിക്കുക. ആ തെറ്റിനെ ഇനിയുള്ള ഭാവി ജീവിതത്തിൽ മറ്റു തെറ്റുകൾ വരാതിരിക്കുവാനുള്ള, നമ്മളെ ഒന്ന് ക്ലിയർ ആക്കാനുള്ള ഒരു വലിയ പരിവർത്തനത്തിന്റെ ഒരു പോയിന്റായിട്ട് ആ തെറ്റിനെ കാണുകയും കൂടുതൽ വിശുദ്ധമായി ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതിന്റെ പരിഹാരം. വേറൊരു ചോദ്യം ഇവിടെ വന്നിരിക്കുന്നു. ഞാനും ഒരു പെൺകുട്ടിയും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. ഒരു സാഹചര്യത്തിൽ ഒരു വലിയ തെറ്റ് സംഭവിച്ചു. മാതാപിതാക്കൾ ഞങ്ങൾക്കെതിരാണ്. പക്ഷേ അവളെ വിവാഹം കഴിക്കുന്നത് ശരിയാണോ? ഇത് സത്യത്തിൽ ഇത്തരത്തിൽ ചോദ്യങ്ങൾ ഇവിടെ പലതും വന്നപ്പോൾ ഞാൻ വായിക്കാതെ പോയതാണ്. ഇതിൽ തെറ്റുകളെ പരസ്യപ്പെടുത്തുന്ന ഒരു സമീപനം ഒഴിവാക്കാന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സുഹൃത്തുക്കളെ, പലപ്പോഴും ഇത്തരം പ്രേമ ബന്ധങ്ങളിൽ വ്യഭിചാരം പ്രത്യക്ഷമായി തന്നെ സംഭവിക്കുന്നുണ്ട്. വ്യഭിചാരത്തിന്റെ അവസ്ഥ നിങ്ങൾക്കറിയാം. റിയാദുസ്സാലിന്റെ തുടക്കത്തിൽ ക്ഷമയെക്കുറിച്ച് പറയുന്ന അധ്യായം വായിക്കുമ്പോൾ അതിലുണ്ട്, വ്യഭിചരിച്ചൊരു സ്ത്രീ നബിസാസ്മിന്റെ അടുക്കൽ വരികയും അവരെ എറിഞ്ഞു കൊല്ലുകയും ചെയ്യുന്ന സന്ദർഭത്തെക്കുറിച്ച് പറയുന്നു. ആ ഒരു രംഗം നമ്മുടെ മനസ്സിൽ വന്നാൽ ഒരുപക്ഷെ ഒരു ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കീഴിൽ തെളിയിക്കപ്പെടുന്ന സാക്ഷികൾ ഉണ്ടെങ്കിൽ ഇവർ ജീവിക്കുവാൻ അർഹതയില്ലാത്തവരാണ് വ്യഭിചരിക്കുന്ന ആളുകൾ. ആ വിചാരം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ജീവിതത്തിൽ ഒരിക്കലും മറന്നു പോകാൻ പറ്റാത്ത, മരണം പോലും അസ്വസ്ഥമാക്കി തീർക്കുന്ന ഗുരുതരമായ തെറ്റാണ്. വിശുദ്ധ ഖുർആൻ 3 തെറ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് ശിർക്ക്, ഒരിക്കലും പൊറുക്കപ്പെടാം. വലാ യസ്നൂൻ, ഒന്ന് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുക. വലാ യസ്നൂൻ വമൻ യഫ്അൽ ദാലിക യൽഖ അസാമ. മറ്റൊന്ന് കൊലപാതകം, പിന്നൊന്ന് പറഞ്ഞത് വ്യഭിചാരമാണ്. ശിർക്കിനോടൊപ്പം അതേപോലെ തന്നെ കൊലപാതകത്തോടൊപ്പം ചേർത്ത് പറഞ്ഞ ഒന്നാണ് വ്യഭിചാരം. പരലോകത്ത് നമുക്ക് നരകം ഉറപ്പാക്കുന്ന ഗുരുതരമായ ഒരു തിന്മയാണ്. അതുകൊണ്ട് ആ വ്യഭിചരിച്ച സ്ത്രീയെ കല്യാണം കഴിക്കുക എന്നുള്ളത് ഒരിക്കലും വ്യഭിചാരത്തിന്റെ പരിഹാരമായി നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല. ആ സ്ത്രീയുമായുള്ള അവിഹിത ബന്ധങ്ങളാണ് വ്യഭിചാരത്തിലേക്ക് എത്തിച്ചത്. അതുകൊണ്ട് തന്നെ എവിടെ തെറ്റ് ബോധ്യപ്പെടുന്നുവോ ആ നിമിഷം ആ തെറ്റ് അവസാനിച്ച് പിൻവാങ്ങുക എന്നുള്ളതാണ്. ആ തെറ്റിൽ അയാൾക്ക് അവളോടുണ്ടായ ഒരു ബന്ധത്തെയും സ്നേഹത്തെയും അവളെ കൂടെ കിട്ടാനുള്ള ആഗ്രഹത്തെയും നിലനിർത്തുവാൻ വേണ്ടി വീണ്ടും ചിന്തിക്കുന്നു എന്നാണ് ഈ ചോദ്യത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ആശയം. അതുകൊണ്ട് തെറ്റെപ്പോ ബോധ്യപ്പെട്ടോ അപ്പ അവസാനിപ്പിക്കുക. അതാണ് അതിന്റെ ഏറ്റവും വലിയ പരിഹാരം. അതാണ് ജീവിതത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ടത്. വൈദാ ഫഅലു ഫാഹിഷത്തൻ വലദിന ഇദാ ഫഅലു ഫാഹിഷത്തൻ ഔ ലലമു അൻഫുസഹും, വല്ല മോശമായ കാര്യങ്ങൾ ചെയ്യുകയോ ആത്മദ്രോഹം ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹിനെ കുറിച്ച് അവർക്ക് ഓർമ്മ വന്നാൽ ഫസ്തഗ്ഫിറൂ ലിദുനൂബിഹിം, അവിടെ തെറ്റുകൾക്ക് അള്ളാഹുവോട് പാപമോചനം തേടും. വലം യുസിറു അലാ മാ ഫഅലു, പ്രവർത്തിച്ച തെറ്റുകൾ ഒരിക്കലും അവർ ശഠിച്ചു നിൽക്കുകയില്ല. അള്ളാഹുവിനേക്കാളും പാപങ്ങൾ പുറത്തു കൊടുക്കുന്നവർ ആരാണുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ അധികം ചോദ്യങ്ങൾ വായിക്കേണ്ട അവസ്ഥയില്ല. ഇപ്പോൾ ആർക്കെങ്കിലും അത്തരം ഒരു ബന്ധം അവസാനിപ്പിക്കാൻ പ്രയാസവും നിസ്സഹായതയും തോന്നുന്നുവെങ്കിൽ ഈ തീരുമാനത്തിൽ നമ്മൾ പിൻവാങ്ങിയില്ലെങ്കിൽ അതിന്റെ ദുരന്തങ്ങൾ ഇപ്പോൾ പിൻവാങ്ങുമ്പോൾ അനുഭവിക്കുന്ന വേദനയെക്കാളും ശക്തമായ വേദനകളാണ് ഇനിയുള്ള ഭാവി ജീവിതത്തിലും പരലോകത്തും വരാനിരിക്കുന്നത് എന്ന് തിരിച്ചറിയണമെന്നൊരു താക്കീത് മാത്രമാണ് അത്തരം ആളുകൾക്ക് നൽകാനുള്ളത്. നമ്മുടെ മനസ്സ് നന്മയിലേക്ക് വരാനും നല്ല തീരുമാനങ്ങൾ എടുക്കാനും അള്ളാഹു സഹായിക്കട്ടെ. സഹോദരങ്ങൾ, ഒരു മിനിറ്റ്. ഒരു എഴുതി കിട്ടിയ ചോദ്യത്തിന് ശേഷം, മതേതര ഭാരതത്തിൽ ജീവിക്കുമ്പോൾ ഇവിടെ നടക്കുന്ന അന്യമത ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിന്റെ വിധി എന്താണ്? ക്യാമ്പസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിന്റെ വിധി എന്താണ്? അബ്ദുൽ മാലിക് സലഫി ഷഹീർ. മതേതര ഭാരതത്തിൽ ഒരുപാട് മതങ്ങളും മതവിശ്വാസികളുമുള്ള നാട്ടിൽ ജീവിക്കുമ്പോൾ
അന്യമതത്തിൽ വിശ്വസിക്കുന്ന സഹോദരങ്ങളുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിന്റെ വിധി എന്താണ് എന്നാണ് ചോദ്യം. വളരെ ചുരുക്കി പറയാം, സമയം ഇതുമില്ല. ഓരോ മതത്തിനും അതിൻ്റെതായ ആഘോഷങ്ങളുണ്ടാകും. ആ ആഘോഷങ്ങൾക്ക് അതിന്റെ ഒരു വിശ്വാസ പശ്ചാത്തലവും ഉണ്ടാവും. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം തൗഹീദാണ് ഇസ്ലാമിന്റെ ആണിക്കല്ല്, അതിന്റെ അടിവേര്, അതിന്റെ അടിത്തറ എല്ലാം തൗഹീദാണ്. ആ തൗഹീദിന് വിരുദ്ധമാകുന്ന ഒരു ആഘോഷമാവട്ടെ പ്രവർത്തനമാകട്ടെ അതൊരു ആംഗ്യമാണെങ്കിൽ പോലും ഇസ്ലാം അതിനെ അംഗീകരിക്കുന്നില്ല. ഇവിടെ സാധാരണ നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏതാഘോഷമാണെങ്കിലും അതിന്റെ ഒക്കെ പിന്നിൽ ഒരു വിശ്വാസത്തിന്റെ അഥവാ ബഹുദൈവ വിശ്വാസത്തിന്റെ പശ്ചാത്തലമുള്ളതുകൊണ്ട് തന്നെ ഇസ്ലാം അത്തരം ആഘോഷങ്ങളെ അംഗീകരിക്കുന്നില്ല. കാരണം ഇസ്ലാമിന് തൗഹീദിന് വിരുദ്ധമായ ഒന്നിനെ അംഗീകരിക്കാൻ കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തുൽ കാഫിറൂനിലൂടെ അത് ഓതി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം. അതിന്റെ അർത്ഥം മറ്റു കാര്യങ്ങളിലൊന്നും സഹകരിക്കാൻ പാടില്ല എന്നല്ല. നന്മകൾ പരസ്പരം ചെയ്യാം, നല്ല കാര്യത്തിൽ സഹകരിക്കാം. തആവുനു അൽ ബിർരി വത്തഖ്വ വലാ തആവുനു അൽ ഇസ്മി വൽ ഉദ്വാൻ. നിങ്ങൾ നന്മയിൽ പരസ്പരം സഹകരിക്കുക, തിന്മയിൽ പരസ്പരം സഹകരിക്കാതിരിക്കുക. അതേപോലെ തന്നെ ഒരു അന്യമത വിശ്വാസത്തിൽപ്പെട്ട ഒരു ഹിന്ദു സുഹൃത്താണെങ്കിലോ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ സുഹൃത്താണെങ്കിലോ അവരെന്തെങ്കിലും രോഗം വന്നു, പ്രയാസം വന്നു, അല്ലെങ്കിൽ പഠനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ സഹായം ചെയ്തു കൊടുക്കുന്നതിന് ഇസ്ലാം ഒരിക്കലും വിലക്കുന്നില്ലെന്ന് മാത്രമല്ല, അത്തരത്തിലുള്ള സഹായത്തിന് വിശ്വാസികളോട് അള്ളാഹ് കൽപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ലാ യൻഹാകും അല്ലാഹു അനിൽ ലദീന ലം യുഖാതിലുക്കും ഫിദ്ദീൻ വലം യുഖ്രിജൂക്കും മിൻ ദിയാരിക്കും. നിങ്ങളോട് യുദ്ധം ചെയ്യാതിരിക്കുകയും നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളോട് നിങ്ങൾ നന്മ പ്രവർത്തിക്കാൻ അൻതബറുഹും വതുഖ്സിതു ഇലൈഹിം, നിങ്ങൾ അവരോട് ബിർറ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിനും അവർക്ക് പുണ്യം ചെയ്യുന്നതിനും അള്ളാഹു നിങ്ങളോട് വിരോധിക്കുന്നില്ലെന്ന് മാത്രമല്ല, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, അങ്ങനെ നന്മ ചെയ്യുന്ന ആളുകൾക്ക് അവർക്കാണ് അള്ളാഹുവിന്റെ സ്നേഹമുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അപ്പൊ വിശ്വാസപരമായി ശിർക്കൻ വിശ്വാസങ്ങൾ ഉൾക്കൊള്ളുന്ന ആഘോഷമാണെങ്കിൽ അതിൽ ഒരു വിശ്വാസിക്ക് പങ്കെടുക്കാൻ പാടില്ല. അത് ആഘോഷിക്കുന്ന ആളുകളോടുള്ള വിരോധം കൊണ്ടല്ല, നേരെ മറിച്ച് ആ വിശ്വാസം ഇസ്ലാമിക വിരുദ്ധമായതിനാലാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ താടിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം താടി ഒരു പുരുഷന്റെ ചിഹ്നമാണ്. പുരുഷനിൽ നിന്നും സ്ത്രീയിൽ നിന്നും ഉള്ള വ്യത്യാസമാണ് താടി. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീകൾക്ക് താടി കൊടുത്തിട്ടില്ല, പുരുഷന് താടി കൊടുത്തിട്ടുണ്ട്. ഒരു പെണ്ണിന് താടി വളർന്നാൽ ആ പെണ്ണിന് ഒരു അഭിമാന ബോധമല്ല തോന്നുക, ഒരു അപകർഷതാബോധമാണ് തോന്നുക. അപ്പൊ പുരുഷന്റെ അടയാളമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പുരുഷന്മാരോട് പറഞ്ഞു, നിങ്ങൾ താടി വളർത്തണം, അഅ്ഫുൽ ലിഹ വഫിർ ലിഹ എന്നൊക്കെ താടിയെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്റെ ഹദീസിൽ കാണാം. അമ്പിയാക്കന്മാരുടെ ചര്യയായിരുന്നു താടി. എല്ലാ അമ്പിയാക്കന്മാർക്കും താടി ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾക്കും താടി ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ പ്രവാചകന്റെ അടുക്കിലേക്ക് താടി ഇല്ലാതെ വന്ന ദൂതന്മാരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അന്യരാജ്യത്തിൽ വന്ന ദൂതന്മാരോട് പോലും പ്രവാചകൻ അവർ മുഖം തിരിച്ച സംഭവങ്ങളൊക്കെ ഹദീസിൽ കാണാൻ കഴിയും. ഇനി ഇസ്ലാമിൽ താടി വെക്കാൻ വേണ്ടി പറയുമ്പോൾ ചില ആളുകൾക്ക് അരോചകമാവുകയും ഏതെങ്കിലും ഒരു സിനിമാതാരം താടി വെച്ചാൽ അത് അനുകരിക്കാൻ വെമ്പൽ കൊള്ളുകയും ചെയ്യുന്ന ഒരു തലമുറ യുവത്വത്തിലുണ്ട്. അത് നമ്മൾ തിരിച്ചറിയാം. നമ്മൾ റസൂലുള്ളയാണ് മോഡലാക്കേണ്ടത്, സിനിമാ നടന്മാരെയല്ല. അത് അവർക്കുള്ള ജീവിതമാണ്. പക്ഷെ നമ്മുടെ ജീവിതം പരലോകത്താണ്. ആ ജീവിതത്തിന് മാതൃക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പ്രവാചകനും സഹാബത്തിന്റെ മാതൃകയാണ് നമുക്ക് ഏറ്റവും കരണീയമായിട്ടുള്ളത് എന്നുണർത്തുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ക്യാമ്പസുകളിൽ വ്യാപകമായ രൂപത്തിൽ ഉപയോഗിക്കുന്ന ലഹരി, കഞ്ചാവ്, പുകവലി, മദ്യം, ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിലുള്ള വിശദീകരണം ഹാരിസ് മൗലവി നൽകും. അസ്സലാമു അലൈക്കും. നിങ്ങൾ സാധാരണ കുട്ടികൾ വഴിതെറ്റി പോകുമ്പോൾ എങ്ങനെ മനസ്സിലാക്കാമെന്ന് ഉമ്മമാർ ചോദിച്ചാൽ ഞങ്ങൾ സാധാരണ പറഞ്ഞു കൊടുക്കാറുള്ളത്, അവൻ സ്മോക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കും. സ്മോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ജീവിതത്തിന്റെ ധാർമ്മികതയിൽ നിന്നുള്ള ഒരു വ്യതിചലനത്തിന്റെ ഒരു സിംപ്റ്റം, ഒരു ലക്ഷണമായിട്ടാണ് നമ്മൾ വിലയിരുത്തപ്പെടുക. കാരണം അത് അങ്ങനെയുള്ള ഒരു കമ്പനിയിൽ നിന്ന് ഒരു ബീഡി പകർന്നു കിട്ടുള്ളൂ. ആ കമ്പനിയിലേക്കുള്ള കണക്ഷൻ വരുന്നതോടുകൂടി അതിന്റെ തരം മാറുന്നതാണ്. ചില പണ്ഡിതന്മാരൊക്കെ, ഷെയ്ഖ് സാലിഹിൻ ഹുസൈമിനെ പോലുള്ള ആളുകളൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇത് ഹറാമാണെന്നാണ്. അത് അവർ പറഞ്ഞ തെളിവ് നമ്മൾ പരിശോധിച്ച് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം.
അവർ പറഞ്ഞ തെളിവ് എന്താന്ന് ചോദിച്ചാൽ, ഒന്ന്, പുകവലി കൊണ്ട് മാത്രം ഒരാൾക്ക് മരണം സംഭവിക്കാം. പുകവലി കൊണ്ട് മാത്രം ഒരാൾക്ക് മരണം സംഭവിക്കാം എന്ന് ഡോക്ടർമാർ വളരെ ശക്തമായി തെളിയിച്ചു പറഞ്ഞതുകൊണ്ട് ഒരു മനുഷ്യന്റെ കാരണമായി തീരാവുന്ന ഒരു ദുഷ്പ്രവൃത്തി എന്തായാലും നിഷിദ്ധമാകാതിരിക്കൂല എന്നാണ് അവരതിന് പറയുന്ന ഒരു തെളിവ്. അതേപോലെ തന്നെ ഒരാ തുൽക്കൂബി ഐദീക്കും ഇല തെഹ്ലുക്ക, നിങ്ങൾ നാശത്തിലേക്ക് കൊണ്ടുപോയി നിങ്ങളെ വീഴ്ത്തരുതേ എന്ന് പറയുന്നതും വലാ തഖ്തുലു അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ കൊന്നുകളയരുതേ എന്ന് പറയുന്നതും ഈ ആയത്തുകൾ അദ്ദേഹം തെളിവായിട്ട് ഉദ്ധരിക്കുന്നുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ജീവിതത്തിൽ നമ്മുടെ മാന്യതയ്ക്ക് പരിക്കേൽക്കുന്ന, മറ്റുള്ളവർക്ക് മുമ്പിൽ നമ്മുടെ ധാർമ്മികത ചോദ്യം ചെയ്യപ്പെടുന്ന, നമ്മുടെ പണം അന്യായമായി നഷ്ടപ്പെടുത്തി പരലോകത്ത് മറുപടി പറയാൻ നമ്മൾ പ്രയാസപ്പെടുന്ന രൂപത്തിലുള്ള വളരെ വില കൂടിയതാണ് നാം പലരും ഉപയോഗിക്കുന്ന സിഗരറ്റുകളും മറ്റു സൗകര്യങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ട് നാളെ പരലോകത്ത് എന്ത് കണക്കിലാണ് നമ്മൾ ഉൾപ്പെടുത്തുക? ആ കണക്ക് പറഞ്ഞിട്ടേ പരലോകത്ത് പോകാൻ പറ്റുള്ളൂ. ഒരുപക്ഷെ നമുക്ക് വരുന്നൊരു അറ്റാക്കോ ഒരു ക്യാൻസറോ പുകവലി മൂലമാണെന്ന് നമുക്ക് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ നമ്മെ സ്വയം മരണത്തിലേക്ക് നയിച്ചതിന്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. അതുകൊണ്ട് ആരെങ്കിലും പുകവലിക്കുന്നുണ്ടെങ്കിൽ ഒരു മാന്യമായ ജീവിതത്തിനും മാന്യമായ ഇടപെടലിനും അത് ഭംഗം വരുത്തും. നമുക്കുള്ളതിനേക്കാളും ദോഷം മറ്റുള്ളവർക്ക് വരുത്തും നമ്മൾ മനസ്സിലാക്കണം. ഒരു ചെറിയ കുട്ടി നമ്മുടെ സ്നേഹത്തോടെ നമ്മുടെ മടിയിൽ ഇരിക്കുമ്പോൾ പോലും ആ കുട്ടി നിഷ്കളങ്കതയോടെ ചോദിക്കും, എന്താണ് ഇക്കനെ ഒരു വാസന എന്ന് ചോദിച്ചാൽ അത് മാത്രം മതി. അല്പം മാനുഷികമായ മനസ്സുള്ള ആളുകൾക്ക് പിൻവാങ്ങാൻ അത് മാത്രം മതി. മാന്യമായൊരു ജീവിതം, ധാർമ്മികമായൊരു ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളും പുകവലിക്കരുത്. ഒരുപക്ഷെ കഴിഞ്ഞ പ്രോഫ്കോണിന്റെ സംഘാടകർ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ചില ആളുകൾ എങ്ങനെ തടഞ്ഞാലും പുറത്തു പോകണം എന്ന് വാശി പിടിച്ച് ഗേറ്റിലുള്ള ആളുകളെ ബുദ്ധിമുട്ടിച്ചപ്പോൾ ഒരാളോട് സ്നേഹത്തോടെ ചോദിച്ചു, എന്താണെന്ന് എന്റെ പ്രശ്നം, നമ്മൾ പരിഹരിച്ചു തരാന്ന്. അപ്പൊ അയാൾ പറഞ്ഞാൽ വെച്ചാൽ എനിക്കൊന്ന് സ്മോക്ക് ചെയ്യണം, അല്ലാതെ പറ്റൂല, ഇനിയിവിടെ ഇരിക്കാൻ എനിക്ക് പറ്റൂലെന്ന്. അതിന്റെ അഡിക്ഷൻ നിങ്ങൾ ആലോചിച്ചു, നിങ്ങൾ എത്രമാത്രം അതിന്റെ ഒരു അഡിക്ഷൻ, ലഹരി പോലെ തന്നെ ഒരു അഡിക്ഷനായി മാറിയിരിക്കുന്നു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ലഹരി പദാർത്ഥങ്ങളെ കുറിച്ചാണ് ഞാൻ എന്റെ സുഹൃത്തുക്കളോട് വളരെ സ്നേഹപൂർവ്വം പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു ലഹരി ഉപയോഗിക്കാൻ കഞ്ചാവോ അല്ലെങ്കിൽ മദ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രഗ്സോ ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരോ വിചാരിക്കുന്നവരല്ല. മദ്യം ഒരിക്കലും രുചികരമായ ഒരു വസ്തുവല്ല. അതിന്റെ അപകടത്തെ കുറിച്ച് അറിയാത്ത ആരുമില്ല. പക്ഷെ എന്തറിയോ, ഈ മദ്യപാനത്തിലും ഇത്തരം ലഹരി പദാർത്ഥങ്ങളിലും എത്തിപ്പെട്ട ആളുകളൊക്കെ ചില സന്ദർഭങ്ങളിൽ എത്തിപ്പെട്ടതാണ്. എനിക്ക് ക്യാമ്പസിൽ നിന്ന് വന്നതോടെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എപ്പോഴും ജാഗ്രതയോടുകൂടി ഇരിക്കണം. നിങ്ങൾ അകപ്പെട്ടു പോകുന്നതിന് നിങ്ങൾ സൂക്ഷിക്കണം. ഒരു ടൂർ നിങ്ങൾ ഒന്നിച്ചു പോയി, ഒരു കാറെടുത്ത് ഒന്നിച്ചു പോയി, ഞാൻ പറഞ്ഞ വേറെ 5 ആളുകളിൽ 4 പേരും മദ്യപിക്കുന്നവരാണെങ്കിൽ ഒരു സന്തോഷത്തിന് എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഒരു പ്രാവശ്യം മദ്യം നമ്മൾ അനുഭവിച്ചാൽ പിന്നെ ജീവിതത്തിൽ അത് നമ്മളെ നരകത്തിൽ എത്തിക്കുവോളം അല്ലെങ്കിൽ ജീവിതത്തിനെ മുഴുവൻ നശിപ്പിക്കുവോളം ആ മദ്യം നമ്മളെ തൊട്ട് പിൻവാങ്ങുകയില്ല. ഞങ്ങളുടെ നാട്ടിൽ ഒരു +2 ഹോസ്റ്റലിൽ നടന്ന കാര്യമാണ്. രാത്രി 1 മണിക്ക് കുട്ടികളെ മുഴുവൻ വിളിച്ചുണർത്തി അവിടുത്തെ സീനിയർ സ്റ്റുഡൻസ് എല്ലാവരെ കൊണ്ടും 1 സ്പൂൺ മദ്യം അവരെ കൊണ്ട് നിർബന്ധിച്ചു കുടിപ്പിച്ചു. അതിന് കാരണമായി പറയുന്നത്, നാളെ മുതൽ ഞങ്ങൾ ഇവിടെ മദ്യപിക്കും. പുതിയ അഡ്മിഷൻ വന്ന ആളുകൾ ഞങ്ങൾ മദ്യപിക്കുന്ന വിവരം വീട്ടിലോ നാട്ടിലോ വാർഡനോടോ പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ ഹാജരാക്കും. നീ മദ്യപിച്ചിട്ടില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ നീ ഇല്ലെന്ന് എങ്ങനെ മറുപടി പറയുന്നു? അവർക്ക് മദ്യപിക്കാൻ സൗകര്യമൊരുക്കാനാണ് അവരത് ചെയ്തത്. ഒരു പക്ഷെ നിർബന്ധിക്കപ്പെടുന്ന സാഹചര്യങ്ങളും വരാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മുതുമിനുൽ ഹംർ, മദ്യം സിരകളിലോടുള്ള അവസ്ഥയിൽ, ആ ഒരു അവസ്ഥയിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കാത്തവനാണെന്ന് നബി സല്ലല്ലാഹു പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ബൈക്കിൽ യാത്ര ചെയ്യുന്ന പല സന്ദർഭങ്ങളിലും ഇത്തരം അപകട മരണങ്ങൾ സംഭവിക്കുന്ന നമ്മുടെ ക്യാമ്പസിലെ പല കുട്ടികളും ഒരുപക്ഷെ പോസ്റ്റ്മോർട്ടത്തിന്റെ സമയങ്ങളിലൊക്കെ അവർ ലഹരി ഉപയോഗിച്ചവരാണെന്ന് കണ്ടെത്തുമ്പോൾ ജീവിതത്തിന്റെ സമാപനം, അള്ളാഹുവിലേക്കുള്ള തിരിച്ചുപോക്ക് എന്തൊരവസ്ഥയിലാണെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ മാത്രമല്ല, ലഹരി നിങ്ങൾ ഉപയോഗിച്ചത് പെട്ടെന്ന് മനസ്സിലാകും. ഒരു മെഡിക്കൽ സ്റ്റുഡന്റ്, അയാളുടെ വിവാഹം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അയാളുടെ ഭാര്യ നിർബന്ധം പിടിച്ചു എന്നെ ഡൈവേഴ്സ് ചെയ്യണം. അപ്പൊ വെറുതെ ഒരു അന്വേഷണം നടത്തിയപ്പോൾ എന്താച്ചാൽ അയാൾക്ക് എന്തോ നോർമൽ അല്ലാത്തൊരവസ്ഥ അവൾ മനസ്സിലാക്കി. അവളും ഒരു ഡോക്ടർ ആവുന്നത് കൊണ്ട് 2 ദിവസത്തെ അവനെ കുറിച്ചുള്ള പഠനം കൊണ്ട് അവൻ എന്തോ മാരകമായ ഒരു ലഹരി വസ്തു ഉപയോഗിക്കുന്നതായിട്ട് അവൾ കണ്ടെത്തി. ആ വിവാഹം അവിടെ അവസാനിച്ചു. ഞാൻ പറഞ്ഞ, എന്തായിരുന്നാലും നിങ്ങളുടെ കുടുംബ ജീവിതത്തിലും ഭാവി ജീവിതത്തിലും എല്ലാം മാരകമായ ദുരന്തമുണ്ടാക്കും. നാളെ പരലോകത്ത് നമുക്ക് സ്വർഗം നഷ്ടപ്പെടുത്തും.
അതുകൊണ്ട് എന്റെ സുഹൃത്തുക്കളോട് വല്ലവരും ഉപയോഗിച്ച് തുടങ്ങിയവരോ അങ്ങനത്തെ ആളുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തം ഒരു തീരുമാനമെടുക്കാൻ പറ്റില്ലെങ്കിൽ ഈ അഡിക്ഷൻ സെന്റർ നിങ്ങൾക്ക് മതപരമായും അതേപോലെ തന്നെ വൈദ്യശാസ്ത്രപരമായും നിങ്ങളെ സഹായിക്കാൻ പറ്റുന്ന നമ്മൾ നേരിട്ടിടപെട്ട് നടത്തുന്ന കൗൺസിലിംഗ് സെന്ററുകളുണ്ട്. നിങ്ങൾക്കാണെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കാണെങ്കിലും ഞങ്ങളെ കാര്യത്തിൽ നിങ്ങളെ സഹായിക്കും. 21 ദിവസം നമ്മുടെ കൂടെ താമസിച്ചാൽ അവർക്ക് പൂർണ്ണമായ മതപരമായ ഉപദേശങ്ങളിലൂടെയും നല്ല മെഡിസിനിലൂടെയും തന്നെ അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. നല്ല കൗൺസിലേഴ്സും സൈക്കാട്രിക് ഡോക്ടർമാരുമുള്ള നല്ലൊരു സെന്ററാണ്. ഉള്ളിലൊരു പള്ളിയോടുകൂടെ നല്ലൊരു സംവിധാനമാണുള്ളത്. അത്തരം ആളുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയിട്ടെങ്കിലും നിങ്ങൾ മാറണം. ഉപയോഗിക്കാത്തവർ തീരുമാനിക്കുക. ജീവിതത്തിൽ ഒരു സാഹചര്യത്തിലും ഒരു തുള്ളി പോലും ഒരു പുക പോലും എന്റെ ജീവിതത്തിൽ അത് ഞാൻ പരീക്ഷിക്കില്ലെന്ന് നിങ്ങൾ കണിശമായ തീരുമാനമെടുക്കണം. അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളും കമ്പനികളുടെ പാർട്ടികളും നിങ്ങളുടെ ടൂർ സന്ദർഭങ്ങളുമെല്ലാം ഒരുപക്ഷെ നിങ്ങൾ എത്ര സൂക്ഷിച്ചാലും അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട്. ഇന്നമൽ ഹംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു. അത് പൈശാചിക പ്രവർത്തനങ്ങളാണ്. അത് നിങ്ങൾ ഉപേക്ഷിച്ചേ പറ്റൂ എന്ന് നിർബന്ധമായും ഖുർആൻ പറഞ്ഞതുകൊണ്ട് ആ കൽപ്പനയ്ക്ക് വിരുദ്ധം ചെയ്ത് അള്ളാഹുവിന്റെ അടുക്കൽ ചെന്നാൽ ഈ ആയത്ത് നരകത്തിലേക്ക് നമുക്ക് പോകാനുള്ള ഒരു സാക്ഷിയായി ഖുർആനിൽ ഉണ്ടാകും എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണമെന്ന് ഉറപ്പെടുത്താണ്. ലഹരി ഇത് ഇവിടെ പല ആളുകളും പല രൂപത്തിൽ ചോദിച്ച ചോദ്യമാണത്. ലഹരി പദാർത്ഥങ്ങളെ കൊണ്ടുള്ള വസ്തുക്കൾ എല്ലാം ഹറാമാണല്ലോ, ഖുർആൻ എന്താണ് ഖുർആൻ പറയുന്നത്? പക്ഷേ ചില ഉസ്താദുമാരോട് ചോദിച്ചാൽ അവർ സിഗരറ്റ് വലിക്കുന്നത് ഹറാമല്ലെന്നാണ് പറയുന്നത്. ഇതിനെപ്പറ്റി വിശദീകരിക്കാമെന്ന് ഞാൻ പറഞ്ഞു. ഹറാമാണെന്നു തന്നെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. തെളിവായിട്ട് അവർ പറഞ്ഞ ആയത്തുകളും ഞാനിവിടെ ഉദ്ധരിക്കുകയുണ്ടായി. സ്മോക്കിംഗ് ഇസ്ലാമികപരമായി തെറ്റാണെന്ന് വേറെ ആൾ ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്റെ ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇതിന് വേറൊരു ചോദ്യം, എന്റെ സുഹൃത്ത് ഒരു മദ്യപാനിയാണ് എങ്കിൽ ഞാൻ അവനോട് എങ്ങനെ അവനെ മാറ്റിക്കൊണ്ടുവരാൻ പറ്റുന്നതാണ് ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന്, ഒരു മദ്യപാനിയെ അഡിക്റ്റായ ഒരാളെ മാറ്റാനുള്ള ഒന്നാമത്തെ സ്റ്റേജ് അവനെ നമ്മൾ കൺവിൻസ് ചെയ്യാനുള്ളതാണ്. എനിക്കിതിൽ നിന്ന് മാറണം എന്ന് അവൻ പറയണം. അവനെ കൊണ്ട് പറയിപ്പിക്കണം. അവനെ ബോധവൽക്കരിച്ചിട്ടാൻ പറയണം. എനിക്കിതിൽ നിന്ന് രക്ഷപ്പെട്ട് കിട്ടണമെന്ന് അവൻ സ്വന്തം പറയണം. പിതാവിന്റെ നിർബന്ധത്തിനോ ഭാര്യന്റെ നിർബന്ധത്തിനോ സുഹൃത്തിന്റെ നിർബന്ധത്തിനോ ഒരു മദ്യപാനിയെ മാറ്റാൻ നമുക്ക് പറ്റൂല. അതുകൊണ്ട് അവനെ ഇതിന്റെ ഭവിഷ്യത്തുകൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവൻ എനിക്ക് മാറണം എന്നവൻ പറഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. പിന്നെ അവനെ മാറ്റാൻ നമുക്ക് പറ്റും. നല്ല സൗഹൃദത്തിലൂടെ, നല്ല ബന്ധത്തിലൂടെ, നല്ല സാഹചര്യത്തിലൂടെ, ഇത്തരം ഡി അഡിക്ഷൻ സെന്ററുകളിലൂടെ, നല്ല റീഹാബിലിറ്റേഷനിലൂടെ ഒരു വ്യക്തിയെ മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് നിങ്ങളുടെ വല്ല സുഹൃത്തുക്കളും അത്തരം തിന്മയിൽപ്പെട്ടവരുണ്ടെങ്കിൽ നിങ്ങൾ പോയാൽ ഇടപെടണം, അവരെ മാറ്റണം. അത് ഒരു ജീവിതത്തെ പുനർജനിപ്പിക്കുന്നതിന് തുല്യമായിരിക്കും. അത്രയും നല്ലൊരു സേവനമാണ് അത്തരം ആളുകൾ രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം. പിന്നെ പല ഡ്രഗ്സും ആളുകൾ ഉപയോഗിക്കുന്നവരുണ്ട്. നമുക്കൊരിക്കലും പരിചയമില്ലാത്ത പുതിയ പുതിയ സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ സൂക്ഷിച്ചു വേണം ഉപയോഗിക്കാൻ. അതിനെക്കുറിച്ച് നല്ല അറിവും വിവരവും നിങ്ങൾക്കുണ്ട്. അതിനെപ്പറ്റി എപ്പോഴും നിങ്ങൾ ജാഗ്രത കാണിക്കണം എന്ന് ഓർമ്മപ്പെടുത്താണ്. ഞാൻ 21 വയസ്സുള്ള ഒരു യുവാവാണ്. സ്വയം ഭോഗം ജീവിതത്തിന്റെ ഭാഗമായ ഒരു അവസ്ഥയിലാണ് ഞാനുള്ളത്. ഇതിൽ നിന്നും പിന്മാറാനുള്ള മാർഗങ്ങൾ നിർദ്ദേശിക്കാമോ എന്നാണ്. ഇത് ധാരാളം ആളുകൾ സാധാരണ ചോദിച്ചു വരാറുള്ള ചോദ്യമാണ്. നമ്മുടെ കൗൺസിലിംഗ് സെന്ററിൽ പേഴ്സണൽ കൗൺസിലിംഗിന് വരുന്ന വലിയൊരു വിഭാഗം ആളുകൾ ഈ പ്രശ്നത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ നിങ്ങളോട് പറയുന്നത് വെച്ചാൽ, പൊതുവെ അല്പം സദാചാര ബോധത്തോടെ ജീവിക്കുന്ന ആളുകൾ തങ്ങളുടെ ലൈംഗികമായിട്ടുള്ള താല്പര്യങ്ങൾ നിയന്ത്രണം വിട്ടുപോകുന്ന ഒരു സാഹചര്യം വരുമ്പോൾ പൊതുവെ മറ്റുള്ളവർക്കിടയിൽ മറ്റൊരു പങ്കാളിയെ, അത് പിന്നെ സ്വവർഗരതിയാവട്ടെ വ്യഭിചാരമാകട്ടെ, മറ്റൊരു പങ്കാളിയെ കണ്ടെത്തുമ്പോൾ സ്വാഭാവികമായും തന്റെ തിന്മ മറ്റൊരാൾ അറിയുന്നു എന്ന നിലക്ക് സ്വകാര്യമായും മറ്റുള്ളവരറിയാതെയും നിർവഹിക്കാൻ പറ്റുന്ന ഒരു ലൈംഗികമായിട്ടുള്ള ഒരു വഴി എന്ന നിലക്കാണ് സ്വയംഭോഗത്തെ പലരും സ്വീകരിക്കുന്നത്. സ്വയംഭോഗം മറ്റുള്ള തെറ്റുകളെ പോലെ തന്നെ വ്യഭിചാരത്തിന്റെ ഭാഗമായി വരുന്നതാണ്. അത് തെറ്റാണ് എന്ന് ഖുർആനിലെ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് കൊണ്ട് നിങ്ങൾ സംശയിക്കേണ്ടതില്ല. വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിദൂൻ, അവരുടെ മുഖ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കുന്നവരാണ്. ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലക്കത് അയ്മാനുഹും, സ്വന്തം ഇണകളിലും വലം കൈവിടപ്പെട്ട അടിമകളിലുമല്ലാതെ അവർ ലൈംഗികപരമായ ഒരു കാര്യവും അവർ നിർവഹിക്കുകയില്ല. സ്വന്തം ഭാര്യയല്ലാത്ത മറ്റെന്തെങ്കിലും ഒരു വഴി ലൈംഗിക സംതൃപ്തിക്ക് വേണ്ടി ഒരാൾ ആഗ്രഹിച്ചാൽ, ഒരാൾ തേടിയാൽ, ഉലൈക ഹുമുൽ ആദൂൻ, അവർ തെറ്റ് പ്രവർത്തിക്കുന്നവരാണ്, അതിര് വിട്ടവരാണ്, ഇസ്ലാമിന്റെ നിയമാതിർത്തികൾ ലംഘിച്ചവരാണെന്ന് ഖുർആനിൽ ഉള്ളതുകൊണ്ട് ആ വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് സംശയിക്കുകയോ ചർച്ച ചെയ്യുകയോ വേണ്ട ആവശ്യമില്ല. അത് ഇസ്ലാം വിരോധിച്ച കാര്യം തന്നെയാണ്.
പക്ഷെ സ്വാഭാവികമായും ഇത്തരം സംഗതികളിലേക്ക് ഒരു ബോധമില്ലാത്ത പ്രായത്തിലാണ് നമ്മൾ എത്തിപ്പെടുന്നത്. അങ്ങനെ എത്തിപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് നിർത്താൻ പറ്റും. നിങ്ങൾ നിർത്താതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്കത് നിയന്ത്രിക്കാൻ പറ്റാത്തൊരു സ്റ്റേജിലേക്ക് എത്തും. മാത്രമല്ല, നിങ്ങളുടെ ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ ദാമ്പത്യ ജീവിതം തകരാറാവും. കാരണം പ്രകൃതിക്ക് അനുകൂലമായ ഒരു ലൈംഗികമായ ബന്ധമാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ നടക്കുന്നത്. എന്നാൽ ഇതിന് വിരുദ്ധമായ, പ്രകൃതി വിരുദ്ധമായ ഒരു ബന്ധം ഒരാൾ നടത്തുമ്പോൾ സ്വാഭാവികമായും അത് വളരെയധികം നമ്മുടെ ജനനേന്ദ്രിയങ്ങൾക്കും അവയവങ്ങൾക്കും പരിക്കുണ്ടാക്കുന്നു എന്ന് മാത്രമല്ല, വളരെ നല്ല രൂപത്തിലുള്ള ഒരു ബന്ധം, ശാരീരിക ബന്ധം ദാമ്പത്യ ജീവിതത്തിൽ നടത്താൻ ഒരുപക്ഷെ നമുക്ക് പരാജയം സംഭവിക്കാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് അവസാനിപ്പിക്കുന്നതിൽ പ്രധാനം. ഇതിലേക്ക് എങ്ങനെ എത്തുന്നു എന്ന് ചോദിച്ചാൽ, വെറുതെ ഒരാൾക്ക് ഒരു മാസ്റ്റർബേഷൻ ചെയ്യാൻ പറ്റൂല. സ്വന്തമായ ഒരു ചലനം ഉണ്ടാക്കാൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഒരു പ്രചോദനം മനസ്സിൽ വേണം, ഒരു ബിംബം മുന്നിലുണ്ടെങ്കിലേ സാധിക്കും. അപ്പൊ നമ്മൾ എപ്പോഴോ നോക്കി കണ്ടുവെച്ച ഏതോ തെറ്റായ ഒരു ചിത്രമാണ് നമ്മളെ സ്വാഭാവികമായും അത്തരം തിന്മയ്ക്ക് വേണ്ടി പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ കണ്ണെന്ന ക്യാമറയിലൂടെ നമ്മുടെ ലൈംഗികമായ ഒരു ഉത്തേജനത്തിലേക്ക് നയിക്കുന്ന ഒരു മോഡൽ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാതിരിക്കുക. അതുകൊണ്ട് കണ്ണുകളെ നമ്മൾ താഴ്ത്തുക, സൂക്ഷിക്കുക. അതേമാതിരി വളരെ മോശപ്പെട്ട പിക്ചറുകളോ മൂവികളോ നമ്മൾ കാണാതിരിക്കുക. ഒരു പ്രചോദനവും പ്രേരണയിൽ നിന്നുമാണ് ഇതിലേക്ക് എത്തുന്നത്. ഒന്നതാണ്. രണ്ടാമത് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്, ഒരു വെച്ചുകൊണ്ട് സീഡികളൊക്കെ കേട്ട് അയാൾ മാറിക്കഴിഞ്ഞപ്പോൾ അയാൾ എനിക്ക് പേഴ്സണൽ മെസ്സേജ് ചെയ്തു, നിങ്ങൾക്ക് പലർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു അനുഭവ അറിവ് ഞാൻ നിങ്ങൾക്ക് കൈമാറുന്നു എന്ന്. അങ്ങനെ ഞാൻ ഡൗൺലോഡ് ചെയ്ത് കേട്ടപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു അറിവാണ്. അദ്ദേഹം പറഞ്ഞു വെച്ചാൽ, തെറ്റായ ജീവിത കാലഘട്ടങ്ങളിൽ ഞാൻ സ്വയംഭോഗത്തിന് അടിമയായിരുന്നു. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം എന്റെ ജീവിതം ചിട്ടപ്പെടുത്തിയപ്പോഴും സ്വയംഭോഗം മാത്രം എനിക്ക് നിയന്ത്രണ വിധേയമല്ലാതായി. അപ്പോൾ ഞാൻ ഒരു പ്രഭാഷണത്തിൽ കേട്ടു, ബാത്റൂമിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്, അല്ലാഹുവേ ആൺപിശാചിന്റെയും പെൺപിശാചിന്റെയും ഉപദ്രവത്തിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്നൊരു പ്രാർത്ഥന ഞാൻ പഠിച്ചു. ഞാൻ ബാത്റൂമിൽ പ്രവേശിക്കുമ്പോൾ ആ പ്രാർത്ഥന എന്നു ഞാൻ ചൊല്ലാൻ ആരംഭിച്ചു, അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് അത്തരം ഒരു ദുഷ്പ്രവൃത്തി ഓർമ്മ വരികയോ ചെയ്യുകയോ ഞാൻ ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം ഒരു പേഴ്സണൽ മെസ്സേജ് ചെയ്തു. പിശാചാണ് തിന്മകൾക്ക് പ്രേരിപ്പിക്കുന്നത്. പൈശാചികമായ ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന ഒരു ഇടമാണ് സ്വകാര്യമായിട്ടുള്ള ഇത്തരം സ്ഥലങ്ങൾ. അവിടെ എത്തുമ്പോൾ അള്ളാഹുവോട് കാവലിനെ ചോദിച്ച് ആ പ്രാർത്ഥനകൾ ചൊല്ലി നമ്മൾ പ്രവേശിക്കുക എന്നുള്ളതും ജീവിതത്തിൽ എപ്പോഴും ഇസ്തിആദത്ത്, രക്ഷാവചനങ്ങൾ, രക്ഷ തേടാനുള്ള വചനങ്ങളെ ജീവിതത്തിൽ ശീലമാക്കാനും നമ്മൾ എല്ലാവരും ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതാണ് ആ കാര്യത്തിൽ പറയാനുള്ളത്. മറ്റൊരു ചോദ്യം കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ആൻസറുകൾ പെട്ടെന്ന് തീർക്കാനുള്ള നിലയ്ക്ക് ഇതുകൂടെ ഞാൻ പറയാണ്. ദേഷ്യം ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഉമ്മാരൊക്കെ കംപ്ലൈന്റ് വേണ്ടതാണ്. ഭയങ്കര ദേഷ്യം, എന്തെങ്കിലും പറയുമ്പോഴേക്കും അവൻ ഒന്നടി ചാടി വല്ല വിഴുങ്ങാൻ വരുന്ന മാതിരി എന്റെ നേരക്ക് വരും എന്ന് പല ഉമ്മമാരും കുട്ടികളെ കൊണ്ടുവരുമ്പോൾ പറയാറുണ്ട്. നിങ്ങൾ ആരെങ്കിലും അങ്ങനത്തെ ഒരു സ്വഭാവം നിങ്ങളുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ ഉണ്ടോ എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന്, നമ്മൾ മാതാപിതാക്കളോട് അങ്ങനെ പെരുമാറുക എന്ന് പറഞ്ഞാൽ അത് ഒക്കൂക്കുൽ വാലിദൈൻ, മാതാപിതാക്കളെ മാനസികമായി വിഷമിപ്പിക്കാന്ന് പറഞ്ഞാൽ അക്ബറുൽ കബായിർ, മഹാപാപങ്ങളിൽ ഏറ്റവും വലിയ പാപമാണ്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് എന്താ, ഞാൻ മനസ്സിലാക്കിയോടത്തോളം വിശുദ്ധ ഖുർആൻ സത്യവിശ്വാസികളുടെ ഗുണം പറഞ്ഞപ്പോൾ അല്ലതിനെ യുംഫിഖൂന ഫിസ്സറാഇ വദ്ദറാഇ, രഹസ്യത്തിലും സന്തോഷത്തിലും ദുഃഖത്തിലും അവർ ചെലവഴിക്കും. സമ്പത്ത് ചെലവഴിക്കുന്നവർക്ക് അവർക്ക് ദാരിദ്ര്യമെന്നോ സമ്പത്തിന്റെ അവസ്ഥ ഒന്നും അവർ നോക്കൂല, അവർ കൊടുക്കും പരലോകത്ത് വിചാരിച്ചിട്ട്. ആ കൂടുതൽ അള്ളാഹു പറയുന്നത് വൽ ഖാലിമീനൽ ഗൈബ്, കോപങ്ങളെ അടക്കി വെക്കണം. എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ നമ്മുടെ മനസ്സിൽ എന്തൊക്കെയോ വ്യാകുലതകൾ, ഒരു പക്ഷേ നമ്മൾ ചെയ്യുന്ന തെറ്റുകളെ കുറിച്ചുള്ള കുറ്റബോധമാകും, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം, നമ്മുടെ പരീക്ഷകളും നമ്മുടെ ജീവിതത്തിന്റെ ആഗ്രഹങ്ങളൊന്നും സ്മൂത്തായി നടക്കാത്ത ഒരവസ്ഥ കൊണ്ടാവാം. അതുകൊണ്ടൊക്കെ ചിലപ്പോൾ എന്താ പറയുക, മാനസിക സംഘർഷങ്ങൾ വരും. മാനസിക സംഘർഷങ്ങളുടെ ഒരു സിംറ്റമാണ് യഥാർത്ഥത്തിൽ ദേഷ്യം എന്ന് പറഞ്ഞാൽ. നമ്മൾ ഏറ്റവും അടുത്ത ബന്ധുക്കളോട് അത് പൊട്ടിത്തെറിക്കുമ്പോൾ തൽക്കാലം മനസ്സിന്റെ ആ പ്രയാസങ്ങൾക്ക് ഒരു ആശ്വാസം കിട്ടും. ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ കേട്ടൊരു കാര്യമാണ്, ഈ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളിലൊക്കെ പല കുട്ടികളും അവർക്ക് പറ്റാത്തൊരു കോഴ്സാണ്, വീട്ടുകാരുടെ നിർബന്ധത്തിൽ പോയി ചേർന്ന ആളുകളുണ്ട്. ഇവരിങ്ങനെ ഇയർ ഔട്ടായി ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി ഇനി എന്താ ചെയ്യാന്നുള്ള ഒരു വലിയ പ്രശ്നമാണ്. അപ്പൊ ഞാൻ ഇപ്രാവശ്യം ഒരു പയ്യനെ കണ്ടെന്നുവെച്ചാൽ അവന് വെറുതെ റൂമിൽ വാതിലടിച്ച് കിടക്കുക, കമിഴ്ന്നിങ്ങനെ കിടക്കുക പകല് മുഴുവനും. ശരിക്കും അവന്റെ രൂപം കണ്ടവരെ ഭ്രാന്തായി പോയോന്ന് ഉമ്മാക്ക് പേടി. നമ്മൾ വെറുതെ വിളിച്ച് ഇങ്ങനെ സംസാരിച്ചു നോക്കുമ്പോൾ എന്താണെന്നറിയൂ,
ഏതൊരു ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം സുഗമമായി മുന്നോട്ട് പോകുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ മാനസിക നില തെറ്റും. നമ്മുടെ പരീക്ഷകൾ നടക്കണം, വിവാഹം നടക്കണം, ജീവിതം ഇങ്ങനെ മൂവ് ചെയ്യണ പോലെ നമുക്ക് ഫീൽ ചെയ്യണം. അല്ലെങ്കിൽ ആകെ പ്രശ്നമായിരിക്കും. അപ്പൊ എന്റെ കൂടെയുള്ളവരൊക്കെ ജയിച്ചു പോകുന്നു, അവർക്കൊക്കെ ജോലി കിട്ടുന്നു, ഞാൻ മാത്രം എന്താ എവിടെ എത്താത്തത് എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സ് തകർന്നു പോകും. നമ്മുടെ ജീവിതത്തിൽ ഒരു കൃത്യനിഷ്ഠ, നമ്മുടെ പരീക്ഷകളിലും മറ്റു കാര്യങ്ങളിലൊക്കെ ഒരു കൃത്യത, അങ്ങനെ നമ്മുടെ പഠന രംഗം നമുക്ക് കീഴൊതുങ്ങുന്ന വിജയകരമായ ഒരു മേഖലയാണെന്ന് നമുക്ക് ബോധ്യം വേണം. നമ്മുടെ ദീനീ രംഗവും ഞാൻ അത്യാവശ്യം സൂക്ഷ്മതയോടെ പോകാൻ പറ്റുന്നുണ്ട് എന്ന് എനിക്ക് തോന്നണം. എന്റെ മാതാപിതാക്കളോടുള്ള ബന്ധം അതും ഭംഗിയായി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ജീവിതം വളരെ കുഴപ്പമില്ലാതെ മുന്നോട്ടേക്ക് പോകുന്നു എന്ന് തോന്നിയിട്ടില്ലെങ്കിൽ മനസ്സ് പ്രയാസത്തിലാകും, സംഘർഷമാകും, ദേഷ്യമാകും, ഉറക്കം കിട്ടായ്മ വരും, പല പ്രയാസങ്ങളും ഉണ്ടാകും. ഞാൻ ദീർഘിച്ച് പറയുന്നില്ല. എല്ലാ മരുന്നുകളെക്കാളും ഏറ്റവും ഫലപ്രദമായത് സ്വസ്ഥമായ ഒരു മനസ്സിനെ മതപരമായ ഉത്ബോധനങ്ങളെ കൊണ്ടും കാഴ്ചപ്പാടുകളെ കൊണ്ടും സമാധാനപൂർണമായ ഒരു മനസ്സിൽ സൃഷ്ടിക്കുമ്പോൾ നമ്മുടെ മുഖത്ത് സന്തോഷവും പ്രസന്നതയും ജീവിതത്തിൽ നമുക്ക് പ്രതീക്ഷകളും എല്ലാം ഉണ്ടാകും. എന്നാൽ ദീനിയല്ലാത്തൊരു മേഖലയുടെ പോകുമ്പോൾ നമ്മുടെ പഠനം തടസ്സപ്പെടും, കുടുംബമായുള്ള ബന്ധം തടസ്സപ്പെടും, മാതാപിതാക്കളുമായുള്ള ബന്ധങ്ങളിൽ വിള്ളലുകൾ വരും. അങ്ങനെ വരുമ്പോൾ മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകും. ഈ മാനസിക സംഘർഷങ്ങളെ ദീനിയായി പരിഹരിച്ച്, അള്ളാഹുവിന്റെ സ്മരണ കൊണ്ട് പരിഹരിച്ച്, നല്ല കാഴ്ചപ്പാടോടും അറിവോടും പരിഹരിച്ച് മുന്നോട്ട് പോകുവാനും സമാധാനമായ ജീവിതം അനുഭവിക്കുവാനും അള്ളാഹു നമ്മെ സഹായിക്കും. സമയത്തിന്റെ പരിമിതി മൂലം ഈ സെഷനോട് അവസാനിക്കുകയാണ്. ഒരു ചോദ്യം പല പ്രാവശ്യങ്ങൾ തന്നതാണ്. ഇപ്രാവശ്യം തന്നെ ഒരു ആള് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ട് ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ്. ഇപ്രാവശ്യമെങ്കിലും പറയണേ എന്ന് പറഞ്ഞങ്ങാണ്ട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അതാണ് നമ്മൾ നേരത്തെ ആൻസർ ചെയ്തത്. ഇതിന് കൂടുതൽ വന്നൊരു ചോദ്യമാണ്. എന്താ വെച്ചാൽ ഈ പൊതുവെ മെഡിക്കൽ സ്റ്റുഡൻസിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അല്ലാത്തവർക്കൊക്കെ ലാബിൽ ഒക്കെ പോണ സമയത്ത് പെൺകുട്ടികൾ മാത്രമുള്ള സമയം ഉണ്ടാവും, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി മാത്രമുള്ള സന്ദർഭങ്ങൾ ഉണ്ടാവും. ഇങ്ങനത്തെ സമയങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചിട്ടുണ്ട് പല ആളുകളും. ഓർമ്മപ്പെടുത്താനുള്ള കാര്യം എന്താ വെച്ചാൽ സുഹൃത്തുക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം സാഹചര്യങ്ങളെ സൂക്ഷിക്കാൻ നമ്മൾ ശ്രമിക്കണം. പക്ഷെ നമ്മുടെ നാട്ടിൽ നമുക്ക് എല്ലാ സാഹചര്യങ്ങളെയും നമുക്ക് അനുകൂലമാക്കി ആൺകുട്ടികൾ മാത്രമുള്ള ഒരു കോളേജിൽ പഠിക്കുക, പെൺകുട്ടികൾ മാത്രമുള്ള കോളേജിൽ പഠിക്കുക എന്നുള്ളതൊന്നും അത്ര നമുക്ക് പോസിബിളായ കാര്യമില്ല. നമ്മൾ വാഹനത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും നമുക്ക് പരസ്പരം കൂടി ഇടപെടേണ്ടി വരും. പക്ഷെ അവിടെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് എവിടെ ചെന്നാലും, ഇപ്പൊ നിങ്ങൾ ഡോക്ടർ എന്ന നിലക്കോ അല്ലെങ്കിൽ ഒരു നഴ്സ് എന്ന നിലക്കോ നിങ്ങൾക്കൊരു അന്യ സ്ത്രീയെ അല്ലെങ്കിൽ ഒരു അന്യ പുരുഷനെ എല്ലാ അർത്ഥത്തിലും നിങ്ങൾക്ക് കൈകാര്യം ചെയ്യേണ്ടി വന്നാൽ, പരിചരിക്കേണ്ടി വന്നാൽ പോലും അവിടെ മനസ്സിൽ ഒരു അധർമ്മത്തിന്റെയും തിന്മയുടെയും ചിന്ത വരാത്ത വിധം നിങ്ങൾ എന്തായിരിക്കണം, സുരക്ഷിതരാവുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അത്തരമൊരു സന്ദർഭത്തിൽ നമ്മുടെ സൂക്ഷ്മതയ്ക്ക് തകരാറ് വരാത്ത, ഇതൊരു തെറ്റാണ്, അത് സംഭവിച്ച് അതിന്റെ റെക്കോർഡിൽ ഉണ്ടാവും, നാളെ പരലോകത്ത് വരും. പിന്നെ മാത്രമല്ല, ഞാൻ ഇതിനോട് ഇടപഴകുമ്പോൾ എന്റെ മാന്യതയ്ക്ക് നിരക്കാത്തതാണ്, എന്റെ ഒരു ധാർമ്മികതയ്ക്ക് നിരക്കാത്തതാണെന്ന ചിന്തയോടുകൂടെ നമ്മളൊരു പ്രതിരോധം നമ്മുടെ മനസ്സിൽ സ്വയം തീർക്കുകയും തിന്മകൾ നമ്മളിലേക്ക് വരാത്ത ഒരു മാനസിക ശക്തി വിശ്വാസപരമായി ആർജിക്കുകയും ചെയ്യാൻ ശ്രമിക്കുന്നത്. പരമാവധി ഇത്തരം സാഹചര്യം വിട്ടുനിൽക്കാൻ ശ്രമിക്കുക. നിവൃത്തിയില്ലാത്ത സന്ദർഭങ്ങളിൽ പരമാവധി സൂക്ഷ്മത പാലിച്ച് ഇടപെടാൻ ശ്രമിക്കുക എന്നുള്ളതുള്ള ഈ കുറഞ്ഞ സമയത്ത് പറയാൻ സാധ്യമാകുള്ളൂ. കേട്ട ഉത്തരങ്ങളും ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയവരെല്ലാം തങ്ങളുടെ ആ ചോദ്യങ്ങളിൽ കിട്ടിയ ഉത്തരം അതുപോലെ സ്വീകരിക്കാൻ അവർ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. അല്ലാഹു സഹായിക്കട്ടെ. ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നത് ബഹുമാനനായ സിറ്റി സലീം ചില ചോദ്യങ്ങളുടെ ഉത്തരവും ഇതിന്റെ കൺക്ലൂഷനും അദ്ദേഹം നിർവഹിക്കും. അസ്സലാമു അലൈക്കും. ഇവിടെ മറുപടി പറഞ്ഞതിനേക്കാളും ഇരട്ടിക്ക് ഇരട്ടി മറുപടി പറയാത്ത ചോദ്യങ്ങളുണ്ട്. എന്റെ ഈ സംസാരത്തിൽ ഏതാനും ചോദ്യങ്ങൾക്കുള്ള മറുപടിക്ക് വേണ്ടി ഉപയോഗിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ക്യാമ്പസിലെ ആഘോഷങ്ങൾ സംബന്ധിച്ച് ഒട്ടേറെ ചോദ്യങ്ങളുണ്ട്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് ഏത് രാജ്യത്തും അവന് ജീവിക്കുവാൻ സാധിക്കും. മുസ്ലിം സമുദായത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മാത്രം എടുത്ത് പരിശോധിച്ചാൽ മുസ്ലിങ്ങൾക്കിടയിൽ ഏറ്റവും വലിയ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള വിഷയങ്ങളിൽ ഒന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പാടുണ്ടോ ഇല്ലേ. അത് ആഘോഷിക്കാത്തവരും ആഘോഷിക്കുന്നവരും മുസ്ലിങ്ങൾക്കിടയിലുണ്ട്. അത് സംബന്ധിച്ച് സംവാദങ്ങളും വാദപ്രതിവാദങ്ങളും ഒക്കെ നടക്കാറുണ്ട്. കാരണം എന്താണ്? ലോകത്തിന്റെ സ്രഷ്ടാവിങ്കിൽ നിന്നുള്ളതാണ് ഇസ്ലാം. ആ സ്രഷ്ടാവിന്റെ സന്ദേശത്തിൽ ഇല്ലാതെ മനുഷ്യനിർമ്മിതമായ ഒരു ആഘോഷം നമുക്ക് ഉണ്ടാക്കാൻ സാധ്യമല്ല എന്നതുകൊണ്ടാണ്. ഇത് വെച്ചുകൊണ്ട് സ്വന്തം സമൂഹത്തിൽ സ്വന്തം പ്രവാചകന്റെ ബർത്ത്ഡേ ഒരു മുസ്ലിമിന് ആഘോഷിക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മറ്റു മതങ്ങളുടെ ആഘോഷങ്ങളായിരുന്നാലും പരസ്പര വിദ്വേഷമോ പകയോ ഒന്നുമില്ലാതെ തന്നെ എന്റെ സ്വന്തം പ്രവാചകന്റെ ബർത്ത്ഡേ ആഘോഷിക്കാത്ത ആളാണ് ഞാൻ. മാത്രമല്ല, മഹാനായ ഈസാ നബി അലൈഹി ഇസ്ലാം
യേശുക്രിസ്തു എന്ന സഹോദരങ്ങൾ പറയുന്ന ഈസാ നബി അലൈഹിസ്സലാമിനെ പ്രവാചകനായി അംഗീകരിച്ചാൽ മാത്രമേ ഒരാൾ മുസ്ലിമാകൂ. വിശുദ്ധ ഖുർആനിൽ ഒരേ ഒരു വനിതയുടെ പേരേയുള്ളൂ. അത് പ്രവാചകന്റെ മാതാവിന്റെ അല്ലെങ്കിൽ പ്രവാചകന്റെ ഭാര്യമാരുടെ ആരുടെയെങ്കിലും പ്രവാചകന്റെ മകളുടെ പേരല്ല, ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ മാതാവിന്റെ പേരാ. പക്ഷേ ആ ഈസാ നബി അലൈഹിസ്സലാം പ്രവാചകനാണ് എന്നാണ് ഒരു മുസ്ലിമിന്റെ വിശ്വാസം. ആ വിശ്വാസപരമായ കാര്യങ്ങൾ ഉറച്ചു നിന്നാൽ സ്വാഭാവികമായും അത്തരം കാര്യങ്ങളെ കുറിച്ച് മറ്റുള്ളവർക്ക് പോലും കാര്യകാരണസഹിതം ബോധ്യപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പിന്നെ ക്യാമ്പസിലെ വ്യത്യസ്തങ്ങളായ ആഘോഷ പരിപാടികൾ, ഇസ്ലാമിക വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ടുള്ള ഏത് ആഘോഷങ്ങളിലും നമുക്ക് പങ്കെടുക്കാം. നമ്മുടെ വ്യക്തിത്വത്തെ നശിപ്പിക്കുന്ന, നമ്മെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന, തെറ്റിലേക്ക് പാപങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന, അതാണ് അതിന്റെ മാനദണ്ഡമായി നാം മനസ്സിലാക്കുക. മറ്റൊന്ന് പൊളിറ്റിക്സ്, അരാഷ്ട്രീയവാദം നമുക്കില്ലേയില്ല. കാരണം ഇന്ത്യയെപ്പോലൊരു രാജ്യത്ത് മുസ്ലിങ്ങൾ സ്വീകരിക്കേണ്ട നിലപാട് ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. മതത്തിന്റെ പേരിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത, നിങ്ങളുടെ കിടപ്പാടങ്ങളിൽ നിങ്ങളെ പുറത്താക്കാത്തവരുമായി നിങ്ങൾ നീതിപൂർവ്വം സഹകരിക്കുക, അവരോട് നന്മ ചെയ്യുക. അവർ മുസ്ലിങ്ങളല്ല, മറ്റു മതക്കാരാണ്, അവരോട് നന്മ ചെയ്യണം, നീതിപൂർവം വർത്തിക്കണം. ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ ഒരു വിഷയം വന്നപ്പോൾ മുസ്ലിങ്ങളെക്കാളും ശക്തമായി മതേതര കക്ഷികളിൽപ്പെട്ട എംപിമാർ നടുത്തളത്തിൽ ഇറങ്ങിയിട്ട് പറഞ്ഞു, ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് മതി, അടുത്ത് മുന്നോട്ട് പോക്ക്. അതാണ് ഇന്ത്യ രാജ്യം. അതുകൊണ്ട് ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം നാം നേടിയെടുത്തത് മുസ്ലിങ്ങളും ഹൈന്ദവരും ഒന്നിച്ചു നിന്ന് പൊരുതുകൊണ്ടാണ്. അതുകൊണ്ട് അരാഷ്ട്രീയവാദം അപകടമാണ്. ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങൾ അവരും ഇന്ത്യയുടെ ഭാഗമാണ്. അതുകൊണ്ട് പാർലമെന്റിനെ ആക്രമിച്ചുകൊണ്ടല്ല, പാർലമെന്റിന്റെ ഉള്ളിൽ കയറി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നാം കാര്യങ്ങൾ നേടിയെടുക്കേണ്ടത്. അതാണ് സുതാര്യമായ മാർഗം. ആ മാർഗത്തിലാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുൻകാല നേതാക്കന്മാർ, ഈ മൊയ്തു മൗലിയെ പോലെ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെ, സിദി സാഹിബിനെ പോലെ, KM മൗലവിയെ പോലെ ഉള്ള മഹാന്മാരൊക്കെ അത് കൃത്യമായി നമുക്ക് കാണിച്ചു തന്നു. വിശുദ്ധ ഖുർആന്റെ പരിഭാഷ എഴുതിയ ഇന്ത്യയുടെ ഒന്നാമത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അബുൽ കലാം ആസാദ് എങ്ങനെ ഒരു മുസ്ലിമിനെ യഥാർത്ഥ മുസ്ലിമായിക്കൊണ്ട് പൊളിറ്റിക്സിൽ പ്രവർത്തിക്കാമെന്ന് കാണിച്ചു തന്നു. ആ ഒരു മാർഗമാണ് ക്യാമ്പസിലും സത്യത്തോടൊപ്പം നിന്നുകൊണ്ടുള്ള ഒരു പൊളിറ്റിക്സിന്റെ നിലപാടാണ് ഒരു വിദ്യാർത്ഥി യഥാർത്ഥത്തിൽ സ്വീകരിക്കേണ്ടത്. മറ്റൊരു വലിയ സംശയം, വ്യഭിചരിച്ചാൽ എറിഞ്ഞുകൊല്ലണമെന്ന് ഖുർആൻ പറയുന്നു. വിശുദ്ധ ഖുർആനിൽ അതില്ല, ഹദീസിലാണുള്ളത്. ഹദീസിൽ വന്നത് വ്യഭിചരിച്ച ആണോ പെണ്ണോ വിവാഹം കഴിച്ചവരാണെങ്കിൽ എറിഞ്ഞുകൊല്ലണം, വിവാഹം കഴിക്കാത്തവരാണെങ്കിൽ 100 അടിയടിക്കണം. 100 അടിയടിക്കണമെന്ന നിയമം ഖുർആനിലും എറിഞ്ഞുകൊല്ലുന്ന നിയമം ഹദീസിലുമാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇന്ത്യയിൽ ഒരാൾ വ്യഭിചരിച്ചാലോ, വ്യഭിചരിച്ച ആളെ എറിഞ്ഞുകൊല്ലുകയോ അല്ലെങ്കിൽ 100 അടിയടിക്കുകയോ ചെയ്യേണ്ടത് പൗരന്മാരല്ല. നിയമം നടപ്പാക്കേണ്ടത് ഭരണകൂടമാണ്. ഒരു ഇസ്ലാമിക ഭരണകൂടത്തോടുള്ള കൽപ്പനയാണത്. അതുകൊണ്ട് ഇന്ത്യ രാജ്യത്തുള്ള മുസ്ലിമീങ്ങൾക്ക്, മഹല്ല് കമ്മിറ്റികൾക്ക് അതിന് ബാധ്യതയില്ല. എന്നാൽ ഒരു ഇസ്ലാമിക ഭരണം വന്നാൽ വ്യഭിചരിച്ച ആളെ നേരെറിഞ്ഞു കൊല്ലാൻ പറ്റുമോ? വിചാരണക്കെടുക്കണം, 4 സാക്ഷികളെ ഹാജരാക്കണം. അങ്ങനെയൊക്കെ ആയാൽ ഒരു പക്ഷേ ജഡ്ജി അതിന് വിധിച്ചേക്കാം. അപ്പോൾ ഇസ്ലാമിക ഭരണകൂടം ചെയ്യേണ്ട പ്രവർത്തനമാണത്. കട്ടവന്റെ കൈമുറിക്കണം, ഞാനും നിങ്ങളുമല്ല, കട്ടു എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിക കോടതിയാണ് വിധിക്കേണ്ടത്. പ്രവാചക നിന്ന ജോസഫ് മാഷ് നടത്തി, അദ്ദേഹത്തിന്റെ കൈവെട്ടി. പ്രവാചക നിന്നയാണ്. കാരണം ഒരു അറബ് രാജ്യത്തായിരുന്നു ജോസഫ് മാഷിന്റെ കൈവെട്ടിയതെങ്കിൽ, അത് പ്രവാചകനെ നിന്ദിച്ചതെങ്കിൽ, ആ അറബ് രാജ്യത്ത് പോലും ശിക്ഷ നടപ്പാക്കാനുള്ള അധികാരം പൗരന്മാർക്കില്ല. അത് ഭരണകൂടത്തിനാണ്, കോടതിക്കാണ്. അപ്പോൾ നിയമം കയ്യിലെടുക്കുക എന്നത് അനിസ്ലാമികമാണ്, ഒരിക്കലും നമുക്ക് പാടില്ലാത്തതാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ആ രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കുക. മറ്റൊരു സംശയം, മദ്യത്തിലൂടെയൊക്കെയുള്ള വരുമാനമാണല്ലോ നമ്മുടെ രാജ്യത്തുള്ളത്. അപ്പോൾ ഈ രാജ്യത്ത് നമുക്ക് ജീവിക്കാൻ പറ്റുമോ എന്നതാണ്. ഒരു പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ആ പുഴയുടെ 4 കടവ് അപ്പുറത്ത് നിന്ന് ഒരു മാതാവ് തന്റെ കുട്ടി മൂത്രമൊഴിച്ച വസ്ത്രം കഴുകിക്കൊണ്ടിരിക്കുന്നു. 4 കടവ് ഇപ്പുറത്ത് അത് തെളിവെള്ളമായി നമ്മൾ കുളിക്കുന്നു, നമ്മൾ വുദൂ ചെയ്യുന്നു. ഒരു വലിയ ഒഴുക്കാണിത്. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന, നമ്മൾ വാങ്ങുന്ന, നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ നികുതി കൂടി അതിലുണ്ട്. അപ്പോൾ നാം ഹറാമുമായി ബന്ധപ്പെടരുത്. വ്യക്തിപരമായി ഹറാമിൽ നിന്ന് നാം ഉപയോഗിക്കുകയും ചെയ്യരുത്. മദ്യത്തിന്റെ വരുമാനം ഇവിടെയുണ്ട്, നികുതിയുടെ വരുമാനം ഇവിടെയുണ്ട്. എല്ലാം കൂടി ചേർന്നതാണ് ഈ രാജ്യം. അതിൽ നിന്ന് നമുക്ക് നന്മയുമായി സഹകരിക്കാം. അതുകൊണ്ട് ആ നിലക്കുള്ള വിഷമങ്ങൾ ആവശ്യമില്ല. മറ്റൊന്ന്, നിങ്ങൾ പ്രണയത്തെക്കുറിച്ച് ധാരാളം പറഞ്ഞു. എനിക്കൊരാളെ ഇഷ്ടപ്പെട്ടാല് ഞാൻ രക്ഷിതാവിനൊന്ന് അറിയിച്ചോട്ടെ. അവസാനം അവിടെ എത്തി.
ഒന്ന് രക്ഷിതാവിനെ അറിയിച്ചോട്ടെ, നല്ല കാര്യം. രക്ഷിതാവിനെ അറിയിക്കുക, എന്നിട്ട് വേഗം വിവാഹം നടത്തിയേക്കുക, പ്രശ്നം തീരും. അതാണ് വേണ്ടത്. ഏതായാലും നല്ലൊരു ഫീഡ്ബാക്ക് ഇതിനെ കാണുന്നു. മറ്റൊരു ചോദ്യം, തൗബയുമായി ബന്ധ പ്രകാരം അബദ്ധങ്ങൾ പറ്റിപ്പോയി, എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത്? അത് വിശദമായി പറയേണ്ടതാണെങ്കിലും ഒന്ന്, തൗബയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ വ്യവസ്ഥ എന്ന് പറയുന്നത് മനസ്സിൽ കുറ്റബോധമുണ്ടാവുക എന്നതാണ്. പടച്ചോനെ പറ്റിപ്പോയി എന്ന്. രണ്ടാമത്തത്, ആ ചെയ്ത തെറ്റിനെ ശത്രുവായി പ്രഖ്യാപിക്കണം. മറ്റൊരാളും അങ്ങോട്ട് പോകാൻ അനുവദിക്കാത്ത തരത്തിൽ അതിനെ ശത്രുവായി പ്രഖ്യാപിച്ച് അതിനെതിരെ നിലകൊള്ളുക. എന്നിട്ട് തൗബത്തൻ നസൂഹ, ആത്മാർത്ഥമായി പടച്ചവനെ പറ്റിപ്പോയി, ഇനി ഞാൻ അതിലേക്ക് മടങ്ങുകയില്ല എന്ന് പറഞ്ഞു ഫഅസ്ലഹു, എന്നിട്ട് നിലപാട് നന്നാക്കുകയും ചെയ്യുക. അങ്ങനെ കൂടുതൽ നന്മയിലേക്ക്. മറ്റൊരു ചോദ്യം, നമസ്കരിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരു തഖ്വ കിട്ടുന്നില്ല, എന്തോ ഒരു വഴിപാട് പോലെ അങ്ങനെ പോകുന്നു എന്നതാണ്. അതൊരു വിഷയമാണ്. അത് എന്ത് വേണം? ധാരാളം മാർഗങ്ങളുണ്ട് എന്ന് പടച്ചവനോട് പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ അഇന്നി അലാ സിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. പടച്ചവനെ, എനിക്ക് നീ ആഫിയത്ത് നൽകണമേ, നിനക്ക് നന്ദി ചെയ്യാൻ, അതേപോലെ തന്നെ എന്റെ ഇബാദത്തുകൾ നന്നാക്കി തീർക്കാൻ നീ എനിക്ക് തൗഫീക്ക് നൽകണമേ എന്ന് പടച്ചവനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആരാധനകളിൽ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ദിക്റുകളുടെ ദുആകളുടെ അർത്ഥം പഠിച്ചുകൊണ്ട് മനസ്സുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഇബാദത്തുകൾ ചെയ്യുക എന്നത് ഏറ്റവും പ്രധാനമാണ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിത വിശുദ്ധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നാം പ്രവേശിക്കലും വളരെ പ്രധാനമാണ്. അതിലേറ്റവും പ്രധാനം നമ്മുടെ നിത്യജീവിതത്തിൽ നാം പാലിക്കേണ്ട ദിക്റുകൾ, ദുആകള്, നമസ്കാരം കൃത്യസമയത്ത് നിർവഹിക്കുക, പാവപ്പെട്ടവരെ സഹായിക്കുക, ഇങ്ങനെയുള്ള നന്മകളിലേക്ക് നാം പ്രവേശിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഇന്റർനെറ്റ്, അതേപോലെ തന്നെ മൊബൈലുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ചോദ്യങ്ങളുണ്ട്. ഒരൊറ്റ കാര്യം, ആരുമില്ലെങ്കിലും നട്ടപ്പാതിരയാണെങ്കിലും നാം ഒരു വൃത്തികെട്ട രംഗം നോക്കിക്കൊണ്ടിരിക്കുമ്പോ നാളെ പരലോകത്ത് സംഭവിക്കാനുള്ള രംഗം, ആ രംഗം അങ്ങനെ തന്നെ ഹാജരാക്കും. ഈ വീഡിയോയിലൂടെ ഈ പ്രോഫോൺ മൊത്തം രേഖപ്പെടുത്തി പിന്നീട് എനിക്കും നിങ്ങൾക്കും അത് കാണാൻ സാധിക്കുമെങ്കിൽ ആ വീഡിയോ കണ്ടുപിടിക്കാൻ ആവശ്യമായ ബുദ്ധി നൽകിയ പടച്ചവൻ പറയുന്നു, ജീവിതം മുഴുവൻ പടച്ചവന്റെ രേഖയിലുണ്ട്, അത് അവിടെ കാണിക്കപ്പെടും. അതുകൊണ്ട് ഞാൻ ആരെ മറച്ചു വെച്ചാലും ലോകത്തിന്റെ സത്താ, ഉറക്കമില്ലാത്ത മയക്കമില്ലാത്ത സർവശക്തനായ പടച്ചവൻ അത് കാണുന്നുണ്ട് എന്ന ബോധമാണ് നമ്മുടെ മൊബൈൽ ശുദ്ധീകരിക്കാൻ, നമ്മുടെ ഇന്റർനെറ്റ് ശുദ്ധീകരിക്കാനുള്ള ഒറ്റമൂലിയെന്ന് നാം മനസ്സിലാക്കുക. അതുപോലെ നമുക്ക് അനുവദനീയമായ ധാരാളം കാര്യങ്ങളുണ്ട്. നമുക്ക് സ്പോർട്സ് മത്സരങ്ങളിലേക്ക്, നീന്തലിലേക്ക്, അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലുള്ള ദഅവത്തിന്റെ തിരക്കുകളിലേക്ക്, നന്മയുടെ മാർഗത്തിലുള്ള തിരക്കുകളിലേക്ക്, സാമൂഹ്യ സേവന പ്രവർത്തനത്തിന്റെ മേഖലയിലേക്ക്, ഇങ്ങനെ ഒട്ടേറെ നന്മകളുടെ മേഖല നമ്മെ കാത്തിരിക്കുന്നു. അതുകൊണ്ട് അല്പകാലത്തെ ജീവിതമേ എനിക്കും നിങ്ങൾക്കുമുള്ളൂ. വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദ. ഓരോരുത്തരും ഒറ്റക്കൊറ്റക്ക് റബ്ബിന്റെ അടുത്ത് വരും. ഒരാളും നമ്മെ സഹായിക്കാനുണ്ടാവില്ല. നമ്മൾ ഓരോരുത്തരാണ് ഈ ലോകത്തേക്ക് പറന്നു വീണതെങ്കിൽ അങ്ങനെ തന്നെ ഒറ്റക്കൊറ്റക്ക് റബ്ബിന്റെ അടുത്തേക്ക് നമ്മൾ ഹാജരാകേണ്ടി വരും. അതുകൊണ്ട് മരണത്തോടുകൂടി ആരംഭിക്കുന്ന ജീവിതമില്ലെങ്കിൽ ഈ പ്രോഫോൺ അർത്ഥമുണ്ടായിരുന്നില്ല. ഉറപ്പാണ്, ഇന്ന് സൂര്യൻ കൃത്യസമയത്ത് അസ്തമിക്കുമെങ്കിൽ അത് കൃത്യമായി നിർവഹിക്കുന്നത് ആരാണോ, ഈ ലോകത്തിന്റെ സൃഷ്ടാവ്, നമുക്ക് ഓരോരുത്തർക്കും സമാപനം വെച്ചിട്ടുണ്ട്. അതാണ് മരണം. ഈ ലോകത്തിനൊരു സമാപനമുണ്ട്, അതാണ് ഈ ലോകത്തിന്റെ സമാപനം. ആ മരണത്തോ ഖിയാമത്ത് നാൾ, അത് കഴിഞ്ഞ് യഥാർത്ഥ ജീവിതം വരാൻ പോകുന്നു. അതാണ് ജീവിതം. ആ ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കുവാനും പരിശ്രമിക്കാനും ശ്രമിക്കുക. നിങ്ങളുടെ ചോദ്യങ്ങൾ ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഏതൊക്കെ അവസരങ്ങളിൽ അതിന് മറുപടി പറയാൻ ഇനിയും അവസരം കിട്ടുമോ അതിൽ ഉൾപ്പെടുത്തിയിരിക്കും. നമ്മുടെ കൗൺസിലിംഗ് സെന്റർ ശരിക്കും ഉപയോഗപ്പെടുത്തുക. വിസ്ഡം ബുക്സ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറായിരിക്കുന്നു. ധാരാളക്കണക്കിന് പുസ്തകങ്ങൾ നാം തയ്യാറാക്കി, ഓഡിയോ പാക്കുകൾ തയ്യാറാണ്. അതുകൊണ്ട് വൈജ്ഞാനിക രംഗത്തേക്കുള്ള ഒരു ഉദ്ഘാടനമായി എനിക്ക് പഠിക്കണം, ഞാൻ കാര്യമായൊന്നും പഠിച്ചിട്ടില്ല എന്ന് സ്വന്തത്തെ പഠിപ്പിച്ച് പഠനവുമായി നാം മുന്നോട്ട് പോവുക. നമ്മുടെ രാജ്യം ലോകത്ത് ഏറ്റവും പ്രത്യേകതയുള്ളൊരു രാജ്യമാണ്. ഈ രാജ്യത്തിന്റെ മതേതരത്വം നിലനിൽക്കാൻ വേണ്ടി ശക്തമായൊരു തയ്യാറെടുപ്പ് ഉണ്ടാകണം. അങ്ങനെ ഈ ന്യൂനപക്ഷ തീവ്രവാദങ്ങളെയും ഭൂരിപക്ഷ തീവ്രവാദങ്ങളെയും ഒരു ഭാഗത്തേക്ക് മാറ്റി അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മുക്തമായ യഥാർത്ഥ ജീവിതം നയിക്കാൻ നാം ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കുമുല്ലാഹു ഖൈർ.